خلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ പൂർത്തിയാക്കിയത് മദീന മുനവ്വറയിലാണ്. 13 വർഷക്കാലം ഈമ പഠിപ്പിക്കുകയായിരുന്നു മക്കയിൽ വെച്ച്. അമലുകളൊന്നും മക്കയിൽ ഉണ്ടായിട്ടില്ല. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇവകളൊന്നും മക്കയിൽ വെച്ച് തുടങ്ങിയതല്ല. ഇതെല്ലാം മദീനയിൽ വെച്ചുണ്ടായതാണ്. മക്കയിൽ വെച്ച് ഈമാൻ പഠിപ്പിക്കുകയായിരുന്നു 13 കൊല്ലക്കാലം. 13 കൊല്ലക്കാലം ഈമാൻ പഠിപ്പിക്കുകയായിരുന്നു. ആ ഈമാൻ നിലനിർത്താൻ ഏർപ്പാട് ചെയ്യുകയായിരുന്നു മദീനയിൽ അമാലുകളെ കൊണ്ട്. ഈമാന്റെ നിലനിൽപ്പ് അമാലുകളെ കൊണ്ടാണ്. ഈമാൻ നിലനിൽക്കേണ്ടത് അമലുകളെ കൊണ്ടാണ്. നാം പറഞ്ഞല്ലോ, ഈമാൻ അള്ളാന്റെ വക ഓശാരമാണ്, സമ്മാനമാണ്. അവൻ ഇഷ്ടപ്പെട്ടവരും താല്പര്യപ്പെട്ടവർക്കും മാത്രം. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു എന്നതുകൊണ്ടും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. തീരെ അധ്വാനിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ കിട്ടിക്കൂടാന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നത് അള്ളാഹു മാത്രം അറിയാവുന്ന കാര്യമാണ്. ഫിർഔന്റെ കുടുംബത്തിൽ നിന്ന് ആസിയയെ തിരഞ്ഞെടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല. ആസറിന്റെ കുടുംബത്തിൽ നിന്ന് ഇബ്രാഹിമിനെ തിരഞ്ഞെടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതൊക്കെ അല്ലാഹു തആല അതാത് സീസണിൽ അവനിക്ക് ഇഷ്ടപ്പെട്ട ചെറിയൊരു ശതമാനത്തെ ഈമാൻ നൽകി അനുഗ്രഹിക്കാനായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. വളരെ ചെറിയ ശതമാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ട ഒരു സംഭവം വിശദമായ ഒരു ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഉരുലത്ത് അലയ്യൽ ഉമം, ഉമ്മത്തുകൾ എനിക്ക് വെളിവാക്കപ്പെട്ടു. ഓരോ നബിമാരെയും ആ നബിമാരുടെ പിറകിലുള്ള സമൂഹത്തെയും എനിക്ക് കാണിക്കപ്പെട്ടു. ഞാൻ കണ്ടത്, ചില നബിമാര് കടന്നുപോയി എൻ്റെ മുമ്പിലൂടെ. ഒരൊറ്റ ഒരാൾ പോലും ആ നബിന്റെ പിറകിൽ അനുയായികളായിട്ടില്ല. നബിമാര് എത്രയോ കാലം പരിശ്രമിച്ചിട്ടും ഒരാളെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാർക്ക് കൊടുത്തിട്ടില്ല. അവർ മാത്രം. ചില നബിമാര് പോയി മഅഹു റജുലുൻ ഔ റജുലൈൻ, 1-2 ആൾക്കാർ മാത്രം ചില നബിമാരോടൊപ്പം. വേറെ ചില നബിമാര് പോയി മഅഹു റഹ്തുൻ, റഹ്ത്ത് എന്ന് പറഞ്ഞാൽ 10 കുറവുള്ള സംഘത്തിനാണ് അറബിയിൽ റഹ്ത്ത് എന്ന് പറയുക. ചില നബിമാർ 10 കുറവുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു നബി വരപ്പെട്ടു. ആ നബിന്റെ ഒന്നിച്ച് ഏതാണ്ട് ഒരു പുരുഷാരം ഉണ്ടായിരുന്നു. അത് എൻ്റെ ഉമ്മത്താണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അറിയിക്കപ്പെട്ടു, ഇത് ഉമ്മത്തു മൂസ നബിയുടെ ഉമ്മത്താണ് എന്ന് വിവരിക്കപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വന്ന ഒരു സമൂഹമുണ്ട്. അവർ ചക്രവാളത്തോളമുണ്ട്. ചക്രവാളങ്ങൾ കീഴടക്കാൻ മാത്രമുണ്ട്. എന്നുവെച്ചാൽ പിന്നെ കടല് പോലെ എന്ന് പറയുന്നില്ല നമ്മൾ, പിന്നെ കാണുന്ന ചക്രവാളമാണ്. ഇതേപോലെയാണ് ആ സമൂഹത്തെ ഞാൻ കണ്ടത്, എനിക്ക് കാണിക്കപ്പെട്ടത്. എന്നോട് പറഞ്ഞു, ഹാദിഹി ഉമ്മത്തുക യാ മുഹമ്മദ്, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നിങ്ങളുടെ ഉമ്മത്താണ്. ഇതും പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഈ കഥ മദീന മുനവ്വറയിൽ ഈ മസ്ജിദുൻ നബവിയിലെ സഹാബാക്കൾക്ക് ഈ കഥയും പറഞ്ഞു കൊടുത്തിട്ട് വീട്ടിലേക്ക് കയറിപ്പോയി. വീട്ടിലേക്ക് കയറാൻ നേരത്ത് പറഞ്ഞു, ഇത്രയും ഈ ചക്രവാളം മുട്ടി നിൽക്കുന്ന ഈ പുരുഷാരത്തിൽ നിന്ന് 70,000 പേര് മാത്രമേ സ്വർഗത്തിലേക്ക് പോവുള്ളൂ. ബിലാ ഹിസാബിൻ വലാ അദാബ്, ഹിസാബോ അദാബോ ഇല്ലാതെ, കണക്ക് ചോദ്യമോ എന്തെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള പണിഷ്മെന്റ്സുകളോ ഒന്നും ഇല്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പോകുന്ന ഈ പുരുഷാരത്തിൽ നിന്ന്, ഈ ചക്രവാളം മുട്ടി നിൽക്കുന്ന കോടികളിൽ നിന്ന് വെറും 70,000 പേരായിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കും, ചിലപ്പോ 1,24,000 പേര് സഹാബാക്കൾ തന്നെ ഉണ്ടല്ലോ നിങ്ങൾ സംശയിക്കും. 1,24,000 പേര് സഹാബാക്കൾ. ആ സഹാബാക്കളെല്ലാം ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നവരാണ് എന്ന് നമ്മൾ ധരിക്കരുത്. ഈ 1,24,000 1,40,000 ചില്ലം സഹാബാക്കൾ നബിതങ്ങൾക്ക് ഉണ്ടായിരുന്നു.
അതിൽ അഷ്റഫുൽക്ക് വഫാത്താകുന്ന നേരം ഏതാണ്ട് 1,00,000-ന്റെയും 1,15,00,000-ന്റെയും ഇടയിലുണ്ടായിരുന്നു. ഇവരിൽ നിന്ന് 10 പേര് മാത്രമേ അള്ളാഹുവിന്റെ റസൂല് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളൂ. 10 പേര്, അശ്റത്തുൽ മുബശ്ശറ, സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേര്. ബാക്കിയുള്ളവർ മുഴുവനും ഹിസാബോടുകൂടിയേ പോകും. ഇനി ഈ 10 പേർക്ക് ഹിസാബ് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹിസാബ് ഇല്ലാതെ സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞിട്ടില്ല അവരെ സംബന്ധിച്ച്. അതേ അവസരത്തിൽ നബിമാരെ കഥയെടുക്കിൽ 1,24,000 നബിമാരെ കൂട്ടത്തിൽ ഒരു നബി പോലും ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന നബിയില്ല. ഒരു നബി പോലും ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന നബിയില്ല. ഒരു റസൂലിനെ പോലും ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് അല്ലാഹു തആല അടുത്തേക്ക്. ഹിസാബ് എന്ന് പറഞ്ഞാൽ കുരുത്തക്കേട് കളിച്ചവരെ ശിക്ഷിക്കാനുള്ള കണക്ക് ചോദ്യമാണെന്ന് നമ്മൾ ധരിച്ചിട്ടുണ്ട്. നല്ലത് ചെയ്തവർക്കും കണക്ക് പറയേണ്ടി വരും. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നാളെ ആഖിറത്തിൽ അള്ളാന്റെ മുമ്പിൽ കാലം ഹിസാബിന് വേണ്ടി കഴിച്ചുകൂട്ടേറ്റ നബി നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. എന്താ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗോള ചക്രവർത്തിയാകാനുള്ള ഇത് കൊടുത്തു. അല്ലാഹു തആല ആഗോള ചക്രവർത്തി സ്ഥാനം കൊടുത്തു. അതിനിപ്പോ ഞാൻ അനുഗ്രഹം എന്നതിലൊക്കെ എങ്ങനെയാ പറയാ? ആഗോള ഭൂമിയിലെ കാര്യത്തിന് അനുഗ്രഹം എന്നോ അല്ലെങ്കിൽ നിഅമത്ത് എന്നോ അല്ലെങ്കിൽ ബർക്കത്തെന്നോ വിശേഷിപ്പിക്കാൻ പറ്റുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ കൊടുത്തു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ. അത് സുലൈമാൻ നബി പറയുകയും ചെയ്തല്ലോ, അല്ലാഹു തആല ഞാൻ ശുക്ർ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി എനിക്ക് ചെയ്തു തന്ന പരീക്ഷണങ്ങളാണ് ഇതൊക്കെയെന്ന്. ഈ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏതാണ്ട് ആഖിറത്തിന്റെ 500 കൊല്ലത്തിന്റെ ദൂരം ഹിസാബിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും സുലൈമാൻ നബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഹിസാബുണ്ട്, പക്ഷെ കുറച്ച് നേരത്തേക്ക്. എന്തായിരിക്കും ആ ഹിസാബ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ച പരിശുദ്ധ ഖുർആൻ ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന്. അതെന്തിനാന്നറിയുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന അല്ലാഹു തആല അള്ളാന്റെ ഹിസാബ് വിചാരണ നീതിപൂർവമാകാൻ വേണ്ടിയിട്ടാണ്. ബഹുമാനപ്പെട്ട സഹാബാക്കളടക്കമുള്ളവരെ സാക്ഷി നിർത്തിക്കൊണ്ടായിരിക്കും റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുക, ഞാൻ ഏൽപ്പിച്ച ഖുർആൻ എന്ത് ചെയ്തു? ഞാൻ ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ എന്ന് പറയും റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ ചൂണ്ടിക്കാണിച്ചിട്ടേ. അപ്പൊ നമ്മളോട് ചോദിക്കും, ഈ മുഹമ്മദ് പറയുന്നത് സത്യമാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ മുഹമ്മദ് പറയുന്നത് ശരിയാണോ നമ്മളോട് ചോദിക്കും. എന്ത് മറുപടി പറയും? തെളിവ്. ബഹുമാനമുള്ള സുഹൃത്തുക്കൾ, ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ മദീന മുനവ്വറയിൽ 6ാമത്തെ വർഷം, ഹിജറയുടെ 6ാമത്തെ വർഷമാണ് സ്ത്രീകൾക്ക് ഹിജാബിന്റെ ആയത്തിറങ്ങുന്നത്. ഈ മദീനയിലാണ് ഇറങ്ങിയത്. 6ാമത്തെ വർഷം വെച്ചാൽ നുബത്ത് കിട്ടിയിട്ട് 19 വർഷം കഴിഞ്ഞിട്ടാണ് ഹിജാബിന്റെ ആയത്തിറങ്ങുന്നത്. എന്ന് വെച്ചാൽ തുണി കൊടുക്കാൻ പഠിപ്പിക്കുന്നത് 19 വർഷവും സഹാബികളായ പെണ്ണുങ്ങളെ തുണി കൊടുത്തിട്ടില്ല എന്നോ? ഔറത്ത് മറക്കാൻ പഠിപ്പിച്ചതല്ല, ഹിജാബ് ധരിക്കാൻ പഠിപ്പിച്ചത് 19 കൊല്ലം കഴിഞ്ഞിട്ട്. മദീനയിലേക്ക് ഹിജറ ചെയ്ത് വരുമ്പോൾ സഹാബാക്കളുടെയും അഷ്റഫുൽ ഖൽക്കിന്റെയും ഭാര്യമാർ മാനമായി വസ്ത്രം ധരിക്കുന്നവരായിരുന്നു, അന്തസ്സുള്ള വസ്ത്രം. ആയിഷ ബിബി വസ്ത്രവും ധരിച്ചിട്ടാണ് മദീനത്തേക്ക് വന്നത്. ഫാത്തിമ ബിബിയും വസ്ത്രവും ധരിച്ചിട്ടാണ് മദീനത്തേക്ക് വന്നത്. നേരത്തെ അറബി പെണ്ണുങ്ങൾ വിരിയാനായിരുന്നു, നഗ്നത കാണിക്കുമായിരുന്നു. നഗ്നത കാണിക്കുക എന്ന് പറഞ്ഞാൽ മുഖം കാണിക്കുക എന്നല്ല അർത്ഥം, ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾ കാണിക്കുക എന്നർത്ഥം. അത് ആദ്യ കാലത്ത് തന്നെ തടയപ്പെട്ടിട്ടുണ്ട്. ഔറത്തിലൂടെ, ഔറത്ത് മറക്കലിലൂടെ മാനമായ രീതിയിൽ വസ്ത്രം ധരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. പക്ഷെ മുഖം മറക്കുക എന്നുള്ള നിയമം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അന്ന് സഹാബി സ്ത്രീകൾ പരസ്യമായി ആണുങ്ങളുടെ മുമ്പിൽ മുഖം കാണിക്കുമായിരുന്നു. ഈ മദീനയിൽ വരുമ്പോഴും അതന്നെയാണ് അവസ്ഥ. മദീനത്ത് 6 കൊല്ലം കഴിച്ചു കൂട്ടിയപ്പോഴും അതന്നെയാണ് അവസ്ഥ. പക്ഷെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഇച്ചിരി സ്ട്രോങ് ആണ് ആള്. പലപ്പോഴും അദ്ദേഹം ആഗ്രഹിക്കുമായിരുന്നു, അല്ലാഹു തആല ഈ പെണ്ണുങ്ങൾക്ക് മുഖം മറക്കാനുള്ള, മുഖവും മാറും മറക്കാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കിയിരുന്നുവെങ്കിൽ ഈ കാലത്തിൽ സൗന്ദര്യവതികളായ അൻസാരി സ്ത്രീകൾ പൊതുവെ നല്ല സൗന്ദര്യമുള്ള സ്ത്രീകളും കൂടിയാണ്. ഈ സൗന്ദര്യവതികളായ സ്ത്രീകൾ അവരുടെ മുഖവും പ്രദർശിപ്പിച്ചിട്ട് ഈ ആൾക്കാരുടെ കൂട്ടത്തിലൂടെ നടക്കുന്നത് വലിയ ഫിത്നയാണല്ലോ. ഈ മുഖം മറച്ചിട്ട് പുറത്തിറക്കാൻ പെണ്ണുങ്ങൾക്കൊരു നിയമം അല്ലാഹു തആല നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെന്ന് മനസ്സുകൊണ്ട് ആശിച്ചു റളിയല്ലാഹു. പറയാൻ അവകാശമില്ലല്ലോ, ആശിക്കാനല്ലേ അവകാശമുള്ളൂ. പക്ഷെ അല്ലാഹു തആല റളിയല്ലാഹുവിന്റെ ആഗ്രഹം പൂർത്തിയാക്കി കൊടുത്തു. അല്ലാഹു തആല ആയത്തിറക്കി, പെണ്ണ് ഔറത്ത് മറച്ചാൽ പാത്രം പോരാ, സീനത്തും കൂടി മറക്കണം. ലാ തുബ്ദീന സീനത്തഹുന്ന ഇല്ലാ അലാ ബുഊലതിഹിന്ന ഔ ആബാഇഹിന്ന ഔ അബ്നാഇഹിന്ന ഔ അബ്നാഇ ബുഊലതിഹിന്ന ഔ ഇഖ്വാനിഹിന്ന ഔ അഖവാതിഹിന്ന ഔ ബനി ഇഖ്വാനിഹിന്ന ഔ ബനി അഖവാതിഹിന്ന ഔ മാ മലക്കത്ത് അയ്മാനും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഇനി മേലിൽ പെണ്ണ് മുഖം തുറന്ന്
പെണ്ണ് മുഖം കാണിക്കാൻ അനുവദിക്കപ്പെട്ടവർ ഈ പറയപ്പെട്ട ആൾക്കാരെ ഉള്ളൂ. അല്ലാത്തവരുടെ മുമ്പിൽ ഇറങ്ങുമ്പോൾ മുഖം മറിച്ചിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ. ലാ തുബ്ദീന സീനത്തഹുന്ന, പെണ്ണ് അവരുടെ സീനത്ത് വെളിവാകാതിരിക്കട്ടെ. സീനത്ത് സ്വാഭാവികമായിട്ടും മുഴുവൻ മുഫസ്സിറുകളും പറഞ്ഞത് പിന്നെ അഅ്ളമുൽ അഅ്ളാ മുഖമാണ് എന്നാണ്. ശരീരത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള അവയവം മുഖമാണ്. എല്ലാ മുഫസ്സിറുകളും, ഇത് നമ്മളെ വക വ്യാഖ്യാനിച്ചിട്ട് വേറെ എന്തെങ്കിലും പറയുന്നത് എനിക്കറിയില്ല. മുഫസ്സിറുകൾ, സലഫുകളായ മഹാന്മാർ 1, 2, 3 നൂറ്റാണ്ട് കാലം, ഏതാണ്ട് ഇബ്നു ഹജറുൽ അസ്കലാനി ജീവിക്കുന്ന 10-ാം നൂറ്റാണ്ട് വരെയുള്ള സമൂഹവും സീനത്ത് എന്ന് പറഞ്ഞാൽ അത് മുഖമാണെന്നും മുഖം അഅ്ളമുൽ വജ്ഹ വഅഅ്ളമുൽ അഅ്ളാ, അതുകൊണ്ടാണ് വജ്ജഹ്തു വജ്ഹി എന്ന് പറയുന്നതെന്നും. അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നിട്ട് ഞാൻ എൻ്റെ മുഖം നേരിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തെ മുഴുവനും നേരിടിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അവിടെ മുഖം എന്ന് പറഞ്ഞത് ശരീരാവയവങ്ങളിൽ കൂട്ടത്തിൽ ഏറ്റവും മുഖ്യമായ അവയവം മുഖമായതുകൊണ്ടാണ് എന്നാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹാബാക്കളുടെ താല്പര്യം പരിഗണിച്ചിട്ടും കൂടിയാണ് ശരീഅത്ത് നിർമ്മിച്ചത്. അള്ളാഹുവേ, ചിലർക്ക് സഹാബാക്കൾ വലിയ കാര്യമായിരിക്കൂല. സഹാബാക്കളെ സംബന്ധിച്ച് നിരൂപണം നടത്തും ചിലർ, ഭാഗ്യം കെട്ടവർ, മഹ്റൂമീങ്ങൾ. സഹാബാക്കളെയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശരീഅത്ത് നിർമ്മാണം നടത്തിയത്. പല വിഷയത്തിനും സഹാബാക്കളെ പരിഗണിച്ചിട്ടുണ്ട്. ബാങ്കിന്റെ കാര്യം എടുത്തു നോക്കി, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ ആളെ അറിയിക്കാൻ എന്തെങ്കിലും വഴിവാണല്ലോ എന്ന് ആലോചിച്ചു. ഈ മദീന മുനവ്വറയിൽ നിന്നുകൊണ്ട് ഈ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൂട്ടാൻ എന്താണ് വഴി, സമയമായി എന്ന് അറിയിക്കാൻ പലരും പല അഭിപ്രായം പറഞ്ഞു. ചിലർ പറഞ്ഞു ചണ്ട കൊട്ടാമെന്ന്, ചിലർ പറഞ്ഞു മണിമുട്ടാമെന്ന്. അങ്ങനെ പല അഭിപ്രായം സഹാബാക്കൾ പറഞ്ഞു. അഷ്റഫുൽ തീരുമാനം എടുക്കാതെ പിരിച്ചുവിട്ടു. അന്ന് രാത്രി സഹാബികളിൽ പ്രമുഖർ സ്വപ്നം കണ്ടു. രാവിലെ വന്നിട്ട് തങ്ങൾക്ക് ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട്, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് തിരിഞ്ഞിരിക്കും. എന്നിട്ട് ഔറാദുകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം സഹാബാക്കളോട് നിങ്ങൾ വല്ല സ്വപ്നവും കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നൊരു പതിവുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അങ്ങനെ കണ്ടു നബിയെ, ഞങ്ങൾ ഞങ്ങൾ കണ്ടു നബി. ഓരോരാളും വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്വപ്നം കണ്ടു. ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നു, അയാളുടെ കയ്യിൽ നല്ലൊരു മണിയുണ്ട്, ഞങ്ങൾ ആ മണി തരുമോന്ന് ചോദിച്ചു. അത് എന്തിനാ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് നിസ്കാരത്തിന്റെ സമയത്ത് മുട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ വന്നാള് പറഞ്ഞു, അത് വേണ്ട, അതിനേക്കാൾ നല്ലൊരു പരിപാടി കഴിക്കാൻ പറഞ്ഞുതരാം. നിസ്കാരത്തിന്റെ സമയത്ത് ശബ്ദമുള്ള ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ഈ വാക്കുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ മതി, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വാക്കുകൾ ലാസ്റ്റ് വരെ പറഞ്ഞു കൊടുത്തു. അവർ വേറൊരു സഹാബി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞാനൊരു സ്വപ്നം കണ്ടു, ഈ സ്വപ്നം തന്നെ. അങ്ങനെ വ്യത്യസ്ത സഹാബാക്കൾ അന്ന് രാത്രി അതേ സ്വപ്നം കണ്ടു. റസൂലുള്ളാഹി തങ്ങൾ ആ സ്വപ്നത്തെ പരിഗണിച്ചുകൊണ്ട് അത് നുബുവത്തിന്റെ തഖ്രീറാക്കി മാറ്റി ആ സ്വപ്നം പാസ്സാക്കി കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാങ്ക് നടപ്പിലാക്കി കൊടുത്തു. സഹാബാക്കളെയും പരിഗണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീഅത്ത് നിർമ്മാണം നടത്തിയത്. സഹാബാക്കളുടെ മേൽ ശരീഅത്ത് അടിച്ചേൽപ്പിക്കുകയായിരുന്നില്ല. ചില വിഷയത്തിൽ അല്ലാഹു തആല ഏകപക്ഷീയമായി കൽപ്പന പുറപ്പെടുവിക്കും. ചില വിഷയത്തിൽ അഷ്റഫുൽ ഖൽഖിന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് കൽപ്പന പുറപ്പെടുവിക്കും. അതിൽപ്പെട്ടാണ് കഅബാലയം ഖിബിലയാക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി തങ്ങളുടെ താല്പര്യമായിരുന്നു അത്, കഅബാലയം ഖിബിലയാക്കുക എന്നുള്ളത്. അതുവരെയും മസ്ജിദുൽ അഖ്സ ഫലസ്തീനിലെ പള്ളിയായിരുന്നു ഖിബില. അള്ളാഹിന്റെ റസൂലിന് പലപ്പോഴും ആഗ്രഹം കാണിക്കാൻ എന്താ ചെയ്യാൻ തുടങ്ങി റസൂലുള്ളാഹി തങ്ങൾ കഅബാലയത്തിന്റെ നേരെ കിഴക്കുഭാഗത്ത്, കഅബാലയത്തിന്റെ ഏതാണ്ട് കിഴക്കുഭാഗത്താണ് പിന്നെ മസ്ജിദുൽ അഖ്സ അല്ലേ, ഫലസ്തീൻ കിഴക്ക് ഭാഗത്തിന്റെ വരിക. ഈ നാട്ടിന്റെ കിഴക്കല്ലേ ഫലസ്തീൻ പേര്, പോട്ടെ ഏതോ ഭാഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ നടക്ക് വരത്തക്ക വിധത്തിൽ ഫലസ്തീന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് നിൽക്കും. കഅബത്ത് വെച്ചിട്ട് കഅബ നടുക്ക് വരും. ഖിബില മസ്ജിദുൽ അഖ്സ തന്നെ, പക്ഷെ ഖിബില അവിടെ നടുക്ക് കഅബ. ഇപ്പുറം നിന്നിട്ട് നിങ്ങൾ നിസ്കരിക്കും, അപ്പുറത്ത് ഇങ്ങോട്ടെല്ലാം നിസ്കരിക്കാം. പക്ഷെ നിബിധങ്ങൾ അധികം നിന്നിട്ട് നിൽക്കും. കാരണം ആഗ്രഹം കഅബത്തിലേക്ക് തിരിയണം എന്നുള്ള ആഗ്രഹം അല്ലാഹു തആല ആഗ്രഹം പരിഗണിച്ചു. തങ്ങളെ മനസ്സ് മസ്ജിദുൽ ഹറാം ഖിബിലയാക്കണമെന്ന് ആഗ്രഹിക്കുന്നതും നിങ്ങൾ ആകാശത്തിലേക്ക് ഇടക്കിടക്ക് വല്ല നിയമങ്ങളും തീരുമാനങ്ങളും വരുന്നുണ്ടോ എന്നറിയാൻ കണ്ണുകൾ ഉയർത്തുന്നതും ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹം അനുസരിച്ച് തന്നെ ആവട്ടെ. ഫവല്ലി വജ്ഹക ശത്റിൽ മസ്ജിദുൽ ഹറാം. റസൂലുള്ളാഹി തങ്ങളുടെ ആഗ്രഹം. ഇതേപോലെ സഹാബാക്കളുടെ ആഗ്രഹങ്ങളും അല്ലാഹു തആല നിയമങ്ങളാക്കി നടപ്പിലാക്കുമായിരുന്നു. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വ്യവസ്ഥ നടപ്പിലാക്കിയത് ഈ മദീന മുനവ്വറയിൽ. അന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ബഹുമാനപ്പെട്ട ജിബ്രീൽ ഓതി കേൾപ്പിച്ചു, ലാ തുബ്ദീന സീനത്തഹുന്ന ഇല്ലാ ലിബുഉലതിഹിന്ന. ഭർത്താക്കന്മാരുടെ മുമ്പിൽ മാത്രമേ നീ അങ്ങനെ ഇറങ്ങാവൂ. ഔ അബിനാഇഹിന്ന, ആമക്കളുടെ മുമ്പിൽ മാത്രമേ നിങ്ങൾ അങ്ങനെ പ്രത്യക്ഷപ്പെടാവൂ. ഔ അബിനാഇ ബുഉലതിഹിന്ന, ഭർത്താക്കന്മാരുടെ ആമക്കളുടെ മുമ്പിൽ മാത്രമേ പ്രത്യക്ഷപ്പെടാവൂ.
ഔ ഇഖ്വാനിഹിന്ന ആങ്ങളാരുടെ മുമ്പിൽ മാത്രമേ പ്രത്യക്ഷപ്പെടാവൂ, ഔ ബനി ഇഖ്വാനിഹിന്ന ആങ്ങളാരുടെ ആ മക്കളെ മുമ്പിലും, ഔ ബനി അഖവാത്തിഹിന്ന ഏട്ടത്തിന്റെ അനിയത്തിന്റെ ആ മക്കളെ മുമ്പിലും, ഈ പറയപ്പെട്ട 7 കൂട്ടരുടെ മുമ്പിൽ അല്ലാതെ ഇനി മേലിൽ മുഖം തുറന്നിട്ടിട്ട് ഇറങ്ങാൻ പാടില്ല എന്നുള്ള ആയത്തിറങ്ങി. ബഹുമാനപ്പെട്ട ആയിഷത്തു സിദ്ദീഖ പറഞ്ഞെന്താ, ഈ ആയത്തിറങ്ങേണ്ട താമസം എന്താണോ കിട്ടിയതെല്ലാം ചീന്തിയിട്ട് അവർ തലയിലൂടെ മുഖം മറച്ചു എന്ന്. ചിലപ്പോൾ ഒരു വസ്ത്രമില്ലാത്തവർ ഒരാളുടെ വസ്ത്രത്തിൽ 1ഉം 2ഉം ആള് കൂടിയിട്ടേ പള്ളിയിലേക്കൊക്കെ പോകാറുണ്ടായിരുന്നുള്ളൂ എന്ന്. പിന്നെ അത് ചാലുവായി. ഹജ്ജിന് ഇഹ്റാം കിട്ടിയ സന്ദർഭത്തിലും കൂടി ആയിഷത്തു സിദ്ദീഖ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഉസൈമീൻ റഹ്മഹുല്ല, ഷെയ്ഖ് ഫൗസാൻ റഹ്മഹുല്ല, ഷെയ്ഖ് ബിൻ ബാസ് റഹ്മഹുല്ല, ഇവരെല്ലാം സലഫുകളെ അനുവാദം ചെയ്ത് ഹദീസിലൂടെ ഉമ്മത്തിന് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഉലമാക്കളും പണ്ഡിതന്മാരുമാണ്. അവരെല്ലാം വളരെ കർശനമായി ഈ ഹദീസിനെയും ഈ ആയത്തിനെയും കർശനമായി ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തവരാണ്. മുഖം മറക്കാതെ വസ്ത്രമില്ല സ്ത്രീകൾക്ക് എന്നുള്ള കാര്യം. ഭൂരിപക്ഷം എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഇവിടെയാണ് ദീൻ പൂർത്തിയാക്കി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. നമുക്ക് എത്രത്തോളം ദീൻ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെന്നാണ്. ഭൂരിപക്ഷം എന്ത് ചെയ്യുന്ന വിഷയമല്ല. അതേപോലെ തന്നെ കാലഘട്ടത്തിന്റെ പണ്ഡിതന്മാർ ബുദ്ധി ഉപയോഗിച്ച് എന്ത് ഗവേഷണം ചെയ്യുന്നു എന്നുള്ള നമുക്ക് വിഷയം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ആധാരം എന്താണ്? മാ ഖാലല്ലാ വമാ ഖാല റസൂലുള്ളാ വആസാറു സഹാബ. ചിലർ ഇങ്ങനെ പറഞ്ഞായിരുന്നു. എന്നോട് ചോദിച്ചിട്ട് ഒരാള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫദ്ൽ ഇബ്നു അബ്ബാസിനെയും കൂട്ടി കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമായിരുന്നില്ലോ. ഒരു പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് വന്നിട്ട് മസ്അല ചോദിച്ചപ്പോൾ ഫദ്ൽ ഇബ്നു അബ്ബാസ് ആ പെണ്ണിന്റെ മുഖത്ത് നോക്കിയല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫദ്ൽ അബ്ബാസിന്റെ തല തിരിച്ചു വെച്ചല്ലോ. അപ്പൊ പെണ്ണുങ്ങളെ മുഖം മറക്കാതെ നബിയുടെ മുമ്പിൽ ഹാജരാവുന്നുണ്ട്, അതുകൊണ്ടല്ലേ ഫദ്ൽ അബ്ബാസ് കണ്ടത്, അപ്പൊ പിന്നെ മറക്കണ്ടെന്നല്ലേ എന്ന് മനസ്സിലാതെ പഴുതു നോക്കുന്ന രീതിയെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം സഹബാക്കൾ നോക്കരുത്. ആഖിറം സംരക്ഷിക്കാൻ വേണ്ടി സഹബാക്കൾ നോക്കണം. ഇവിടെ എന്താണ് വിഷയം? എപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ കഴുതപ്പുറത്ത് വന്നത്? അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് വരികയായിരുന്നു, മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് വരികയായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ. അന്ന് ഫദ്ൽ ഇബ്നു അബ്ബാസ് കഴുതപ്പുറത്തുണ്ട് റസൂലുള്ളാഹി തങ്ങളോടൊപ്പം. എന്നിട്ട് മിനായിൽ വെച്ച് കല്ല് പെറുക്കി കൊടുത്തത് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവാണ്. ഈ സമയത്താണ് ഒരു പെണ്ണ് വന്നിട്ട് മസ്അല ചോദിച്ചത്. ആ സമയത്ത് മുഖം മറക്കാൻ പറ്റൂലല്ലോ. അതൊരു ഇഹ്റാമിലല്ലേ പെണ്ണുങ്ങളെല്ലാം ഉള്ളത്. ഇഹ്റാമിൽ മുഖം മറക്കുക എന്നുള്ള റസൂൽ പറഞ്ഞിട്ടില്ലേ, നിർബന്ധ സാഹചര്യത്തിൽ ഒഴികെ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ മുഖം മറക്കുന്നതിന് കുഴപ്പമില്ല. നബിയല്ലേ, റിസാലത്തിന്റെയും നുബുവത്തിന്റെയും പ്രവാചകനല്ലേ. ആ പ്രവാചകന്റെ മുമ്പിൽ ആ പെണ്ണ് വന്ന് ചോദിച്ചതല്ലേ. എന്നിട്ടും ആ പെണ്ണിന്റെ മുഖത്തേക്ക് ബഹുമാനപ്പെട്ട ഫദ്ൽ അബ്ബാസ് നോക്കിയപ്പോൾ നിങ്ങൾ ചെയ്തത് എന്താണ്? മുഖം തിരിക്കാണ് ചെയ്തത്. എന്ന് വെച്ചാൽ മുഖം തുറന്നിടുന്ന അവസ്ഥയിൽ, അനുവദിക്കപ്പെട്ട അവസ്ഥയിൽ മുഖം തുറന്നാലും അതിലേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല എന്നല്ലേ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ തിരിച്ചിട്ട് നമ്മുടെ താല്പര്യം അനുസരിച്ച് ആ പെണ്ണ് ഫദ്ൽ അബ്ബാസിനോട് എന്തിനാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്നാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് വേണം ആ നിയമത്തെ നാം ഡിസ്കസ് ചെയ്യാൻ. ബഹുമാനപ്പെട്ട സഹോദരൻ, ഞാൻ പറയാൻ കാരണം എന്താ അറിയുമോ? എന്ത് ചെയ്യുന്നില്ല എന്നുള്ള എത്രത്തോളം മദീന മുനവ്വറയിൽ പൂർത്തിയാക്കിയ ദീൻ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടെന്നുള്ളതാണ് വിഷയം. നമ്മൾ ദീൻ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തസ്ബീഹില്ല ദീനാവൂല. ദീൻ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ്. അത് ചിലത് പരസ്യമായി ചെയ്യേണ്ടതാണ്, ചില രഹസ്യമായി ചെയ്യേണ്ടതാണ്. അധിക അമലുകളും നമ്മുടെ പേഴ്സണലാണ്. അള്ളാഹു നമ്മുടെ കരാറ് പൂർത്തിയാക്കലാണ്. ചില അമലുകൾ ദീനിന്റെ അടയാളം നാം വ്യക്തമായി ചെയ്യേണ്ടതുണ്ട്. ദീനിന്റെ അടയാളങ്ങൾ നാം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിൽപ്പെട്ടതാണ് മുഖമിരിക്കുന്ന കാര്യം. ആണുങ്ങൾ മുഖമിരിക്കുന്ന കാര്യം അത് ഷിയാറ് തന്നെയാണ്. അഷ്റഫുൽ മദീന മുനവ്വറ വളരെ കമ്പൽസറി ആയ സഹാബാക്കളോട് പറഞ്ഞ വിഷയമാണ്. ഒരു കാരണവശാലും താടി തൊടാൻ വിട്ടിട്ടില്ല സഹാബാക്കൾ. ഒരു സഹാബിയെങ്കിലും താടി വടിക്കുന്ന ഒരു സഹാബിയെങ്കിലും കാണിച്ചു തരാൻ സാധിക്കില്ല. ഒരു താബിയെ പോലും കാണിച്ചു തരാൻ കഴിയില്ല. ആകെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത എന്താണ്, ഒരു പിടുത്തം പൂർണ്ണമായപ്പോൾ അരഞ്ഞെറിഞ്ഞ് നടക്കുന്ന താടി അതിന്റെ തല ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ ഒപ്പിക്കുമായിരുന്നു. ഇതാണ് ആകെ താടിയിൽ തൊട്ടൊരു ചരിത്രം ഇബ്നു ഉമറിനെ തൊട്ടാണ്. അത് എന്താണ്, ഒരു പിടുത്തം പൂർത്തിയായി കണ്ടമാനം നീണ്ടപ്പോൾ തലമുറിച്ചൊപ്പിച്ചൊരു ചരിത്രം മാത്രമേ ഇബ്നു ഉമർ. അല്ലാത്ത ഓരോ സഹാബിയിൽ നിന്നും താടിയില്ലാത്ത ഒരൊറ്റ ഒരു പയ്യൻ സഹാബിയെ പോലും കാണിച്ചു തരാൻ കഴിയില്ല ചരിത്രത്തില്. ഇത് പറയാൻ നമുക്ക് മനസ്സിലാകാത്തത്. എന്നിട്ട് നമ്മൾ വകുപ്പുണ്ടാക്കും അദ്ദേഹം തീരുമാനം. അതൊന്നും ശരിയാവില്ല. ദീനാ അൽ ഹലാലു ബയ്യിനും വൽ ഹറാമു ബയ്യിനും. ഹലാല് വ്യക്തമാണ്, ഹറാമ് വ്യക്തമായി. നമ്മുടെ ഭാഗം ഞാൻ കൂട്ടിയും കുറക്കൊന്നും ചെയ്യണ്ട. ആ രീതിയിൽ ദീൻ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അതാണ് മദീന മുനവ്വറയിലേക്കുള്ള യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മദീന മുനവ്വറയിൽ മസ്ജിദുൻ നബവിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് നാം ചെയ്യേണ്ട പ്രതിജ്ഞ എന്താണ്? ഞാൻ 10-60 കൊല്ലം ജീവിച്ചൊരുത്തനാ, സുഖമായിട്ട് ജീവിച്ചു അല്ലാഹുവേ, നീ ചെന്ന നിയമത്തുകൾ ഉപയോഗിച്ചുകൊണ്ട്, സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട്, പ്രതാപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. പക്ഷെ നിന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല, നിന്റെ ഹബീബിനെ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിക്കുമ്പോഴും നിന്റെ ഹബീബിന് ഓർമ്മയുണ്ടായിരുന്നില്ല. മക്കളെ കല്യാണം നടത്തുമ്പോഴും നിന്റെ ഹബീബിന് ഓർമ്മയുണ്ടായി. ഒന്നും ഞാൻ 10 സമയം കളയുന്നില്ല.
ഞാൻ ഒരു തവണ തലശ്ശേരി വെച്ചിട്ട് പറഞ്ഞിരുന്നു ആ കാര്യം, കല്യാണത്തിന്റെ കഥ. ഈ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു അഷ്റഫുൽ ഖൽക്കിനെ. അന്നെല്ലാം നമ്മൾ പറഞ്ഞത് എന്താ, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമാനെ കെട്ടിച്ചോളി. ഇപ്പൊ എനിക്ക് പറ്റുമോ? ഞാൻ തറവാട്ടുകാരനല്ലേ, ഞാൻ കുടുംബക്കാരനല്ലേ, എനിക്ക് ഒരുപാട് ബന്ധുക്കളില്ലേ, എനിക്ക് ബിസിനസ് ഫ്രണ്ട്സ് കുറെ ഇല്ലേ, അതേപോലെ തന്നെ എന്റെ ഔദ്യോഗിക സഹോദരങ്ങളില്ലേ, എനിക്ക് അങ്ങനെ ആൾക്കാരെ ഒഴിവാക്കാൻ പറ്റുമോ കല്യാണത്തിന്? അള്ളാഹു റസൂല് പാവ ആഫ്രിക്കയിൽ നിന്ന് കാടും കയറി വന്നത്. റസൂലുള്ളാഹി നിങ്ങൾ മദീനയിലേക്ക് ആഫ്രിക്കയിൽ നിന്നെങ്ങാനും മലവെള്ളത്തിനെങ്ങാനും ഒളിച്ചു വന്നത്, അല്ലെങ്കിൽ അഭയാർത്ഥിയായിട്ട് വന്നത്. ആളുമില്ല, അർത്ഥവുമില്ല, നിബിതങ്ങൾക്ക് കുടുംബവുമില്ല, ബന്ധുക്കളുമില്ല, ആരുമില്ല. അതുകൊണ്ട് പാവം ഫാത്തിമ ആരോരും ഇല്ലാത്ത മോള്. അതുകൊണ്ട് ഫാത്തിമാന്റെ കല്യാണം 16 ആളെയും വെച്ചിട്ട് മസ്ജിദ് നബവിയിൽ അലീന് കെട്ടിച്ചു കൊടുത്തു. നമ്മുടെ മക്കളൊക്കെ അന്തസ്തുള്ള കുടുംബത്തിൽ ജനിച്ച മക്കള്, വലിയ ബാപ്പ, സമ്പത്തുള്ള ബാപ്പാക്ക് ജനിച്ച മക്കള്. അതുകൊണ്ട് ഉസ്താദെ നമ്മൾ ആ രീതിയിലായിരിക്കണ്ടേ? ആക്കിയും ഇൻഷാ അല്ലാഹ് കണ്ട് സ്ഥലത്ത് വെച്ച് കാണത്തിന് പറയാനുള്ളൂ. കാലം താമസം വീരാൻ നിങ്ങൾക്ക് മനസ്സിലാകും. പൊടിപടലങ്ങളൊക്കെ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞാൽ കാലുകൾക്ക് ചോട്ടിൽ കഴുതകളാണോ അതോ കുതിരകളാണോ എന്ന്. ഇത്രയുള്ളൂ കാര്യം. അപ്പൊ നമ്മൾ റസൂലുള്ളാഹി തങ്ങളെ ഉൾക്കൊള്ളുക, ഇതാണ് കാര്യം. പൂർണ്ണമായി ഉൾക്കൊള്ളുക അഷ്റഫുൽ ഖൽഖായ തങ്ങളെ. ദീൻ പൂർത്തിയായത് ഇവിടുന്നാണ് അമലുകൾ തർത്തീബാക്കിയത്. 13 കൊല്ലക്കാലം ഈമാൻ മാത്രം പഠിപ്പിച്ചു മക്കത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്കൊരു വേഷം, ഇയാളെന്താ ഈമാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇയാൾക്ക് വേറൊന്നും പറയാനില്ലേ? നമ്മുടെ കൂട്ടത്തിൽ ചില ആൾ പറയേ, നമ്മളൊന്നും അക്കാലഘട്ടത്തിലും ജീവിക്കാത്ത അള്ളാഹ് കാത്ത്, അല്ലെങ്കിൽ നിബിതങ്ങളോടും പറയട്ടെ, നിങ്ങൾക്ക് എന്താ തങ്ങൾ ഇതേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല എന്ന് പറയുന്നത്. ഇങ്ങനെ 13 കൊല്ലായിട്ട് നിങ്ങൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാണ്ട് സുബ്ഹാനല്ലാഹ് പോലും ചെല്ലാൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചില്ലല്ലോ. അങ്ങനെ 13 കൊല്ലം ചില്ലറ കാര്യമല്ല. 40 വയസ്സിലാണ് കിട്ടണത്. 53 വയസ്സിലാണ് റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റ വരുന്നത്. 11 കൊല്ലം 51 വർഷത്തിലാണ് മിഅ്റാജിന് പോകുന്നത്. 11 കൊല്ലം കഴിഞ്ഞു. 11 കൊല്ലം ദിക്റുമില്ല, തസ്ബീഹുമില്ല, ദുആവുമില്ല, നിസ്കാരവുമില്ല, നോമ്പുമില്ല, ഹജ്ജുമില്ല, ഒന്നുമില്ല. 11 കൊല്ലം 51 വയസ്സ് വരെ. 51 വയസ്സിലാണ് മിഅ്റാജിന് പോകുന്നത്. എന്നിട്ട് മിഅ്റാജിന് പോയി വരുമ്പോഴാണ് ഈ 11 കൊല്ലം പരിശ്രമിച്ചുണ്ടാക്കിയ ഈമാൻ ഏത് സമയത്തും ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അത് ചോർന്നു പോകാതിരിക്കാൻ ഒരു ഏർപ്പാട് 5 വഖത്ത് നിസ്കാരം ആദ്യമായിട്ട് പാസ്സായ അമലത. 11 കൊല്ലം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ സുബ്ഹിന്റെ സമയത്ത് നാട്ടിൽ തിരിച്ചെത്തി. ആ സുബ്ഹി നിസ്കരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കാത്തത് കൊണ്ട്. നിസ്കാരം ഫർളാക്കിയിട്ടേ ഉള്ളൂ. എങ്ങനെയാ നിസ്കരിക്കേണ്ടത്, കൈഫിയത്തു സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല. നിസ്കരിക്കേണ്ടത് എങ്ങനെയാന്ന് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അന്ന് സുബ്ഹി നിസ്കരിച്ചിട്ടില്ല. ളുഹുർ മുതൽ നിസ്കാരം തുടങ്ങി. എന്ന് വെച്ചാൽ നിസ്കാരം പഠിപ്പിക്കാൻ എത്ര സമയം എടുത്തു? ഈമാൻ പഠിപ്പിക്കാൻ 11 കൊല്ലം എടുത്തു. നിസ്കരിക്കാൻ പഠിപ്പിക്കാൻ എത്ര സമയം എടുത്തു? 4 മണിക്കൂർ എടുത്തു. സുബ്ഹിക്ക് ശേഷം ജിബ്രീൽ വന്നു, നബി തങ്ങൾക്ക് നിസ്കരിക്കാൻ പഠിപ്പിച്ചു, തങ്ങളെ സഹബാക്കളെ പഠിപ്പിച്ചു. ളുഹുർ മുതൽ നിസ്കാരം സ്റ്റാർട്ടായതിനു ശേഷം പിന്നെ അതിന്റെ പൂർണ്ണത പഠിപ്പിക്കുകയായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ. അപ്പൊ ഈ നിസ്കാരം പഠിപ്പിക്കാൻ ആകെ 4 മണിക്കൂർ, ഈമാൻ പഠിപ്പിക്കാൻ 11 കൊല്ലം. നമുക്ക് ഈമാൻ പഠിക്കാൻ എത്ര സമയം? 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഹഖ് ബിൽ ഇത്ലാഖി. തീർന്ന് 5 ബൈത്തും പഠിച്ച് 5-ാം ക്ലാസ്സിൽ പരീക്ഷ പാസ്സായി. അഖീദയിൽ 85 മാർക്ക്, സർട്ടിഫിക്കറ്റും കിട്ടി, പ്രൈം ചെയ്ത് ചുമല തൂക്കി. അന്ന് നിർത്തിയത് അള്ളാഹിനെ പറ്റിയുള്ള പഠനം. പിന്നെ പഠിച്ചത് മുഴുവനും ഹൈദുൻ നിഫാസുവാ. 2-ാം ക്ലാസ്സിൽ ഹൈദുൻ നിഫാസ്, 3-ാം ക്ലാസ്സിൽ ഹൈദുൻ നിഫാസ്, 4-ാം ക്ലാസ്സിൽ ഹൈദുൻ നിഫാസ്, 5-ാം ക്ലാസ്സിൽ ഹൈദുൻ നിഫാസ്. അത് കഴിഞ്ഞ് 7-ാം ക്ലാസ്, 12-ാം ക്ലാസ് ഹയർ സെക്കൻഡറി മദ്രസയിലും ഹൈദുൻ നിഫാസ്. അത് കഴിഞ്ഞ് ദർസിൽ ഓതുമ്പോഴും ഹൈദുൻ നിഫാസ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങത്തോളം ഹൈദുൻ നിഫാസ്. 5-ാം ക്ലാസ് സർട്ടിഫിക്കറ്റും വാങ്ങി ചുമല് തൂക്കി 41 അക്കീലിയും പഠിച്ച് വന്നതല്ലാതെ പിന്നെ അള്ളാഹിനെ പറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ അള്ളാഹിനെ പറ്റി പറഞ്ഞാൽ ദഹിക്കുന്നില്ല. അത് ഞാൻ പണ്ടേ പറയാണ്ടല്ലോ, ഇരുമ്പൊക്കെ വിഴുകിട്ട് ചുക്കശാൻ കുറിച്ച് ദഹിക്കൂല. അതാണ് കാര്യം. അതേ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് ഈമാൻ പഠിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾക്ക് സമയം എടുത്തത് 11 കൊല്ലം. മൂസാ നബിക്ക് എത്ര കാലം കൊണ്ടാണ് ഈമാൻ പഠിപ്പിച്ചത്? മൂസാ നബിക്ക് പഠിപ്പിച്ചത്. മൂസാ നബി മറ്റുള്ളവരെ പഠിപ്പിച്ചതല്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈമാൻ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല എത്ര കാലം എടുത്തു? ഇബ്രാഹിം നബിക്ക് 90 വയസ്സെടുത്തു ഈമാൻ പഠിപ്പിക്കാൻ. 90-ാമത്തെ വയസ്സിലാണ് ഈമാന്റെ പഠനം പൂർത്തിയായത്. അന്നാ പതിന്നാ കദാലിക നജിസിൽ മുഹ്സിനീൻ. പാസ്സായി നബിയെ നിങ്ങൾ. ഇന്നി ജായിലുക ലിന്നാസി ഇമാമ. ഈമാന്റെ കാര്യത്തിൽ പാസ്സായ നിങ്ങളെ ഞാൻ ജനങ്ങൾക്ക് മുഴുവൻ ഇമാമാക്കിയിരിക്കുന്നു സർട്ടിഫിക്കറ്റ് കൊടുത്തു വന്നു ഇബ്രാഹിം നബിക്ക്. നമ്മൾ ഇബ്രാഹിം നബിന്റെ ആളൊന്നും വന്നിട്ട് മക്കത്തും മദീനത്തും വന്ന. പക്ഷെ ഈമാൻ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയാന്, എന്തോ ചൊറിച്ചിലെടുക്കുക ഈമാൻ കേൾക്കുമ്പോ. മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രത്യേകിച്ച് സഹോദരിമാരെ, മദീന മുനവ്വറയിലാണ് നമ്മളിപ്പോൾ. അതെ, ദീൻ പൂർത്തിയായ നാട്ടിൽ. അള്ളാഹു താല ആദ്യത്തെ ബാച്ച് വിദ്യാർത്ഥികളെയും കൊണ്ട് പരിശുദ്ധ ദീൻ ഈ ഭൂലോകത്തിന് സമർപ്പിച്ചത് ഈ മദീന മുനവ്വറയിലാണ്. ആ ദീനിന്റെ പൂർത്തീകരണവുമായിട്ടാണ് അവസാനത്തെ ഹജ്ജിന് വേണ്ടി ഉമ്മത്തിനെയും കൂട്ടി പുറപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മദീന മുനവ്വറയിൽ വെച്ചാണ് അഷ്റഫുൽ ഖൽഖ് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് ശേഷം ഒറ്റൊരു ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഉമ്മത്തിനെ പഠിപ്പിക്കാനുള്ള ഹജ്ജും സുബൈ തങ്ങളുടെ ഫർളായ ഹജ്ജും, ഒറ്റൊരു ഹജ്ജ് മാത്രം. നുബുവത്തിന് ശേഷം ഒരു ഹജ്ജും 4 ഉംറയും ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഹജ്ജ് നിർവഹിച്ചത് ഈ മദീന മുനവ്വറയിൽ നിന്നാണ്. മദീന മുനവ്വറയിൽ നുബുവത്തിന്റെ ഹിജ്റയുടെ 9-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി പോകാൻ തീരുമാനമെടുത്തു. മസ്ജിദുൻ നബവിയിലെ മെഹ്റാബിൽ റസൂലുള്ളാഹി തങ്ങൾ വിളംബരം ചെയ്തു, ഞാൻ ഹജ്ജിന് വേണ്ടി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, എന്നോടൊപ്പം ഹജ്ജിന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ യാത്രക്ക് വേണ്ടി ഒരുങ്ങിക്കൊള്ളട്ടെ ഏലാൻ ചെയ്തു റസൂലുള്ളാഹി. സഹാബാക്കൾ ഒരുങ്ങി, പെട്ടെന്നൊരുങ്ങി. ഏതാണ്ട് ചരിത്രരേഖയിൽ 10,000-ഓളം സഹാബാക്കൾ ഇവിടെ ഒരുമിച്ച് കൂടി. 10,000-ഓളം സഹാബാക്കൾ. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഹജ്ജ് എന്താണ്? ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം അൽ ഖസ്ദ്, കരുതുക എന്ന, ലക്ഷ്യം വെക്കുക, കരുതുക, ഉദ്ദേശിക്കുക എന്നൊക്കെയാണ് ഹജ്ജ് എന്ന വാക്കിന്റെ ഭാഷാർത്ഥം. ഹജ്ജ് എന്നതിന്റെ ഇസ്മു ഫായിലാണ് ഹാജ്. ഹാജ് എന്ന് പറഞ്ഞാൽ കരുതിയ ആള്, ഉദ്ദേശിച്ച ആള്, ലക്ഷ്യം വെച്ച ആള് എന്നൊക്കെയാണ് ഹാജ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പം ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പാണ് ഹാജ് എന്നുള്ള പേര്. ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ ഹാജ് എന്നുള്ള പേരില്ല, നമുക്കെല്ലാം ശേഷമാണ് പേര്. ഇപ്പം വരുമ്പോ പെട്ടിന്റെ മേലെ അബ്ദുറഹ്മാൻ, അങ്ങോട്ട് പോകുമ്പോ അബ്ദുറഹ്മാൻ ഹാജി എന്നും കൂടി ഉണ്ടാവും. ഹാജ് ഞാൻ അന്നേരം തന്നെ വന്നിന് പുറയിലേക്ക് മാറി താമസിച്ച ബുദ്ധിമുട്ടാണ്. നീങ്ങുക ഇവിടെ മുമ്പിൽ പോയി പുതിയ പേർക്ക് താമസം മാറ്റി അപകടം ഞാൻ അന്നേ പറഞ്ഞേ. അത് നഞ്ഞിട്ട് ഒരു ഒതുക്കി കൊടുത്തു. ഇതവനെ എടുത്തു ഇല്ല കസേര താമസിച്ച് വന്നാ അങ്ങനെയാ. എന്നിട്ട് തിരിച്ചാൽ മതി. എന്ത് പറ്റുക ഈനെ മേലെ സുപ്രീം എടുക്കുക. ഞാൻ 9:30 മണിക്ക് വരണമെന്ന് എന്നോട് പറഞ്ഞാ നേരത്തെ പോകുമ്പോ. ശരി ശരി. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഹാജ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്തിനെ? അതിന്റെ ഇസ്തിലാഹിൽ എന്ത് പറയും? ഐ ഹാജുൽ കഅബ അല്ലെങ്കിൽ ഹാജു ബൈത്തില്ല, അള്ളാഹുവിന്റെ വീട്ടിനെ ലക്ഷ്യമാക്കിയവൻ എന്നർത്ഥമായി. അള്ളാഹുവിന്റെ വീട്ടിലെ ഹിജ്ജുൽ ബൈത്ത്, വീട്ടിനെ ലക്ഷ്യമാക്കൽ, വീട്ടിനെ കരുതൽ, വീട്ടിനെ ഉദ്ദേശിക്കൽ എന്നാണ് ഹിജ്ജു ബൈത്തില്ലാഹി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹജ്ജ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാ. ശർഈൽ അതിന്റെ വാക്ക് എന്താണ്? അല്ലാഹു തആല നടത്തിയ ചില കൽപ്പനകളെ പ്രവാചകന്റെ ചര്യ അനുസരിച്ച് അള്ളാഹുവിന്റെ വീട്ടിൽ വന്ന് പൂർത്തിയാക്കുന്നതിന്റെ പേരാണ് ഹജ്ജ് ശർഈൽ. അപ്പൊ ഒറ്റ ഭാഷയിൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കരുതലാണ് എന്നെല്ലാം പറയേണ്ടത്. ശർഈൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ചില കൽപ്പനകളെ പ്രവാചകന്റെ ചര്യ അനുസരിച്ച് അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്ന് പൂർത്തിയാക്കുന്നതിന്റെ പേരാണ് ഹജ്ജ്. അപ്പം ഹജ്ജിൽ ചെയ്യുന്ന അമലുകൾ ഒന്ന് അള്ളാന്റെ കൽപ്പനയായിരിക്കണം, 2 അള്ളാന്റെ റസൂല് ചെയ്ത് കാണിച്ചെന്ന രീതിയായിരിക്കണം. അല്ലാത്തതെല്ലാം ഫഹുവ റദ്ദ്. അതിനെ ഹജ്ജ് എന്ന് പറയില്ല, അത് നമ്മളെ വകാന്നേ പറയൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന മുനവ്വറയിൽ നിന്ന് പുറപ്പെട്ടു ഹജ്ജ് പഠിപ്പിക്കാൻ. അതെ, ആൾക്കൂട്ടത്തിൽ ലയിപ്പിക്കണം ഈ പ്രിയപ്പെട്ട സഹാബാക്കളെ. എന്നിട്ട് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ ദീൻ അവരുടെ കയ്യിൽ ഏൽപ്പിക്കണം. എന്നിട്ട് അഷ്റഫുൽ ഖൽക്കിന്റെ യാത്ര പറയണം. സമയമായി പോകാൻ, ഹബീബിന്റെ ഡ്യൂട്ടി പൂർത്തിയാകാൻ പോവുകയാണ്. ഹബീബിന്റെ ഡ്യൂട്ടി പൂർത്തിയായി. ഇനി എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കണം. നിശ്ചയിക്കപ്പെട്ട സമയം പൂർത്തിയാകാൻ പോവുകയാണ്. ഒരു ടൈം ടേബിൾ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന ജോലി പൂർത്തിയാക്കണം. പൂർത്തിയായി. ഇനി യാത്രക്ക് സമയമായി. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. അഷ്റഫുൽ ഖൽക്കിന്റെ ഹജ്ജിന്റെ സമയം മിനായിൽ വെച്ചിറങ്ങിയ സൂറത്താണിത്. സൂറത്തുകളുടെ കൂട്ടത്തിൽ അവസാനത്തെ സൂറത്താണിത്. ഇതിന് സൂറത്തു നസ്ർ എന്ന് പേരുണ്ട്. അതിന് സൂറത്തു തൗദീഅ് എന്നും പേരുണ്ട്.
തൗദിയ എന്ന് പറഞ്ഞാൽ വദ്ദഅ യുവദ്ദിഉ തൗദിയ, തൗദിയ എന്ന് പറഞ്ഞാൽ യാത്രയാക്കുക എന്നർത്ഥം. അപ്പൊ സൂറത്തുൻ തൗദി എന്ന് പറഞ്ഞാൽ യാത്രയയപ്പിന്റെ സൂറ എന്ന് വെച്ചാൽ അഷ്റഫുൽ ഖൽക്കിന് യാത്ര പറയാൻ സമയമായി എന്നതിലേക്കുള്ള സൂചനയാണ് ആ സൂറത്ത് എന്ന്. സൂറത്ത് ഇറങ്ങിയപ്പോൾ മിനായിൽ ഒരുമിച്ചുകൂടി സഹാബാക്കൾ, പേരപ്പെട്ടവർ അബൂബക്കർ സിദ്ദീഖ് എന്നവർ, ഉമർ ഫാറൂഖ് എന്നവർ റളിയല്ലാഹു തആല അൻഹും വഅർളാഹും. ഈ സദസ്സിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മോൻ അബ്ദുല്ല ഉണ്ട്. ഏതാണ്ട് 10-11 വയസ്സേ പ്രായമുള്ളൂ. ആ കൂട്ടത്തിലുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചർച്ച ചെയ്യുകയാണ് ഈ സൂറത്തിനെ സംബന്ധിച്ച്, അതിന്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ച്. നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു ഈ സൂറത്തിനെ സംബന്ധിച്ച്? ഓരോന്നും ഓരോ അഭിപ്രായം പറഞ്ഞു. ഭൂരിപക്ഷ സഹാബാക്കളും സന്തോഷം കൊണ്ട് പറഞ്ഞു, ഇനി ബുദ്ധിമുട്ടില്ല, ഇനി ബദർ വേണ്ട, ഇനി ഉഹദ് വേണ്ട. അള്ളാന്റെ തീരുമാനം വന്നു. ഇദാ ജാഅ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം വന്നു കഴിഞ്ഞാൽ, വൽ ഫത്ഹ്. പല അഭിപ്രായങ്ങളും പറഞ്ഞു. അതിലൊരു അഭിപ്രായം എന്താണ്? മക്കയും മദീനയും മുസ്ലിമീങ്ങൾക്ക് അധീനമായി കഴിഞ്ഞാൽ, ജനം കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്ന കാഴ്ച നിങ്ങൾ കാണുകയും ചെയ്താൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആയത്തിൽ സന്തോഷിക്കാനല്ലാതെ വേറെന്താ വഴിയുള്ളത്? സഹബാക്കൾക്കൊക്കെ ആഹ്ലാദമായി. ഇനി ത്യാഗം കുറഞ്ഞു, യുദ്ധം വേണ്ട, ബദർ വേണ്ട, ഉഹദ് വേണ്ട, സംഗതി അല്ലാഹു പൂർത്തിയാക്കാൻ പോവുകയാണ്. പക്ഷെ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ, നമുക്കിപ്പോ ആരെ വേണം? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനൊക്കെ വേണം. പുതിയ ലേറ്റസ്റ്റ് ബുദ്ധിജീവികളെ പോലെ നമുക്ക് ശാസ്ത്രം വെച്ചിട്ട് ഖുർആൻ പറഞ്ഞു തരുന്ന നമ്മളെ കൂട്ടത്തിൽ പണ്ഡിതൻ ഇബ്നു അബ്ബാസും, അതേപോലെ ഇബ്നു ഉമറും, അതേപോലെ അതേപോലെ തന്നെ ഇബ്നു മസ്ഊദും, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈറും, ഇതൊക്കെ ആർക്ക് വേണം? അല്ലേ? നമുക്ക് ലേറ്റസ്റ്റ് മോഡേൺ പണ്ഡിതന്മാർ, യൂറോപ്യൻ പണ്ഡിതന്മാർ, ഖുർആൻ ഹദീസും ശാസ്ത്രീയമായിട്ട് ഒപ്പിച്ചേരുന്നവരുണ്ടെങ്കിൽ നമുക്ക് വലിയ കാര്യം. അതേ അവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തം കൊടുത്ത് വിട്ടത് ആരെ? ഇബ്നു അബ്ബാസിനെ നെഞ്ചത്ത് തടവിയിട്ടേ, അല്ലാ ഈ മോന്റെ മനസ്സ് നീ ഇൽമ കൊണ്ട് നിറച്ചു കൊടുക്കണേ അല്ലാ, ഇവനെ നീ ഫക്കീഹാക്കണേ അല്ലാ, ഇവനിക്ക് നീ ഖുർആൻ പഠിപ്പിക്കണേ അല്ലാന്ന് ഇബ്നു അബ്ബാസിന്റെ നെഞ്ചത്ത് തടകിയ സഹോദരർക്ക് ദുആ ചെയ്ത് വിട്ടതാ. ആ ഇബ്നു അബ്ബാസ് എല്ലാം പഴഞ്ചനാ ഇപ്പൊ നമുക്ക്. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 11-12 വയസ്സ് പ്രായം. കരഞ്ഞു ആ സദസ്സിൽ വെച്ച്, മറ്റെല്ലാരും ചിരിച്ചപ്പോൾ. ഖത്താബിന്റെ മകൻ ഉമർ അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു തആല അൻഹു, ഈ പയ്യൻ എന്തിനാ നമ്മളൊന്ന് ചിരിക്കുന്നത്? ചെറിയ പയ്യന്മാര് വയസ്സുള്ള ആളൊന്ന് ചിരിക്കുന്നതിനാണ്. അഭിപ്രായം പറഞ്ഞാണ്. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അങ്ങനെ പറയരുത്, അഷ്റഫുൽ ഖൽക്കിന്റെ ഇഷ്ടപ്പെട്ട മോനാണ്, ഇരിക്കട്ടെ. എല്ലാരും ചിരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് കരഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചോ, പറ മോനെ, നീ എന്തിനാണ് കരയുന്നത്? നിനക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഷ്റഫുൽ ഖൽക്ക് നമ്മളോടൊപ്പം ഇനി കൂടുതൽ കാലം ജീവിച്ചിരിക്കുകയില്ല, ഹബീബിനെ അള്ളാഹു വിളിച്ചിരിക്കുന്നു, അതിന്റെ സൂചനയാണ് ഇത്. അപ്പോഴാണ് അതിന്റെ കുട്ടൻസ് എല്ലാവർക്കും മനസ്സിലായി. അബൂബക്കർ സിദ്ദീഖിനടക്കം മനസ്സിലായത് അപ്പോഴാണ്. ആ ഇബ്നു അബ്ബാസ് ഇന്ന് നമുക്ക് പഴഞ്ചനാണ്. വേറെ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖിനെ അറിയിച്ചൊരു വിഷയം, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. അതുകൊണ്ട് നബിയെ, നിങ്ങളുടെ ജോലി പൂർത്തിയായി, നിങ്ങളെ ഏൽപ്പിച്ച അമാനത്ത് നിങ്ങൾ പൂർത്തിയാക്കി. അദ്ദൈതൽ അമാന, നിങ്ങൾ അമാനത്ത് പൂർത്തിയാക്കി. വബല്ലഗ്ത റിസാല, നിങ്ങളെ റിസാലത്ത് എത്തിക്കേണ്ടതൊക്കെ എത്തിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഏൽപ്പിച്ച ജോലി പൂർത്തിയായി. യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക. യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിന് നിങ്ങൾ സംഭരിക്കേണ്ടത് എന്താണ്? നിങ്ങൾ തസ്ബീഹ് വർദ്ധിപ്പിക്കുക. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, നിങ്ങൾ റബ്ബിന്റെ തസ്ബീഹ് തഹ്മീദോടുകൂടി നിർവഹിക്കുക. വസ്തഗ്ഫിർ, ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുക നബിയെ. ആ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെ റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നത് വരെ ദിവസങ്ങളോളം, ഏതാണ്ട് 2 മാസത്തോളം റസൂലുള്ളാഹി തങ്ങൾ പിന്നെ സുജൂദിൽ ചെയ്തുകൊണ്ടിരുന്ന ദുആ, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്നായിരുന്നു. സുജൂദിൽ തസ്ബീഹ്, സുബ്ഹാനക തസ്ബീഹായി, വബിഹംദിക തഹ്മീദായി, ഇഗ്ഫിർലിക്ക് ഇസ്തിഗ്ഫാറുമായി. റസൂലുള്ളാഹി തങ്ങൾ ആ ആയത്ത് കൊണ്ട് അമൽ ചെയ്യുകയായിരുന്നു പിന്നീട് അങ്ങോട്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ ഹജ്ജ്, അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താ? ഹജ്ജ് ദീൻ ഏറ്റെടുക്കാനുള്ള ഒരു ഏർപ്പാടാണ്. തലമുറകൾ ദീൻ ഏറ്റെടുക്കാനുള്ള ഒരു ഏർപ്പാടാണ് ഹജ്ജ്. പരിശുദ്ധമായ ദീൻ ഓരോ കൊല്ലവും തലമുറകൾ ഏറ്റെടുക്കണം. അതിന് അറഫയിൽ സമ്മേളിക്കണം.
എന്നിട്ടൊരു പുതിയ തലമുറക്ക് ആവശ്യമുള്ളത് ഹാജിമാർ ഏറ്റെടുക്കണം. അതിന് ABCD തിരിയാത്തവരാണ് ഹജ്ജിന് വരിക. പിന്നെ എങ്ങനെ ഏറ്റെടുക്കൽ നടക്കുക? ദീൻ തുടങ്ങൽ ഹജ്ജിനെ കൊണ്ടാണ്. ഞാൻ അന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങന്ന് അങ്ങോട്ടാണല്ലേ നമ്മൾ. ഹജ്ജ് ഈമാൻ പൂർത്തിയാക്കി, ഷഹാദത്ത് പൂർത്തിയാക്കി, നിസ്കാരം പൂർത്തിയാക്കി, നോമ്പ് പൂർത്തിയാക്കി, സക്കാത്ത് പൂർത്തിയാക്കി നാട്ടിൽ വെച്ച്. ഇത് 4ഉം പൂർത്തിയായി ഇനി അവസാനം സർട്ടിഫിക്കറ്റ് വാങ്ങാൻ സെന്ററിലേക്ക് വരണം. നമ്മൾ LKG ചേരാനാണ് ഇപ്പൊ സെന്ററിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ കച്ചവടം ചെയ്ത് കുറച്ച് കാലം ജീവിക്കുന്ന, ഗൾഫിലൊക്കെ റാഹത്തായിട്ട് ജഗപൊക ജീവിച്ച് അങ്ങനെ ഇപ്പൊ ഉദ്യോഗസ്ഥന്മാർ റിട്ടയർഡൊക്കെ ആയി പിന്നെ നിരച്ച് പൊളിച്ച് ഇനിയിപ്പം മരിക്കണം. അതിന് മുമ്പായിട്ട് ഒന്ന് ഒരുങ്ങണം, ഒന്ന് മക്കത്തൊക്കെ പോയിട്ട് വന്നിട്ട് വേണം നിസ്കരിക്കാനൊക്കെ ഒന്ന് തുടങ്ങാൻ. അങ്ങനെ മക്കത്തൊക്കെ പോയിട്ട് വന്നിട്ട് നോമ്പ് നോക്കാനൊക്കെ ഒന്ന് തുടങ്ങണം. തുടക്കമാണ് ഇപ്പൊ നമ്മൾ LKG, ഇപ്പൊ UKG-യിലെത്തി. LKG മക്കത്ത് തീർന്നു, ഇപ്പൊ UKG-യിലാണ്. അതിന് 1ാം ക്ലാസ്സിൽ ചേരണം. അപ്പൊ 2ാം ക്ലാസ്സിലെത്തുമ്പോ നാട്ടിലെത്തുകയും ചെയ്യും. തീർന്നു നമ്മളെ കഥ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ഫർളാക്കിയത് ഒരു തലമുറയുടെ കയ്യിൽ ദീൻ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാള്, തലശ്ശേരി ടൗണിൽ നിന്ന് വന്ന ഒരാള്, അല്ലെങ്കിൽ കുറ്റ്യാടി ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാള്, അല്ലെങ്കിൽ പെരിങ്ങത്തൂർ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാള്, അയാൾ 1, 2, 5 ആളായിരിക്കും വന്നിട്ടുണ്ടാകുക, ആണും പെണ്ണുമായിട്ട്. ആ നാട്ടിൽ 1000-ഓ 10,000-ഓ മുസ്ലിമീങ്ങൾ ഉണ്ടാകും. ആ 10,000-കണക്കിന് മുസ്ലിമീങ്ങളുടെയും കൂടി ദീനിന്റെ ഉത്തരവാദിത്തം അറഫയിൽ വെച്ച് ഏറ്റെടുക്കാൻ വേണ്ടി വന്നവരാണ് നമ്മൾ. നമ്മുടെ ഉത്തരവാദിത്തത്തിലാണ് ഇനി കാര്യങ്ങൾ. തിരിച്ചു പോയിട്ട് ചെയ്യേണ്ട ജോലി എന്താ? അന്ന് ഹജ്ജിന് പങ്കെടുത്ത സഹാബാക്കൾ ഹജ്ജും കഴിഞ്ഞിട്ട് എന്താണോ ചെയ്തത് ആ ജോലിയാണ് നമ്മളും ചെയ്യേണ്ടത്. എന്താണെന്ന് 1,24,000-ഓളം സഹാബാക്കളെ ഏൽപ്പിച്ച ജോലി? ബല്ലിഗു അന്നി വലൗ ആയ. നിങ്ങളെ ഞാൻ ഇന്നത്തെ ദിവസം ഏൽപ്പിക്കുകയാണ്, ഞാൻ പോവുകയാണ്. തറക്തു ഫീക്കും അംറൈൻ, നിങ്ങളെ കയ്യിൽ ഞാൻ 2 കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ഞാൻ. ഒന്ന് കിതാബുല്ലാ, അള്ളാന്റെ ഖുർആനാണ്. 2ാമത്തെ സുന്നത്തുനി റസൂലി, അള്ളാന്റെ റസൂലിന്റെ സുന്നത്താണ്. ഇത് 2ഉം നിങ്ങൾ ഞാൻ ഇവിടുന്ന് ഏൽപ്പിക്കുകയാണ്. ഞാൻ ഇനി യാത്രക്ക് സമയമായി. എനിക്ക് ഈ കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിന്ന് വരൂല. ചിലപ്പോൾ നിങ്ങളോടൊപ്പം ഞാൻ അടുത്ത കൊല്ലത്തെ ഹജ്ജിന് ഉണ്ടായിന്ന് വരൂല. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചുകൊള്ളണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിച്ചിട്ട് പോവുക. ഇത് ഓരോ കൊല്ലവും അറഫയിൽ വെച്ച് ഏൽപ്പിക്കൽ നടക്കുന്നു. അതേ സഹോദരന്മാരെ, സഹോദരിമാരെ, അറഫയിൽ വന്നിട്ട് നമ്മൾ ഏറ്റെടുക്കണം. അതിന് കഅബ തന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. ഒരു അജ്ജുമ്മ തവാഫും സയ്യെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ചോദിക്കാം, അല്ല മോനെ ഈ കഅബ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? അജ്ജെല്ലാം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകാനാവുമ്പോ ചോദിക്കണം, എല്ലാ മോനെ ഈ കഅബ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? അറിയില്ല, കണ്ടിട്ടില്ല. ഉമ്മത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വന്ന പ്രതിനിധികളാണ്. ഹാജിമാരും മുഅ്തമിരീങ്ങളും അള്ളാന്റെ ദൗത്യ സംഘങ്ങളാണ്. അള്ളാന്റെ സെന്ററിൽ വന്നിട്ട് പലതും ഏറ്റെടുത്ത് നാട്ടിൽ പോയിട്ട് വിതരണം ചെയ്യാനുള്ളവരാണ്. നമ്മൾ വിചാരണ ചെയ്യാനുള്ളത് ചൈനക്കാരന്റെ ചപ്പ് ചവർ വാങ്ങിയിട്ട് ബാഗ് നടക്കാൻ തുടങ്ങും ഇനി മദീനത്തുനിന്ന്. ഇതേപ്പോ നാട്ടിൽ പോയിട്ട് വിതരണം ചെയ്യാനുള്ളത് നമുക്ക് പോരാ. ഞാൻ വരുമ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഹാജിമാർ നമ്മൾ 10, 60, 70 പേർ തലശ്ശേരി വെച്ച് നാം പ്രതിജ്ഞ എടുത്തിട്ട് വന്നവരാണ്. എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഹജ്ജാണ് നമ്മൾ നിർവഹിക്കാൻ പോകുന്നത്. ഹജ്ജ് 4 തരത്തിലുണ്ട്. ഒന്ന് ജാഹിലീങ്ങളുടെ ഹജ്ജ്, പിന്നെ ഒന്ന് ആബിദീങ്ങളുടെ ഹജ്ജ്, മൂന്നാമത്തത് അംബിയാ മുർസലീങ്ങളുടെ ഹജ്ജ്, നാലാമത്തത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹജ്ജ്. ഇതില് ജാഹിലീങ്ങളുടെ ഹജ്ജ് നാം അന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അത് വേണ്ട, അത് വിട്, അത് നമ്മുടെ ചർച്ചയിലില്ല. രണ്ടാമത്തത് ആബിദീങ്ങളുടെ ഹജ്ജാണ്. പോരാ, ആബിദീങ്ങളുടെ ഹജ്ജ് അവരുടെ സ്വന്തം ശരീരത്തെ മാത്രം പരിഗണിക്കുന്നവരാണ്. അംബിയാ മുർസലീങ്ങളുടെ ഹജ്ജ് അതും വേണ്ട. എന്തുകൊണ്ട്? അവരവരുടെ നാട്ടുകാരെയും വീട്ടുകാരെയും മാത്രം പരിഗണിക്കുന്നവരാണ്. നമുക്ക് വേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഹജ്ജ്. എന്താണ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഹജ്ജ്? അതെ, അറഫയിൽ വെച്ച് വരും തലമുറകൾക്ക് ആവശ്യമുള്ള ദീൻ ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുക്കുന്ന ഹജ്ജ്. ലോകാവസാനം വരെ അത് തുടരണം. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഹജ്ജ്. ഓരോ വർഷവും അതാത് വർഷത്തേക്കുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. തീർച്ച ചിലരെങ്കിലും അല്ലാഹു സെലക്ട് ചെയ്തിരിക്കും. ഞാൻ നന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, പരീക്ഷയിൽ ഈ എന്ത് പരീക്ഷ എന്ന് പറയുന്നത്? ഇന്റർവ്യൂ, PSC എൻട്രൻസ്. ആരെയാണ് എൻട്രൻസിന് വേണ്ടി ക്ഷണിക്കുന്നത്? ഔദ്യോഗിക രേഖകളുള്ളവരെയാണ്, സർട്ടിഫിക്കറ്റ് ഉള്ളവരെയാണ്. ഏതെങ്കിലും അണ്ടനി അടകൊണ്ടും എൻട്രൻസ് ഇരിക്കാൻ പെടൂല. അവർക്ക് എല്ലാ സർട്ടിഫിക്കറ്റും. എൻട്രൻസ് പാസ്സായവർക്ക് മാത്രമേ സെലക്ഷൻ ഉള്ളൂ. ഹജ്ജിന് വേണ്ടി വരാനുള്ളവർ മിനിമം സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമാണ് ഹജ്ജിന് വേണ്ടി ക്ഷണിച്ചത്. നമ്മൾ വന്നു, ഇനി എൻട്രൻസ് പാസ്സാവണം, ഇല്ലെങ്കിൽ സെലക്ഷൻ കിട്ടൂല, വന്നാണൊക്കെ തിരിച്ചു പോകണം.
വന്നു എന്നതുകൊണ്ട് പാസ്സായി എന്ന് വല്ലാഹി ആരും കരുതണ്ട. അല്ലാഹു തആല എല്ലാം മാപ്പാക്കി പുറത്ത് പരിഹരിക്കേണ്ടത് പരിഹരിച്ച് കൂട്ടേണ്ടത് കൂട്ടി കുറയ്ക്കേണ്ടത് കുറച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അംഗീകരിച്ചവരെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈ പരീക്ഷയിൽ നമുക്ക് പാസ്സായേ പറ്റൂ. എന്റെ ബഹുമാനമുള്ള ഹാജിമാരോടും ഹജ്ജുമ്മമാരോടും ഞാൻ എന്റെ നഫ്സോടും ഞാൻ പറയുന്നു, ഈ പരീക്ഷയിൽ നമുക്ക് പാസ്സായേ പറ്റൂ. തിരിച്ചു പോകുന്നത് നാം ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മദീന മുനവ്വറയിലാണ് ഇപ്പോൾ നാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്നാണ് ഹജ്ജിന് വേണ്ടിയിട്ട് ഒരുങ്ങിയതും പുറപ്പെട്ടതും. എന്നിട്ട് അറഫായിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് ഏൽപ്പിക്കുകയാണ് ആ ഒന്നാം തലമുറയെ, ആ ഫസ്റ്റ് വിദ്യാർത്ഥികളെ, ആ ഫസ്റ്റ് ബാച്ച് വിദ്യാർത്ഥികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അവിടെ ഏൽപ്പിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് ഏൽപ്പിക്കൽ തുടരുകയാണ് ഇന്നും ഇനി ഖിയാമത്ത് നാൾ വരെയും. അറഫായിലെ സമ്മേളിക്കുന്നവരിൽ നിന്ന് ചിലരെയെങ്കിലും അല്ലാഹു തആല സെലക്ട് ചെയ്തിരിക്കും. അവരെ നാട്ടിലെത്തിയാൽ ഇൻഷാ അല്ലാഹ് ആ ഗുണം അവർ കാണിക്കുകയും ചെയ്യും. എല്ലാ വർഷവും നടക്കുന്ന കാര്യമാണ്. എല്ലാവരും സെലക്ട് ചെയ്തുകൊണ്ടൊന്നില്ല. അഥവാ നാട്ടിലേക്ക് തിരിച്ചുപോയി ചില ആൾക്കാർ എയർപോർട്ട് ഇറങ്ങുമ്പോൾ തന്നെ ബ്ലേഡും കത്തി കൊടുക്കും. കോഴിക്കോട്ടെ എയർപോർട്ട് ഇറങ്ങിയ ഉടനെ തന്നെ കക്കൂസിലേക്ക് പോകുന്നതാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ മൂത്രയിക്കാനോ മറ്റോ പോകുന്നതാണ്. അപ്പൊ വരുമ്പോ നല്ല നിലാവുച്ച മുഖമായിട്ടാ തിരിച്ചു വരിക. പാപ്പത്തുള്ളത് എയർപോർട്ടിൽ വെച്ചാൽ കാണാൻ പറ്റുക. ഇവിടെ ആർക്കും ആരെയും ഒപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ നാട്ടിൽ രോമയിലും വളർത്തിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പെണ്ണുങ്ങൾ നിക്കാബെല്ലാം കൂടി മടക്കിയിട്ട് ബാഗിൽ വെക്കും. പിന്നെ അള്ളാഹ് ഒപ്പിക്കുന്നത് കാണൂല എന്ന് വെച്ചാൽ അർത്ഥം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഏറ്റെടുത്ത ദൗത്യം ഏറ്റെടുത്ത് നടത്താനുള്ള താക്കത്തോടു കൂടി തന്നെ തിരിച്ചു പോകണം. അറഫായിൽ വെച്ച് ഏറ്റെടുക്കേണ്ട ദൗത്യം അതാണ്. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അങ്ങനെ എന്റെ കണ്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ ഷാഹിദാണ് ഞാൻ. എന്റെ ജീവിതം കണ്ടാൽ ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഷഹാദത്ത് ഏറ്റെടുത്ത് വന്നവളാണ്, അല്ലെങ്കിൽ വന്നവനാ. നീ എന്താണ് ഇങ്ങനെ? ഞാൻ മക്കത്ത് പോയി വന്നതാ. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്തും മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഷഹാദത്തും പൂർത്തിയാക്കി വന്നവനാണ് ഞാൻ. ഇനി ഞാൻ ഇങ്ങനെയാണ്. എത്ര എളുപ്പമുണ്ട് പറയാൻ. നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഹജ്ജ്. പ്രശ്നങ്ങളില്ല, ആരും ഒന്നും പറയില്ല. എന്നിട്ട് എന്തെങ്കിലും എന്നെ പറ്റി പറഞ്ഞെങ്കിലോ എന്ന് വെച്ചാൽ മൂമിനായിട്ട് വന്നിട്ട് മുനാഫിക്കായി തിരിച്ചുപോയി നടത്തും. എന്തെങ്കിലും എന്നെ പറ്റി പറഞ്ഞെങ്കിലോ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു കൽബിൻ ഇൻശറാഹി നസീബാക്കി തരട്ടെ. അങ്ങനെ ദുആ ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇശ്റഹ് സദരി ലിൽ ഇസ്ലാം വഹബ്ബിബ് ഇലയ്യൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖൽബി വകർരിഹ് ഇലയ്യൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. ഒരു ദുആ. സഹാബാക്കളെ വിശേഷണം പറഞ്ഞ അല്ലാഹു തആല അതിനെ ദുആക്കി മാറ്റി. സഹാബാക്കളെ വിശേഷമാണിത്. ആദ്യത്തെ വിശേഷം എന്താണ്? അവര് ഹൃദയങ്ങൾ അള്ളാഹുവിന് വേണ്ടി തുറന്നവരാണ്. അപ്പൊ നമ്മൾ ചോദിക്കണം, അല്ലാഹുമ്മ ഇശ്റഹ് സദരി ലിൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിന് വേണ്ടി എന്റെ മനസ്സൊന്ന് തുറന്നതാ അല്ലാഹ്. ഇതുവരെ ദുആ ചെയ്തോ? ദുആ ചെയ്യണം, എന്നും ദുആ ചെയ്യണം. റബ്ബി ഇശ്റഹ് ലി സദരി, ദീനുൽ ഇസ്ലാമിന് വേണ്ടി എന്റെ മനസ്സൊന്ന് തുറന്ന് താ അല്ലാഹ്, മനസ്സൊന്ന് തുറന്നതാ അല്ലാഹ്. ബിസിനസ് ചെയ്യാൻ വേണ്ടിട്ട് ബുദ്ധി ഒന്ന് തുറന്നതാ അല്ലാഹ്. നമ്മൾ ദുആ ചെയ്യും. അല്ലാഹ് ഇപ്പോൾ ഉള്ളൊന്നും ചെയ്യാവുന്നില്ല, കുറച്ചും കൂടി ബുദ്ധി, ഒരു ഹോൾസെയിൽ ബുദ്ധി തന്നാൽ എനിക്ക് എന്തൊക്കെയോ കളിക്കാനുണ്ടല്ലോ. ഇസ്ലാം തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എന്താണ്? ഹബ്ബിബ് ഇലയ്യൽ ഈമാൻ. ആ തുറന്നു കിട്ടിയ മനസ്സിലേക്ക് ഈമാനോട് മഹബത്ത് ഇട്ടതാ അല്ലാഹ്. രണ്ടാമത്തത് ഹബ്ബിബ് ഇലയ്യൽ ഈമാൻ, തുറന്നു കിട്ടിയ മനസ്സിലേക്ക് ഈമാൻ ഇട്ടതാ അല്ലാഹ്. ഈമാൻ ഇട്ടത് കാര്യമില്ല, ഈമാനോട് മഹബത്ത് താ അല്ലാഹ്. ഹബ്ബിബ് ഇലയ്യൽ ഈമാൻ, ഈമാനോട് മഹബത്ത് വന്നാൽ പോരാ. വസയ്യിൻഹു ഫീ ഖൽബി, എന്റെ കൽബിനെ നീ അഴകാക്കിത്താ അല്ലാഹ്, അലങ്കരിച്ചതാ അല്ലാഹ്. ഈമാൻ കൊണ്ട്, ഈമാൻ കൊണ്ട് കൽബ് അലങ്കരിച്ച് കിട്ടണം, എങ്കിൽ പിന്നെ രക്ഷപ്പെട്ടു. പോരാ, അതിന് നേരെ നെഗറ്റീവും വേണം. വകർരിഹ് ഇലയ്യൽ കുഫ്ര, ഈമാനെ നേരെ എതിരായ കുഫർ എനിക്ക് വെറുപ്പുള്ളതാക്കിത്താ അല്ലാഹ്. വൽ ഫുസൂഖ്, നിന്റെ കൽപ്പനക്കും നിന്റെ ഹബീബിന്റെ കൽപ്പനക്കും എതിരായിട്ട് ജീവിക്കുക എന്നത് എനിക്ക് വെറുപ്പുള്ളതാക്കിത്താ അല്ലാഹ്. വൻ നിഫാഖ്, കപടത, ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്തൊന്ന് കാണിക്കുന്ന പരിപാടി, അതും നീ ക്ലിയറാക്കിത്താ അല്ലാഹ്. ദുആ, നല്ല ദുആ. അല്ലാഹുമ്മ ഇശ്റഹ് സദരി ലിൽ ഇസ്ലാം വഹബ്ബിബ് ഇലയ്യൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖൽബി വകർരിഹ് ഇലയ്യൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അല്ലാഹുമ്മ ജഅൽനി മിനർ റാഷിദീൻ. ഈ രീതിയുടെ ബഹുമാനമുള്ളവരെ, നാം മദീന മുനവ്വറയിൽ ഇനിയും ഏതാണ്ട് ഒരാഴ്ചയോളം കഴിച്ചു കൂട്ടും, ഏതാണ്ട് 5-8 ദിവസം. ഈ ദിവസത്തിനുള്ളിൽ നാം അമലുകളുടെ പരീക്ഷ പാസ്സാകണം. മക്കയിൽ വെച്ച് നാം സംസാരിച്ചത് മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള ഷഹാദത്തും മുഹമ്മദുർ റസൂലുള്ളാഹിലുള്ള ഷഹാദത്തും ആണ്.
ഏതാണ്ടൊക്കെ മനസ്സിൽ നിന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കേട്ടോണ്ടിരുന്നോളിൻ, പറഞ്ഞോണ്ടിരുന്നോളിൻ. തീർച്ചയായിട്ടും എങ്കിലേ ആ കാര്യം മനസ്സിൽ നിൽക്കുള്ളൂ. രാവിലെ കയറിയാൽ വൈകുന്നേരം ഇറങ്ങുന്ന പരിപാടിയാണ് ഈമാൻ. അതുകൊണ്ട് വളരെയധികം വയസ്സ് കാലമായതുകൊണ്ട് അങ്ങനെ മനസ്സിൽ നിന്നോളണമെന്നില്ല. പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ 15 ദിവസത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹയിലുള്ള ഷഹാദത്തും മുഹമ്മദുർ റസൂലുള്ളാഹിയിലെ ഷഹാദത്തും സംസാരിച്ച് മദീന മുനവ്വറയിലേക്ക് പ്രവേശിച്ചവരാണ് നാം. ഇനി നമുക്ക് ഇവിടുന്ന് കരയാനുള്ളത് എന്താ? അമലുകളെ കൊണ്ട് ഈമാനെ ഭദ്രമാക്കാനുള്ള ഏർപ്പാടുകളാണ്. അമലുകളെ കൂട്ടത്തിൽ ഒന്നാമത്തെ അമൽ എന്താ? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈമാനെ സംരക്ഷിക്കാൻ അല്ലാഹു തആല തന്ന പ്രോഗ്രാമാണ് രണ്ടാം കലിമ. നമ്മൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംരക്ഷിക്കാൻ, നിലനിർത്താൻ, ഇസ്തിഖാമത്താക്കാൻ അല്ലാഹു തആല തന്ന പ്രോഗ്രാം മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഈമാന്റെ നിലനിൽപ്പിന് ഒറ്റൊരു വഴിയേ ഉള്ളൂ ദുനിയാവിൽ, അത് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ വഴിയാ. മുഹമ്മദ് അള്ളാന്റെ റസൂലാണ്, തീർന്നു. അതിനപ്പുറം വേറെ ചർച്ചകളില്ല. ചർച്ചകൾക്ക് വേണ്ടി തെളിവും കണ്ടെത്തേണ്ടില്ല. മൗലവിമാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ലോകത്തിന്റെ അനുഗ്രഹമായിട്ടല്ലാതെ മുഹമ്മദ് മുസ്തഫാനെ ഞാൻ അയച്ചിട്ടില്ല അല്ല പറഞ്ഞിട്ടുണ്ട്. അല്ല പറഞ്ഞത് 100% ശരിയാണ്. കുമാരനാശാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ല പറഞ്ഞത് ശരിയാക്കാൻ വേണ്ടി മൗലവി പ്രസംഗിക്കാൻ തെളിവ് കുമാരനാശാന്റെ വാക്ക്, അല്ലെങ്കിൽ ഐൻസ്റ്റീന്റെ വാക്ക്, അല്ലെങ്കിൽ സോക്രട്ടീസിന്റെ വാക്ക്, അല്ലെങ്കിൽ അതേപോലത്തെ കുറെ കുന്ത്രാണ്ടങ്ങൾ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ടല്ലോ, അവരെ വാക്കുകളാണ് അല്ല പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കാൻ നമ്മൾ ഉപയോഗിക്കാറ് സാധാരണ. ഒരുതരം അതുബുകേടല്ലൊക്കെ. പിന്നെന്താ? ദൈവത്തിന്റെ ഉസൂൽ അറിയാത്തതുകൊണ്ടാ. എന്താണ് ദഅവ? എന്താണ് ദഅവത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹു എന്താണോ അള്ളാഹിനെ പറ്റി പറഞ്ഞത് അത് മഖ്ലൂക്കിന് പറഞ്ഞു കൊടുക്കുന്നതിന്റെ പേരാണ് ദഅവത്ത്. അള്ളാന്റെ റസൂൽ അള്ളാഹിനെ പറ്റി എന്താണോ പറഞ്ഞു തന്നത് അത് ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുന്നതിന്റെ പേരാണ് ദഅവത്ത്. നമ്മളെ വക പറയണ്ട, നമ്മളെ വക ഉണ്ടാക്കിയിട്ടും പറയണ്ട. കവികൾ കവിതകൾ ഉണ്ടാക്കും, നോവലിസ്റ്റുകൾ നോവലുകൾ എഴുതും അള്ളാഹിനെ പറ്റി. എഴുതിക്കൊട്ടെ, നമുക്ക് ഇഷ്ടമില്ല. നമ്മളെ ജോലി എന്താ? അള്ളാഹിനെ പറ്റി അള്ള എന്താണോ പറഞ്ഞത് അത് പറഞ്ഞു കൊടുത്താൽ മതി. നൂഹ് നബിന്റെ കാലം മുതൽ ദഅവത്ത് അല്ല പറഞ്ഞു തന്നിട്ടുണ്ട് ഖുർആനിൽ, അത് അതേപോലെ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. നമ്മൾ ഉത്തരവാദിത്തം തീർന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി അള്ളാഹിനെ പറ്റി എന്താണോ സഹബാക്കൾക്ക് പറഞ്ഞു കൊടുത്തത് അത് ഉമ്മത്ത് പറഞ്ഞു കൊടുത്താൽ മതി. അതാണ് ദഅവത്ത്. ദഅവത്തിന് നമ്മൾ പുതിയ നിർവചനങ്ങൾ ഉണ്ടാക്കണ്ട, ദഅവത്തിന് പുതിയ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണ്ട, പുതിയ ഉസൂലുകൾ ഉണ്ടാക്കണ്ട. ഉസൂല് പാസ്സായി പോയി. മാ ഖാല അല്ലാഹു വമാ ഖാല റസൂലുള്ളാഹി വആസാറു സഹാബ, അതാണ് ഉസൂൽ. ഈ രീതിക്ക് നാം അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്നവരാവണം, അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളുന്നവരാവണം. അപ്പൊ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹിന്റെ റസൂലാണ്. മുഹമ്മദ് ആരാണെന്ന് നമ്മൾ പഠിച്ചു, റസൂൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു, അള്ളാഹുവിനെ നേരത്തെ പഠിക്കുകയും ചെയ്തു. അപ്പൊ അള്ളാഹിന്റെ റസൂലാണ് മുഹമ്മദ്. ഇനി അങ്ങോട്ട് മുഹമ്മദുർ റസൂൽ അനുസരിച്ചാണ് എന്റെ ജീവിതം, ഞാൻ അതിന്റെ ഷാഹിദ. ഇനി ആ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്താണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, എന്താണ് കാണിച്ചു തന്നിരിക്കുന്നത്, അതിൽ ഒന്നാമത്തെയും അവസാനത്തെയും പറഞ്ഞുതരാം. ബാക്കിയുള്ളത് എപ്പോഴെങ്കിലും അവസരം കിട്ടിയപ്പോ. മുഹമ്മദുർ റസൂലുള്ളാഹ് ഈമാൻ നിലനിർത്തി കൊണ്ടുപോകാൻ ആദ്യമായി ഉമ്മത്തിനെ പഠിപ്പിച്ച അമലെന്താ? ഈമാൻ നിലനിർത്തി കൊണ്ടുപോകാൻ, ഈമാന് പോറലേൽക്കാതെ നിലനിർത്തി കൊണ്ടുപോകാൻ, ഈമാൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടു പോകാതിരിക്കാൻ, ഈമാൻ ഡിസ്മിസ് ചെയ്യപ്പെട്ടു പോകാതിരിക്കാൻ, ഈമാന് ഡാമേജ് സംഭവിച്ചു പോകാതിരിക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കലാണ്. അതാണ് അതിന്റെ ഊർജം, അതാണ് അതിന്റെ മരുന്ന്, അതാണ് അതിന്റെ പെട്രോൾ. അത് കൂട്ടത്തിൽ ഒന്നാമത്തെ വിഷയം എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹി അനുസരിച്ച് ഈമാനിന് വേണ്ടി നാം ചെയ്യേണ്ട ജോലിയിൽ ഒന്നാമത്തെ ജോലി എന്താണ്? ഒരാൾ പറഞ്ഞു നിസ്കാരം എന്ന്. ജാമിന്റെ എന്താ അഭിപ്രായം ഉണ്ടോ? ഇല്ല. പിന്നെ ദിക്ർ, പിന്നെ അല്ലാഹുവിനെ അറിയുക. അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമത്തെ അമൽ ദുആ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലനിർത്താൻ ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അമല് ദുആ. അതുകൊണ്ട് കൂടുതൽ ശിർക്ക് വരാൻ സാധ്യത ഏതിലാണ്? ദുആയിലാണ്. എന്തുകൊണ്ട്? അഹമ്മുൽ ഇബാദത്ത് ദുആ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അദ്ദുആഉ ഹുവൽ ഇബാദ. അള്ളാഹുവിന് മാത്രം സമർപ്പിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ ഒന്നാമത്തത് എന്താണ്? ദുആ. അദ്ദുആഉ മുഖുൽ ഇബാദ. ഇബാദത്തിന്റെ മജ്ജയാണ് ദുആ. അതുകൊണ്ട് ആദ്യമായി ഉമ്മത്ത് ശീലിക്കേണ്ടത് ദുആ ചെയ്യാനാണ്. ദുആ ആരോട് മാത്രം? അള്ളാഹുവിനോട് മാത്രം. അപ്പൊ ഈമാന്റെ ഒന്നാമത്തെ പാഠം അതാണ്. അള്ളാഹിനോട് മാത്രം ദുആ ചെയ്ത് ശീലിക്കുക.
ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയവും അതാണ്. നിസ്കാരത്തെക്കാൾ, നോമ്പിനേക്കാൾ, ഹജ്ജിനേക്കാൾ, സക്കാത്ത് എല്ലാ അമലുകളെക്കാളും ഉലമാക്കൾ വളരെ കർശനമായി ചർച്ച ചെയ്ത വിഷയം ദുആ ആണ്. എന്തുകൊണ്ട്? ശിർക്ക് ചെന്നെത്താൻ ഏറ്റവും സാധ്യതയുള്ള അമല് ദുആ ആണ്. അതുകൊണ്ട് ഹജ്ജിൽ ശിർക്ക് ചെന്നെത്താൻ കുറവാണ്. നിസ്കാരത്തില് ശിർക്ക്, ചെറിയ ശിർക്കിന് മാത്രമേ ഈ കാര്യത്തിൽ വരുമ്പോഴൊന്നും. എന്താ ചെറിയ ശിർക്ക്? റിയാ, ലോകമാന്യം, ആളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക, അത് ചെറിയ ശിർക്ക്. അമലുകളിൽ, നിസ്കാരം മുതൽ ഇങ്ങോട്ടുള്ള അമലുകളിൽ ചെറിയ ശിർക്ക് വരാനേ സാധ്യതയുള്ളൂ. അതേസമയം ദുആയിൽ വലിയ ശിർക്ക് വരാൻ സാധ്യതയുണ്ട്. ദുആയിൽ വലിയ ശിർക്ക് വരാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് ദുആന്റെ കാര്യത്തിലാണ് ഈ ഉമ്മത്ത് കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. ദുആവിലില്ല, ദുആ അള്ളാഹുവിനോട് മാത്രം. അള്ളാഹു അല്ലാത്ത വ്യക്തികളോടില്ല, അള്ളാഹു അല്ലാത്ത ശക്തികളോടില്ല, അള്ളാഹു അല്ലാത്ത ബീവിയോടില്ല, അള്ളാഹു അല്ലാത്ത ബാവയോടില്ല, അള്ളാഹു അല്ലാത്ത ഷെയ്ഖിനോടില്ല, അള്ളാഹു അല്ലാത്ത വലിയനോടില്ല, അള്ളാഹു അല്ലാത്ത നബിയോടില്ല, അള്ളാഹു അല്ലാത്ത റസൂലോടില്ല, അള്ളാഹു അല്ലാത്ത മലക്കോടില്ല, അള്ളാഹു അല്ലാത്ത ജിന്നോടില്ല, ആരോടുമില്ല ദുആ. എന്നാ ഈ ചർച്ച നിസ്കാരത്തിൽ വേണോ? അള്ളാഹു തലാക്കല്ലാത്ത നിസ്കാരം ഇല്ല, പിന്നെ മലക്കുകൾക്ക് വേണ്ടി നിസ്കാരം ഇല്ല, ജിന്നുകൾക്ക് വേണ്ടി നിസ്കാരമില്ല, പിന്നെ നബിക്ക് വേണ്ടി നിസ്കാരമില്ല എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഇല്ല, വരുന്നില്ല. റിയാൽ, നിസ്കാരം മുതൽ അങ്ങോട്ടുള്ള അമലുകൾ കടന്നുകൂടുന്ന ശിർക്ക് ചെറിയ ശിർക്കാണ്. അത് റിയാ. മറ്റുള്ളവരെയും കൂടി അതിൽ ഉൾക്കൊള്ളിക്കുക, മറ്റുള്ളവരെ കാണാൻ യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അമലുകൾ. അപ്പൊ മുഹമ്മദുർ റസൂലുള്ളാഹി അനുസരിച്ച് നാം സമർപ്പിക്കേണ്ട അമാലുകളിൽ മുഖ്യമായ അമലുകൾ ഏതാ? ദുആ. ആ അമലുകളുടെ കൂട്ടത്തിൽ അവസാനത്തെ അമലാണ് ഹജ്ജ്. ഇനി നടക്കേണ്ടതെല്ലാം വിടാം. ഇപ്പൊ അങ്ങനെ പറ്റുള്ളൂ, എനിക്ക് കുറച്ച് ദിവസമേ ഉള്ളൂ. അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തെ അമൽ ഏതാണ്? ഹജ്ജ്. അല്ലാഹു തആലാക്ക് വേണ്ടി സമർപ്പിക്കേണ്ട ഹജ്ജ് എന്തിനു വേണ്ടിയുള്ളതാണ്? ഈമാന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. ഈമാൻ ഇസ്തിഖാമത്താകാൻ വേണ്ടിയുള്ളതാണ്. ഈമാൻ മരിക്കുന്നത് വരെ സസ്പെൻഡ് ചെയ്യപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കാനുള്ളതാണ്. ഡിസ്മിസ് ചെയ്യപ്പെട്ടു പോകാതെ സൂക്ഷിക്കാനുള്ളതാണ്. ഡാമേജ് സംബന്ധിച്ചിട്ട് പൊട്ടിയും പൊളിയും വരാതെ സൂക്ഷിക്കാനുള്ളതാ. അതിനു വേണ്ടിയുള്ള അവസാനത്തെ പോരാട്ടമാണ് ഹജ്ജ്. ഹജ്ജ് ജിഹാദാണ്. ഹജ്ജ് പെൺകൂട്ടം വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ഈ ജിഹാദ് ഫർളില്ല. ആണുങ്ങൾക്ക് അതിൽ മരിച്ചാൽ ഷഹാദത്ത് കിട്ടും, പരിക്ക് പറ്റിയാൽ ഉജ്റു, പ്രതിഫലം കിട്ടും. ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ വരട്ടെ യുദ്ധത്തിനും ചോദിച്ചു. പെണ്ണുങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. നിങ്ങൾക്കൊരു ജിഹാദ് ഞാൻ പറഞ്ഞു തരാം, അതിൽ ഖിതാലില്ല, ആയുധം ഉപയോഗിച്ച് പടവെട്ടേണ്ടതില്ല. അങ്ങനത്തെ ഒരു ജിഹാദ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയൊരു ജിഹാദ്. എന്താണ്? അൽ ഹജ്ജ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കുള്ള ജിഹാദ് ഹജ്ജാണെന്ന് പറഞ്ഞു. ശരിയാണ്. സ്ത്രീകളെ സംബന്ധിച്ചോളം ഹജ്ജ് ജിഹാദ് തന്നെയാണ്. കാരണം പുരുഷന്മാരെ സംബന്ധിച്ച് അത്ര സ്വതന്ത്രമായിട്ട് ഹജ്ജ് ചെയ്യാൻ സാധിക്കില്ല പെണ്ണുങ്ങൾക്ക്. കാരണം പെണ്ണുങ്ങൾ എല്ലാ ഒത്താലും സ്വന്തം വിമാനം തന്നെയുണ്ട്. നാട്ടിൽ നിന്ന് പറന്നു വരാന്ന് വിചാരിച്ചോളി, നാട്ടിൽ നിന്ന് പറന്നു വരാൻ സ്വന്തം വിമാനമുണ്ട്. ഇവള് പൈലറ്റുവാണെന്ന് വിചാരിച്ചോളി, വിമാനം ഓടിച്ചു വരാൻ. സൗദി അറേബ്യയിലേക്ക് വരാനുള്ള ലൈസൻസും ഉണ്ടെന്ന് വിചാരിച്ചോളി. എന്നാലും അവർക്ക് ഹജ്ജ് ഫർളില്ല, ഇല്ലാ മഅദി മഹ്റമിൻ, മഹ്റമോട് കൂടി അല്ലാതെ. ഒന്നിക്കൽ ഉപ്പ ഒന്നിച്ചു വേണം, അല്ലെങ്കിൽ ആങ്ങള ഒന്നിച്ചു വേണം, അല്ലെങ്കിൽ ആമക്കൾ ഒന്നിച്ചു വേണം, അല്ലെങ്കിൽ തൊട്ടാ ഉതു മുറിയാത്ത, അല്ലെങ്കിൽ വിവാഹബന്ധം നിഷിദ്ധമാകുന്ന ആരെങ്കിലും ഒന്നിച്ചു വേണം. അവിടെ എത്ര വലിയ പത്രാസുകാരിയാലും ശരി, ഹജ്ജ് ഫർളില്ല. ഫർളല്ലാത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് വന്ന് പിന്നെയുള്ള ത്യാഗത്തിന് പ്രതിഫലവും ഇല്ല. എന്നോട് പറഞ്ഞ് അള്ളാഹിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ അള്ളാഹ് പറഞ്ഞിട്ട് വരണായിരിക്കണം. അള്ളാഹ് നിന്നോട് പോണ്ടാന്ന് പറയുകയും എന്നിട്ട് നീ വരികയും എന്നിട്ട് നീ ഇവിടെ അനുഭവിച്ചേ പറ്റൂ. എനിക്കും ദുനിയാവിലും കിട്ടൂല, ആഖിറത്തിലും കിട്ടൂല, ഉറപ്പ്, യാതൊരു സംശയമില്ലാത്ത കാര്യം. അവിടെ ശ്രദ്ധിച്ചേ പറ്റൂ. അവിടെ ഞങ്ങള് കാണാൻ പുതിയ വന്നിട്ടാണ്. കാണാൻ പുതിയ തീർക്കേണ്ട സ്ഥലങ്ങളില്ല. സിംഗപ്പൂരിൽ പോണം പുതിയ തീർക്കാൻ. കാണാൻ പുതിയല്ല ഇവിടെ, ഇത് അമലാണ്, ഇത് അള്ളാന്റെ ഭവനമാണ്. അത് അതിന്റെ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് തന്നെ പറയാൻ പോകാനും തയ്യാറാവണം. ഇവിടെ വന്നിട്ട് ഹാഫ് എന്ന് പറഞ്ഞ സംഗതി നടക്കൂല. അതുകൊണ്ട് പെണ്ണുങ്ങൾ എക്സ്ട്രാ അച്ചടക്കം പാലിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ആണുങ്ങളെ സംബന്ധിച്ചോളം ഹജ്ജിന്റെ പൂർത്തീകരണം ഹിദ്മത്തിലാണ്, പെണ്ണുങ്ങളെ സംബന്ധിച്ചോളം ഹജ്ജിന്റെ പൂർത്തീകരണം അച്ചടക്കത്തിലാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അഖ്ലാഖിൽ സ്വീകരിക്കേണ്ട രീതി. ആണുങ്ങൾ ഹിദ്മത്തിൽ മൈൻഡുണ്ടാവണം. എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും, ഞാൻ മദീനത്ത് പോയി ഒരു വയസ്സുള്ള ആളിങ്ങനെ ഇരിക്കായിരുന്നു, അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തു, അല്ലെങ്കിൽ ചെരുപ്പ് നേരെയാക്കി കൊടുത്തു, അല്ലെങ്കിൽ അയാൾ കൈ പിടിച്ചു കൊടുത്തു. റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു, ഒരു ഉന്തുവണ്ടിക്കാരൻ വണ്ടി പോകുന്നു, ആ സമയത്ത് അയാൾ നീ ഒന്ന് തള്ളിക്കൊടുക്കി, അത് സദഖയാണ് പറഞ്ഞു റസൂലുള്ളാഹി. ആ ഒരു മാനസികാവസ്ഥ ആണിനുണ്ടാവണം. പെണ്ണുങ്ങൾക്ക് ഉണ്ടാവേണ്ട എന്താണ്? ഹിദ്മത്തിന്റെ ജോലി യാത്രയിൽ പെണ്ണുങ്ങൾക്കില്ല. ഭാര്യക്ക് പോലും ഹിദ്മത്ത് ഭർത്താവ് എതിർക്കണമെന്ന് പറയാൻ കുടുങ്ങും. എനിക്കറിയാം, പറഞ്ഞാൽ കുടുങ്ങും.
പെണ്ണുങ്ങളെയും കൂട്ടിയിട്ടുണ്ട് ഞാൻ. എന്തിനാ? അത് അത്യാവശ്യം അലക്കാൻ, ഭക്ഷണം പാകം ചെയ്യാൻ. വലിയ ബുദ്ധിമുട്ടല്ലേ യാത്രയിൽ? അതെല്ലാം നമുക്ക് പിന്നെ ചർച്ച ചെയ്യേണ്ടത്. ഗ്രൂപ്പായി വരുന്ന രീതി മറ്റൊക്കെ പിന്നെ ചർച്ച ചെയ്യേണ്ടത്. ഒറ്റക്ക് വന്ന കഥ തന്നെ തീർന്നിട്ടില്ല, ഇതിന്റെ ഗ്രൂപ്പായ വിഷയം. അങ്ങനെ മനസ്സിലായില്ലേ? പെണ്ണുങ്ങളെ ഹിദ്മത്തിന് വേണ്ടിയല്ല യാത്രക്ക്. യാത്രയിൽ സ്ത്രീകൾക്ക് പുരുഷൻ ഹിദ്മത്ത് ചെയ്ത് കൊടുക്കണം. റസൂലുള്ളാഹി പഠിപ്പിച്ച സുന്നത്ത്. യാത്രയിൽ പെണ്ണുങ്ങൾക്ക് ഹിദ്മത്തില്ല. യാത്രയിൽ സ്ത്രീകൾക്കുള്ള ഹിദ്മത്ത് പുരുഷന്റെ ഉത്തരവാദിത്തത്തിലാണ്. ഒന്ന് പറഞ്ഞു കിട്ടിയാൽ മതി. കാത്തിക്കുന്നുണ്ടാവും അപ്പുറത്തുനിന്ന്. അങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്തുകൊണ്ടാണത്? അത്രയും സ്ത്രീകൾ വീട് വിട്ടിറങ്ങിയാൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ്. കാര്യങ്ങൾ മുഴുവനും എല്ലാ വിഷയങ്ങളിലും അവർക്ക് ബലഹീനതകളുണ്ട്. എനിക്ക് ബലഹീനത നെഞ്ചുന്തി നടന്നാലൊന്നും ബലഹീനത മാഞ്ഞു പോകില്ല. അങ്ങനെ എനിക്കതൊന്നുമില്ല. വസ്ത്രങ്ങൾ വെച്ചിട്ട് ഒരു പാന്റ് ഇട്ട് ഒരു ടീഷർട്ട് ഇട്ട് ഞാൻ പെണ്ണാണ്, ഞാൻ പെണ്ണല്ല, ഞാൻ പെണ്ണെപ്പോഴത്താണെന്ന് പറഞ്ഞ് നടന്നാലൊന്നും ബലഹീനത മാറ്റി വെക്കാൻ കഴിയില്ല. അങ്ങനെ ബലഹീനത തന്നെയാണ്. അത് പെണ്ണിന്റെ നിർമ്മാണത്തിൽ ഇൻക്ലൂഡിംഗ് ആണ്. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, പെണ്ണ് വാരിയല്ല് പോലെയാണ്. അത് എത്ര വലിയ ആളായിരുന്നാലും ശരി. എന്റെ ബഹുമാനങ്ങളുടെ ലോകം അടക്കി വരിച്ച പെണ്ണായാലും ശരി, പ്രസവിച്ച് കിടന്നാൽ പിന്നെ അവൾ ഉമ്മയായില്ലേ? ആ ഉമ്മാക്ക് ആ കുഞ്ഞിനൊരു ഉമ്മ എന്നെ കൊടുക്കണ്ടേ? ഞാൻ പ്രധാനമന്ത്രിയാണ്, അവിടെ ഉമ്മ കൊടുക്കാൻ നേരമില്ലെന്ന് പറഞ്ഞ സംഗതി നടക്കുവോ? ഒരു പ്രധാനമന്ത്രിയായ പെണ്ണ് പ്രസവിച്ചു വയ്ക്കും. ആ കുഞ്ഞിന് സ്നേഹത്തോടൊന്ന് പാല് കൂട്ടാൻ ആ ഉമ്മ തന്നെ വേണ്ടേ? അല്ലെങ്കിൽ അണ്ണാച്ചിനെ ഏൽപ്പിക്കണ്ടേ ശമ്പളം കൊടുത്തിട്ട് പാല് കൂട്ടിയാൽ? അണ്ണാച്ചി പാല് കൊടുത്തിട്ട് വളർന്ന കുഞ്ഞിന്റെ അവസ്ഥ എന്താ നമ്മൾ കാണുന്നുണ്ടല്ലോ നാട്ടിന്ന്. അങ്ങനെ പ്രസവിച്ചിട്ട് 40ാമത്തെ ദിവസം വേഗം തൂക്കിയിട്ട് ഉമ്മ പോകും. പിന്നെ ഈ കുഞ്ഞിന് പാല് കൊടുക്കുന്ന ഉത്തരവാദിത്തം എന്താണ്? ആയിരിക്കാണ്? കൂലിക്ക് നിൽക്കുന്ന അണ്ണാച്ചിക്ക. അണ്ണാച്ചി കുപ്പിപ്പാല് കലക്കിയിട്ട് കൊടുക്കും. ആ കുഞ്ഞ് വളർന്നാൽ എങ്ങനെയുണ്ടാവും? കുടുംബത്തിന് ഭാരം, സമൂഹത്തിന് ഭാരം, നാട്ടിന് ഭാരം, നാട്ടാർക്ക് ഭാരം, ലോകത്തിന് ഭാരം. അതേ അവസരത്തിൽ ഉമ്മാന്റെ കല്യാണന അതന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര സുന്ദരമായിട്ടാണ് വാക്ക് പറഞ്ഞത്. ആ ജോലി ആണുങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിൽ എത്ര പെട്ടെന്ന് സ്വർഗത്തിൽ പോവാൻ പെണ്ണുങ്ങൾക്കുള്ള സൗകര്യം ആണുങ്ങൾക്കുണ്ടോ? ആണുങ്ങൾക്ക് ഇച്ചിരി വിയർക്കണം സ്വർഗത്തിൽ പോകണമെങ്കിൽ. പെണ്ണുങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകേണ്ട പാതയാണ് അല്ലാഹു റസൂൽ കാണിച്ചു തന്നിരിക്കുന്നത്. കൂടുതൽ വിയർക്കട്ടെ ഇല്ല പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ. ആണുങ്ങൾക്ക് വിയർക്കണം കുറച്ച് കൂടുതൽ. എന്നിട്ടും പറഞ്ഞു ഞങ്ങളും വിയർക്കാൻ തയ്യാറാണെന്ന്. അതെല്ലാം പൂട്ടി വെച്ചിട്ട് ഞങ്ങളും നിങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിലെത്തിയില്ലേ പെണ്ണ്? അത്രേ ചെയ്യാനുള്ളൂ പെണ്ണിന്. അയ്യുമമ്രത്തിനൊരു പെണ്ണ് സല്ലത്ത് ഖംസഹ 5 നേരം കൃത്യമായി നിസ്കരിച്ചു ഈമാന് ശേഷം. വസാമത്ത് ശഹ്റഹ റമദാൻ കൃത്യമായി നോമ്പ് നോറ്റു. വഅദ്ദത്ത് സക്കാത്ത മാലിഹ ബാപ്പാന്റെയോ ഭർത്താവിന്റെയോ വക സമ്പത്തുണ്ടെങ്കിൽ സക്കാത്തും കൃത്യമായിട്ട് അവൾ കൊടുത്തു. വഹഫിലത്ത് നഫ്സഹ അവളുടെ ശരീരത്തെ അവൾ സൂക്ഷിച്ചു. അല്ലാഹു റസൂൽ പറഞ്ഞതാ. എന്താണ് ഹിഫ്ദുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ദിവസങ്ങൾ പറയേണ്ടി വരും, പ്രത്യേകിച്ചിട്ട് ഇപ്പോ. അവളുടെ ശരീരത്തെ സൂക്ഷിച്ചു. ഭർത്താവിനെ അവളെ അനുസരിക്കുകയും ചെയ്തു. ഈ 5 ഗുണമുള്ള ഒരു പെണ്ണോട് ഇവളോട് പറയപ്പെടും, നീ സ്വർഗത്തിൽ പ്രവേശിക്കുക, മിൻ അയ്യി ബാബിൻ ഏതെങ്കിലും വാതിലിലൂടെ, സ്വർഗത്തിന്റെ വാതിലുകൾ നിനക്ക് ഇഷ്ടപ്പെട്ട വാതിലിലൂടെ നീ പോയിക്കോളിൻ. പെണ്ണുങ്ങളെ ജോലി തീർന്നല്ലോ. സ്വർഗമാണ് ലക്ഷ്യമെങ്കിൽ, ഇനി ദുനിയാവിൽ ചില കാര്യങ്ങളാണ് ലക്ഷ്യമെങ്കിൽ വേഗത്ത് നടക്കുക കൊട്ടും പിടക്കൊട്ടും. ബാഗില്ലാതെ നടക്കുമ്പോ കുറച്ച് ബാഗ് ഉണ്ടെങ്കിൽ സ്റ്റൈലുള്ളൂ. ഇങ്ങനെ തൂക്കിയിട്ട് ഇപ്പൊ പുതിയ സ്റ്റൈലാണ് ഒരു ബാഗും തൂക്കിയിട്ട് ഇങ്ങനെ നടക്കല്. പോട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വേറെ ഞാൻ പറഞ്ഞുതരാം. സ്വർഗത്തിലേക്ക് പോകാൻ എത്ര എളുപ്പമുള്ള ജോലിയാണ്. ആണുങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്നാലും തന്നെ രക്ഷപ്പെട്ടിട്ടാൽ എത്ര കടമ്പകൾ കടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര സുന്ദരമായിട്ടാണ് സ്ത്രീവർഗത്തിന് നുബുവത്തില്ല, സ്ത്രീവർഗത്തിന് റിസാലത്തില്ല, സ്ത്രീവർഗത്തിന് ഖിലാഫത്തില്ല, സ്ത്രീവർഗത്തിന് ഇമാമത്തില്ല, സ്ത്രീവർഗത്തിന് ഇമാറത്തില്ല. ഈ 5 ആണുങ്ങൾക്ക് നിർബന്ധമാണ്. ആണുങ്ങൾക്കുണ്ട്. ഈ 5 ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഒരൊറ്റ 1,24,000 നബിമാരെ കൂട്ടത്തിൽ സാമ്പിളിലും കൂടി ഒരാളെ നബിയാക്കിയില്ല അല്ലാഹു തആല ഒരു പെണ്ണിനെ. എന്തുകൊണ്ട്? പെണ്ണിനെ നബിയാക്കാൻ സാധിക്കൂല. നബിക്ക് നുബത്തിന് ഇജ്തിമാഇയ്യത്ത് ഷർത്താണ്, കൂട്ടായ്മ. പെണ്ണ് കൂട്ടായ്മയിലില്ല.
2 റിസാലത്ത് അല്ലാഹു തആല 313 മുർസലീങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ പോലും റസൂലാക്കിയില്ല. റസൂലിന് ജിത്മായിയത്ത് ആവശ്യമാണ്, കൂട്ടായ്മ ആവശ്യമാണ്. കൂട്ടായ്മ ഇല്ലാതെ റിസാലത്ത് പൂർത്തിയാക്കാൻ കഴിയില്ല, അമാനത്ത് പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് പെണ്ണിന് റിസാലത്ത് ശരിയാവില്ല. മൂന്നാമത്തത് ഖിലാഫത്ത് പെണ്ണിനില്ല. ഭരണാധികാരം പെണ്ണിനുണ്ടെങ്കിൽ ഏറ്റവും വലിയ യോഗ്യത ആരാണ്? ഭരിക്കാൻ ദുനിയാവിൽ ഏറ്റവും വലിയ യോഗ്യതയുള്ള സ്ത്രീ ആരാണ്? ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അബൂബക്കർ സിദ്ദീഖിന്റെ ഉസ്താദാണ് ആയിഷത്തു സിദ്ദീഖ. ഉമർ ഫാറൂഖിന്റെ ഉസ്താദാണ് ആയിഷത്തു സിദ്ദീഖ. അലിഗുൽ മുർത്തദാന്റെ ഉസ്താദാണ് ആയിഷത്തു സിദ്ദീഖ. ഇവരാരും ആയിഷവിന്റെ ഉസ്താദല്ല. ആയിഷവിന്റെ ഉസ്താദ് റസൂൽ തങ്ങളാ. അഷ്റഫുൽ ഖൽഖ് വഫാത്താകുമ്പോൾ 19 വയസ്സാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീവിക്കുള്ളത്. ഹബീബ് വഫാത്താകുമ്പോൾ 19 വയസ്സാണ് ആയിഷ ബീവിക്കുള്ളത്. എന്നിട്ട് 73-ാമത്തെ വയസ്സിലാണ് ആയിഷ ബീവി വഫാത്താകുന്നത്. അപ്പം അബൂബക്കർ സിദ്ദീഖിന്റെ ഖിലാഫത്ത് കാലം ആയിഷ ബീവി ജീവിച്ചിട്ടുണ്ട്. ഉമർ ഫാറൂഖിന്റെ ഖിലാഫത്ത് കാലം ആയിഷ ബീവി ജീവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലം ആയിഷ ബീവി ജീവിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലം ആയിഷ ബീവി ജീവിച്ചിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലം ആയിഷ ബീവി ജീവിച്ചിട്ടുണ്ട്. അമവിയ കൂട്ടത്തിൽ ഏതാണ്ടൊക്കെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖാകുന്ന ബാപ്പ ഖലീഫയ സമയത്തെങ്കിലും ഈ മദീനത്തിന്റെ ഗവർണറാക്കാമായിരുന്നു ആയിഷ ബീവിയെ, ആക്കിയിട്ടില്ല. അല്ലെങ്കിൽ മക്കയുടെ ഗവർണറാക്കാമായിരുന്നു ആയിഷ ബീവിയെ. കാരണം അതിന് അഷ്റഫിനേക്കാൾ ഇൽമു കൊണ്ട് യോഗ്യതയുള്ളവർ വേറെ ആരുമില്ല, തഖ്വ കൊണ്ട് യോഗ്യതയുള്ളവരും വേറെ ആരുമില്ല, അഷ്റഫുൽ ഖൽഖുമായിട്ടുള്ള സുഹബത്ത് കൊണ്ട് യോഗ്യതയുള്ളവരും വേറെ ആരുമില്ല. എന്നിട്ടാ മക്കാ മുക്കറമന്റെ ഗവർണറും കൂടി ആക്കിയിട്ടുള്ള റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യ ആയിഷ ബീവിനെ. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ കൽപ്പനയില്ലാത്തതുകൊണ്ട്. ഇപ്പൊ നമ്മള് പ്രസിഡന്റും സെക്രട്ടറി ആയിട്ട് നടക്കുക പെണ്ണുങ്ങള് വേഗം തൂക്കിയിട്ട്. ആയിഷ ബീവിക്കില്ലാത്ത ദർജ. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം ഇമാമത്ത്. അഷ്റഫുൽ ഖൽഖിന് ശേഷം ഇമാമ് നിൽക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ഇൽമുള്ള പണ്ഡിതയായ സ്ത്രീ ആയിഷത്തു സിദ്ദീഖയ. ഈ മസ്ജിദ് നബവിയിൽ ഇമാമ് നിൽക്കാമായിരുന്നു ആയിഷത്തു സിദ്ദീഖക്ക്, അനുവദിച്ചില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ശരീഅത്തിൽ ഇല്ലാത്തതുകൊണ്ട്. ഇനി ഇമാറത്താണ് അമീറിന്റെ ഉത്തരവാദിത്തം. പെണ്ണ് സെക്രട്ടറി, പ്രസിഡന്റ്, വനിതാ വിംഗ് പ്രസിഡന്റ്, വനിതാ വിംഗ് സെക്രട്ടറി ഇമാറത്തിന്റെ വകുപ്പിലാ. വനിതാ വിംഗ് പ്രസിഡന്റ്, വനിതാ വിംഗ് സെക്രട്ടറി ഇമാറത്തിന്റെ വകുപ്പിലാ. ഇമാറത്ത് പെണ്ണുങ്ങൾക്കില്ല, നേതൃത്വം പെണ്ണുങ്ങൾക്കില്ല. ഒരു പുരുഷനായ അമീറിന്റെ കീഴിൽ എത്ര വലിയ പ്രഗത്ഭയായ പെണ്ണാണെങ്കിലും ശരി, ഒരു പുരുഷനായ അമീറിന്റെ കീഴിൽ നിർദ്ദേശം അനുസരിച്ച് ജീവിക്കേണ്ട അവകാശം മാത്രമേ ഉള്ളൂ. അതേ അവസരത്തിൽ വിലായത്ത് പെണ്ണുങ്ങൾക്കുണ്ട്. 6ാമത്തെ ഡിഗ്രി അതാ. റിസാലത്ത്, നുബുവത്ത്, ഇമാമത്ത്, ഖിലാഫത്ത്, ഇമാറത്ത്. ഇത് 5ഉം പെണ്ണുങ്ങൾക്കില്ല, ഇത് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. 6ാമത്തെ ഒരു യോഗ്യത വിലായത്ത, അത് പെണ്ണുങ്ങൾക്കുണ്ട്. എന്തുകൊണ്ട്? വിലായത്തിന് ഇജ്തിമായത്ത് വേണ്ട, കൂട്ടായ്മ വേണ്ട. വിലായത്ത് സ്വന്തം ഉണ്ടാക്കേണ്ടതാ. അള്ളാഹുവിന്റെ വലിയ കണ്ട യോഗ്യത സ്വന്തം അധ്വാനിച്ചുണ്ടാക്കേണ്ടതാ. ബാക്കിയുള്ളതൊന്നും സ്വന്തം ചെയ്യാൻ പറ്റാൻ ആൾക്കൂട്ടത്തിൽ ഇറങ്ങിയിട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് അള്ളാഹു തല കൊടുക്കാൻ. അള്ളാഹ് പോലും തയ്യാറാകാത്തൊരു കാര്യം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ബാഗ് കൊടുത്തിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അതിന് അള്ളാഹ് വിട്ടുവെക്കണമെന്നോ ഇല്ല. അള്ളാഹ് പ്രതിഫലം തരണമെങ്കിൽ അള്ളാഹ് പറയും പോലെ ആയിരിക്കണം കാര്യങ്ങൾ. അള്ളാഹ് പാവം പുറത്തു തരണമെങ്കിൽ അള്ളാഹ് പറയും പോലെ ആയിരിക്കണം കാര്യങ്ങൾ. ഇതാണ് വിഷയം. അവിടെ ബഹുമാനമുള്ള ഹാജിമാരെ, ഹജ്ജുമാരെ പിന്നെയും നമ്മുടെ വിഷയത്തിലേക്ക് എന്നെ മടക്കണം. കാരണം എനിക്ക് പേടിയുണ്ട്, ഇങ്ങനെ വിഷയം പറയുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോകുന്നതാണ് നിബന്ധ വിഷയങ്ങൾ. അപ്പം നാം ഹജ്ജിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തണം. ഇനി അടുത്ത ജോലി അതാ. മസ്ജിദ് നബവിയിൽ അഷ്റഫുൽ ഖൽഖിന്റെ അയൽവക്കത്ത് കഴിച്ചുകൂട്ടി റസൂലുള്ളാഹി തങ്ങളുടെ അയൽവക്കക്കാരായിട്ട് എത്ര ദിവസം കഴിച്ചുകൂട്ടണമോ അത്രയും ദിവസം നാം ഹജ്ജിന് വേണ്ടി മാനസികമായി ഒരുങ്ങണം, ശാരീരികമായി ഒരുങ്ങണം, അതേപോലെ തന്നെ സാമ്പത്തികമായി ഒരുങ്ങണം, സാങ്കേതികമായി ഒരുങ്ങണം. എല്ലാ ഒരുക്കങ്ങളും വേണം. അതൊക്കെ ഇബാദത്തിന്റെ ഭാഗമാണ്. ആരോഗ്യപരമായ ഒരുങ്ങലാണ് ശാരീരികമായ ഒരുക്കം. നാം ആരോഗ്യത്തെ സംരക്ഷിക്കാൻ തയ്യാറാവണം. മദീന മുനവ്വറയിലെ കാലാവസ്ഥ പരിവരുത്തതാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അനുഭവത്തിൽ കാണുന്നുണ്ടാവും. വന്നിറങ്ങിയപ്പോ തന്നെ ചുണ്ടുണങ്ങാനും തൊണ്ടയുണങ്ങാനും തുടങ്ങി. ചിലപ്പോഴൊക്കെ ചിലപ്പോ ഇങ്ങനെ ഈ വരൾച്ച കൂടിയാണെങ്കിൽ മൂക്കുന്നൊക്കെ ഇച്ചിരി ചോരയൊക്കെ വരാൻ തുടങ്ങും. അപ്പം പേടിച്ചിട്ടൊന്നും പോകരുത്. ഒക്കെ വരണം. പ്രത്യേകിച്ചിട്ട് എ സിയിൽ കിടക്കും. പുറത്തെ കാലാവസ്ഥ അതും എ സിയിലുള്ള ഉറക്കമാകുമ്പോൾ മിക്കവാറും മുഖവും മൂക്ക് തൂയിക്കുന്ന സമയത്ത് ചിലപ്പം തൊലി കൂട്ടിയിട്ട് ചോരയൊക്കെ വരാൻ ഇടയുണ്ട്. വിഷമിക്കൊന്നും ചെയ്യരുത്. എപ്പോഴും മൂക്ക് നനച്ചുകൊണ്ടിരിക്കും. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിക്കൊണ്ടിരിക്കും. ഉതുണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് മൂക്കിലൊക്കെ വെള്ളം കയറട്ടെ, അങ്ങ് തക്കത്തോളം കയറട്ടെ, എന്നിട്ട് ഉള്ളു ഭാഗമൊക്കെ നനയട്ടെ. അപ്പൊ 5 വക്കത്തിനും കൃത്യമായി ഉതുണ്ടാക്കുമ്പോഴും ഇടക്കിടക്കൊക്കെ ഉതുണ്ടാക്കുക. ആ ഉതുവിൽ മൂക്കി വെള്ളം കയറ്റി ചീറ്റുക. ഇതാണ് ഈ ഉള്ളു ഡ്രൈ ആകുന്നതിന് ഉള്ള ഏറ്റവും. കണ്ണിനും കേൾക്കുന്നതെല്ലാം മരുന്ന് ഡോക്ടർ വന്നിട്ട് നടക്കരുത്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുക. തൽക്കാലത്തേക്കുള്ള പരിപാടി മാത്രമാണത്. അതങ്ങ് പോ ഇൻഷാ അല്ലാഹ്. ആരോഗ്യം സംരക്ഷിക്കണം, ഭക്ഷണം നന്നായിട്ട് കഴിക്കണം. ഇപ്പൊ 2 ദിവസം കഴിയുമ്പോൾ പെണ്ണുങ്ങളെ എനിക്ക് വേണ്ട എന്ന് പറയാൻ തുടങ്ങും ഭക്ഷണം. അതുകൊണ്ട് അതൊന്നും ശരിയാവില്ല. ആവുന്നത്ര ഭക്ഷണം കഴിച്ചോളണം, വെള്ളം നന്നായിട്ട് കുടിച്ചോളണം. വെയിലത്ത് കൂടുതൽ നടക്കരുത്. വെയിലത്ത് വെയിലാണ്, വേർപ്പില്ലാത്ത വെയില്.
മക്കത്തങ്ങനെ ആയിരുന്നില്ല, നല്ല നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ പോലെയായിരുന്നു. ഇവിടെ ഈ വയറുപ്പില്ലാത്ത വെയിലാവുമ്പോൾ വെയിൽ പെട്ടെന്ന് ക്ഷീണം ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് വെയിൽ കൂടുതൽ കൊള്ളരുത്. അത്യാവശ്യം ആ കൊട പള്ളിയിലേക്ക് പോകുമ്പോൾ കൊടയെടുത്ത് കൈ പിടിച്ചോ, എന്നിട്ട് ബാഗിൽ വെച്ചാൽ മതി, കൈ പിടിച്ചാൽ മതി, ചെരുപ്പിടുന്ന ബാഗിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഈ രീതിയിൽ ആരോഗ്യത്തെ നാം സംരക്ഷിക്കണം. പിന്നെ അത്യാവശ്യം രോഗമുള്ളവർ മുജറബായ മരുന്നുകൾ, ഞാൻ എപ്പോഴും പറഞ്ഞൊരു വിഷയമുണ്ട്, രോഗത്തിന്റെ ചികിത്സ 3 തരമാണ്. ഒരാൾക്കൊരു രോഗം അള്ളാഹുവിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ രോഗത്തിന് ചികിത്സ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചികിത്സ? നമ്മൾ ചികിത്സ എന്ന് പറഞ്ഞാൽ അപ്പം കേൾക്ക് കിംസിലേക്ക് പോക്കാണെന്ന്, അല്ലെങ്കിൽ മിംസിലേക്ക് പോക്കാണെന്ന്. അല്ല, ചികിത്സ 3 തരമാണ്. അള്ളാഹു തന്ന രോഗത്തിന് ചികിത്സ ഉണ്ട്. മാമിൻ ദാഇല്ല അലൈഹി ദവാ. ദവാ എന്ന് പറഞ്ഞാൽ ഗുളിക തിന്നലാണെന്ന് എന്നെ തിരിച്ചു പോകരുത്. ദവാ എന്ന് പറഞ്ഞാൽ പ്രതിവിധി എന്നർത്ഥം. രോഗം എന്നാണ് പ്രതിവിധി 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് സബ്റാണ്, ക്ഷമ. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അതിനാ ഞാൻ പറഞ്ഞ ബുദ്ധി തുറന്നു കിട്ടാൻ മനസ്സിലാവില്ല, അത് ഹൃദയം തുറന്നു കിട്ടാൻ മനസ്സിലാവും ക്ഷമ എന്താണെന്ന്. രണ്ടാമത്തത് ദുആ. ഷിഫായിന്റെ രണ്ടാമത്തെ സബബ് ദുആ. മൂന്നാമത്തെ സബബ് ശ്രദ്ധിച്ചു കേട്ടോളിൻ, തജ്റുബ ചെയ്യപ്പെട്ട ഔഷധങ്ങളാണ്. തജ്റുബ ചെയ്യപ്പെട്ട ഔഷധങ്ങളാണ്. തജ്റുബ ചെയ്യാന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെട്ട ഔഷധങ്ങൾ എന്ന് വെച്ചാൽ ആ ഔഷധത്തെ പറ്റി അറിയുന്ന ഒരു വിദഗ്ധൻ രോഗികളിൽ അത് ഉപയോഗിച്ചപ്പോൾ അതിൽ അള്ളാഹു ശിഫാ ആദത്തായി വെക്കാൻ സാധ്യതയുള്ള മരുന്നുകൾ, അത്തരം മരുന്നുകൾ ഉപയോഗിക്കാം. അത് 3ാമത്തെ സ്റ്റേജിലാണ് മരുന്നുകൾ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് പറഞ്ഞപ്പോ തലി കയറിക്കൊള്ളണമെന്നില്ല. കയറും, ഇൻഷാ അല്ലാഹ് കയറും. ഒരു ദിവസം കയറിയല്ലേ പറ്റൂ. അതെ, ഈ രീതിയിൽ നാം നമ്മുടെ രോഗത്തെ നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ജോലി നിർവഹിച്ചുകൊണ്ട് പ്രതിരോധിക്കണം. നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ജോലി. രോഗം വന്നാൽ ശിഫയാക്കേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. യാതൊരു സംശയക്കാര്യത്തിലില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന എന്തിനാ? അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാനാണ്. അസ്ബാബുകളെ ചിലപ്പോൾ അള്ളാഹു മക്ബൂലാക്കും, ചിലപ്പോൾ ഗൈറു മക്ബൂലാക്കും. അസ്ബാബുകളെ, വസ്തുക്കളെ, മെറ്റീരിയൽസ് ചിലപ്പോൾ അള്ളാഹ് സ്വീകരിച്ചെന്നും ചിലപ്പോൾ അള്ളാഹ് റിജക്ട് ചെയ്ത് കളയും. അത് നമ്മൾ നോക്കേണ്ടിയില്ല. നമ്മളോട് സ്വീകരിക്കാൻ പറഞ്ഞത് സ്വീകരിക്കുക. ചിലപ്പോൾ അതിൽ അള്ളാഹു ഷിഫാ വെക്കും, ചിലപ്പോൾ അള്ളാഹു ഷിഫാ എടുത്തു കളയും. ഷിഫാ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് രോഗം ഇൻഷാ അല്ലാഹ് ഷിഫയാവും. ഷിഫാ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്ര മരുന്ന് കുടിച്ചാൽ രോഗമായിട്ടുണ്ടാകും. ഇതാണ് എന്റെ രീതി. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ള രീതിയിൽ ഒരുങ്ങണം. ആത്മീയമായി ഒരുങ്ങാൻ ഏറ്റവും നല്ല രീതി ഇതാണ്. ആത്മീയമായ ഒരുക്കത്തിൽ ഏറ്റവും വലുത് എന്താണ്? ദുആ ആണ്. അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത് ദുആ ആണ്. ദുആ വർദ്ധിപ്പിക്കുക. എല്ലാ നബിമാരെ കൊണ്ട് അല്ലാഹു തആല ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ നബി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം ചെയ്ത അമൽ ദുആ ആണ്. എന്താണ് ദുആ? ഖുർആൻ വഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബി ചെയ്ത ദുആ ഖുർആൻ സൂറത്തുൽ അറാഫ്. പിന്നെ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരെയുള്ള മുഴുവൻ നബിമാരുടെ ദുആകൾ എടുത്തു നോക്കി. ഖുർആനിലും ഹദീസിലും എല്ലാം ആ അംബിയാ മുർസലീങ്ങൾ ആവശ്യങ്ങൾ വരുമ്പോൾ ദുആ ചെയ്ത സംഭവങ്ങൾ കാണാം. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം മദിയനിലേക്ക് പോയി. ആ പെൺകുട്ടിക്ക് സൈബിനുമിന്റെ പെമ്മക്കൊക്കെ വെള്ളം കോരിക്കൊടുത്ത് അവരങ്ങ് പോയപ്പോ ഒറ്റപ്പെട്ടു. ഒരു മരത്തിന്റെ തണലിലേക്ക് മാറിയിരുന്നിട്ട് ചെയ്ത ദുആ, ഏ അല്ലാഹ് നീ എന്ത് ചെയ്താലും ഞാൻ ആവശ്യക്കാരനാണ് ഇപ്പോൾ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയത്തിന്റെ മുമ്പിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം ദുആ. ബഹുമാനപ്പെട്ട യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ദുആ 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 എല്ലാം ദുആ. അതുകൊണ്ട് നാം നമ്മുടെ ആയുധമായിട്ട് ദുആനെ കാണണം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ചോറ് അരമണിക്കൂർ താമസിച്ചു പോയാൽ ദുആ നമ്മളപ്പുറം ചോറന്നവരാ 2 ലക്ഷം ഉപ്പി വാങ്ങിട്ട് ചോറ്. എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, അസ്ബാബ് കൈകാര്യം ചെയ്യുന്നവർക്കൊരു പരിധിയില്ലേ? വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നവർക്കൊരു പരിധിയില്ലേ? വസ്തുക്കൾക്കും അപ്പുറത്ത് അധികാരം നടത്തുന്നവൻ അള്ളാഹ്ക്കെന്ത് പരിധിയാ? അല്ലാഹു അലാ മാ യശാഉ ഖദീർ. 1/2 മണിക്കൂർ പിന്തിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കും. ഇത് മാർക്ക് ഇട്ടിട്ടുണ്ടേ, ഡയറക്ടർ ഒപ്പ് കിട്ടാണ്ട് സർട്ടിഫിക്കറ്റ് ശരിയാവുമോ? ഡയറക്ടർ ഒപ്പിടാൻ വേണ്ടി എന്ത് ചെയ്യും? ഒരു ചെറിയ പരീക്ഷ 1/2 മണിക്കൂർ ചോറ് താമസിപ്പിക്കാം. എങ്ങനെയുണ്ട് ഇവന്മാരൊക്കെ നോക്കട്ടെ. അല്ലാഹു അക്ബർ. എന്തിനും ദുആ ചെയ്യുന്നേ. അല്ലാഹ് ഞങ്ങൾക്ക് നീ കൃത്യസമയത്ത് ഭക്ഷണം തരണം പഠിച്ചവനെ. നിന്റെ ഇബ്രാഹിം പറഞ്ഞല്ലോ അലൈഹിസ്സലാം, അല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ. എനിക്ക് താൻ ഭക്ഷണം തരേണ്ടതും എന്റെ അള്ളയാണ്, എനിക്ക് വെള്ളം തരേണ്ടതും എന്റെ അള്ളയാണ്. എങ്കിൽ എനിക്ക് ദുആ, ഏ അല്ലാഹ് ഞങ്ങൾക്ക് കൃത്യസമയത്ത് നീ ഭക്ഷണം തരണം, കൃത്യസമയത്ത് നീ വെള്ളം കുടിക്കാൻ തരണം. ഒപ്പം വേറൊരു ദുആവും കൂടി ചെയ്തേക്കണം.
വിശ്രമിക്കാൻ നീ അവസരം തരണേ അല്ലാഹുവേ എന്നെല്ലാം ചോദിക്കുക. ഇതാ സഅൽത ഫസ്അലില്ല. എന്തുണ്ടെങ്കിൽ അള്ളാഹ് നമ്മളെ പണിയെടുപ്പിക്കാൻ തുടങ്ങിയാൽ എടാ ഒരു പണിയായിരിക്കും. അള്ളാഹു കാക്കട്ടെ. അള്ളാഹ് കാക്കണേ അള്ളാഹ്. നീ ഒന്നും അധ്വാനിക്കുന്നെങ്ങാൻ അള്ളാഹു പറഞ്ഞാൽ, നിങ്ങൾക്കൊരു കഥ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മീനായിലേക്ക് യാത്ര ചെയ്തൊരു സംഭവം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതൊരു കഥയാ. 3 കൊല്ലം മുമ്പ് അസീസിയ കണ്ടല്ലോ. അസീസിയയിൽ നിന്ന് നമ്മുടെ തമ്പിലേക്ക് ആകെ 25 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. വണ്ടിക്കാണെങ്കിൽ 5 മിനിറ്റേ പോകണ്ടുള്ളൂ. ഹാജിമാര് ഭയങ്കര ആഹ്ലാദം, ഭയങ്കര റാഹത്ത്. കാരണം ഡയറക്ടർ ലത്തീഫ് സാഹിബുണ്ട്, ഖാദിമീങ്ങൾ അഷ്റഫ് അടക്കം, മുനീസ് അടക്കം, ദാഹിർ അടക്കം എല്ലാവരും ഉണ്ട്. പിന്നെ അമീർ ഉസ്താദും ഉണ്ട്. പിന്നെ നമുക്ക് പേടിക്കാനുള്ളത് നമ്മൾ പാല് പോലെ പൂ പോലെ മദീനത്ത് പിന്നെ മിനാരിൽ എത്താവുന്നല്ലേ ഉള്ളൂ. ആ രാത്രി ലാവിഷായി തിന്ന് റാഹത്തായി ഉറങ്ങി. ബസ് വന്ന് മുത്തഫിന്റെ രാത്രി 12 മണിക്ക് ബസ്സിൽ കയറി 10 മിനിറ്റ് അങ്ങോട്ട് നടക്കാനേ ഉള്ളൂ. നമുക്ക് കാണാം. നമ്മുടെ ഇന്നലെ താമസിച്ച സ്ഥലമില്ലേ, അവിടെ നോക്കിയാൽ കാണുന്ന സ്ഥലമാണ് ഒരു ഗുഹ. ആ ഗുഹ കണ്ടാൽ മുന്നേ എല്ലാവരും ബസ്സിൽ കയറി. എല്ലാവരും ഗഫലത്തിലാണ്, ഞാനടക്കം എല്ലാവരും ഗഫലത്തിൽ. കാരണം എല്ലാവർക്കും, എനിക്ക് ധൈര്യം, ആൾക്കാർക്ക് ധൈര്യം അമീറുണ്ട്, അമീറിന് ധൈര്യം ലത്തീഫ് സാഹിബുണ്ട്, ലത്തീഫ് സാഹിബ് നാട്ടുകാരനാണ്. അപ്പം ആരും പേടിക്കണ്ടില്ലല്ലോ. അതുപോലെ അങ്ങനെ ബസ് പോയി. അപ്പൊ മെയിൻ പാലത്തിന്റെ ഖാലിദ് കുബിരിന്റെ മേലെ നിന്ന് ആദ്യത്തെ പോയിന്റ് ഇറങ്ങണം താഴത്തേക്ക് വലത്തോട്ട്. ആദ്യത്തെ പോയിന്റ് ബസ്സുകാരൻ നേരെ അങ്ങ് പോയി. ആരും നോക്കിയില്ല. എല്ലാരും കണ്ണു പൊട്ടനാക്കി അല്ല, കുരുടനാക്കി അല്ല. എല്ലാരും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോ എല്ലാരും കുരുടന്മാരും. ആരും കണ്ടില്ല. ബസ് പോയി. പിന്നെ റിട്ടേൺ അടിക്കാൻ പറ്റൂല. ബസ് പോയി 200 ചില്ലാം കിലോമീറ്റർ ഓടി തബൂക്കിന്റെ അതിർത്തിയിലെത്തി. അങ്ങനെ ചുറ്റി ഞങ്ങൾക്ക് ഇതില്ല, ഈ യൂട്ടേൺ കിട്ടണ്ടേ, അതുമില്ല. അങ്ങനെ പോയി 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 കുറെ സഞ്ചരിച്ചപ്പോൾ കരമാർഗം മജ്ജിന് വരുന്ന അറബികൾ വരുന്ന റോട്ടിൽ ഒരു ജംഗ്ഷനിലെത്തി, ഒരു ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ നിന്ന് ചോദിച്ച് പോയിട്ട് എങ്ങനെയാ പോകേണ്ടതെന്ന്. ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇനിയും പോത്ര തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് തിരിച്ചു വരുമ്പോഴേക്ക് 2.5 മണിക്കൂറോളം ഓടി 10 മിനിറ്റിന് വേണ്ടി. ദ്വാ ചെയ് സഹോദരങ്ങളെ, അള്ളാഹുവേ നീ ജോലി ആക്കല്ലേ അള്ളാഹ്, നീ ചെയ്തതാ അള്ളാഹ്. ഇത് നമുക്കൊരു ഇബറത്തായിരുന്നു. എപ്പോ ഞാൻ ഓർക്കുക സംഭവം. അതുകൊണ്ട് ആ ഇബ്രത്ത് തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്, ആരിലും ധൈര്യം വേണ്ട, ഒറ്റൊരുത്തന്റെ മാത്രം ധൈര്യം. അവൻ ആരാ? അല്ലാഹ്. അതുകൊണ്ടല്ലേ ദുആ ചെയ്യണ്ട. രാവിലെ ദുആ ചെയ്യണേ. രാവിലെ തദ്കാറു സബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരം ചെയ്യേണ്ട ദുആകളുടെ കൂട്ടത്തിൽ ദുആ ഉണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹു റസൂൽ 3 പ്രാവശ്യം പറയാൻ മതി സുബഹിക്ക് വെച്ചിട്ട്. 3 പ്രാവശ്യം പറയണം. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമായ അല്ലാഹുവേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്നോട് ഞാൻ സഹായത്തിന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ അസ്ലിഹ് ലി ശഅനി കുല്ല, എന്റെ കാര്യങ്ങൾ നീ നേരെയാക്കി തരണം. അസ്ലിഹ് ലി ശഅനി കുല്ല, എന്റെ മുഴുവൻ കാര്യങ്ങളും നീ നേരെയാക്കി തരണം. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, കണ്ണിന്റെ പോള ചലിപ്പിക്കുന്ന ജോലി പോലും നീ എന്നെ ഏൽപ്പിക്കല്ലേ അല്ലാഹ്, നീ തന്നെ ചലിപ്പിച്ചേരണേ അല്ലാഹ്. എത്ര നല്ല ദുആണ് ആലോചിച്ചിട്ട്. കാര്യങ്ങളെല്ലാം ജാമിയും മാനിയുമായ ദുആ. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ളവരെ, ഇൻഷാ അല്ലാഹ് ആ രീതിയിൽ മാനസികമായിട്ട് ഒരുങ്ങണം. പിന്നെ മദീന മുനവ്വറയിൽ നമ്മൾ ചെയ്യേണ്ട ജോലി 1-2 കാര്യങ്ങൾ പറയാനായിരുന്നു ഉദ്ദേശം. ഒന്ന്, രാവിലെയും വൈകുന്നേരം ചെയ്യേണ്ട ദിക്ർ തസ്ബീഹാത്തുകൾ മദീനയിൽ നിന്ന് ശീലിക്കണം. മരിക്കുന്നത് വരെ ചെയ്യേണ്ട ഒരു ജോലിയാ. ഈമാനെ നിലനിർത്താൻ, ഈമാന് കൊടുക്കേണ്ട വളം, ഈമാന് കൊടുക്കേണ്ട വെള്ളം, അതൊക്കെ രാവിലെയും വൈകുന്നേരം ചെയ്യേണ്ട ദുആക്കളും ദിക്റുകളുമാണ്. അത് മസ്ജിദ് നബവി വെച്ച് ചെയ്ത് ശീലിക്കണം. അതേപോലെ തന്നെ ദുആകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും വേണം. നിസ്കാരം മനോഹരമായിരിക്കണം. ഖുശൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഖുശൂവോടെ ഇരിക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മണ്ണാങ്കട്ട. ഖുശൂവിന് ഭയഭക്തി എന്നൊന്നും അർത്ഥമില്ല. ഖുശൂ എന്നതിന് നമ്മൾ തെറ്റായൊരു അർത്ഥം വെക്കാറുണ്ട്, ഭയഭക്തി എന്നും അല്ല. ഖുശൂ എന്ന വാക്കിന്റെ അർത്ഥം അച്ചടക്കം എന്നാണ്, അടങ്ങി ഒതുങ്ങുക എന്നാണ്. ഖശഅത്തിൽ അസ്വാത്തുൽ ഹയ്യിൽ ഖയ്യൂം എന്ന് പറഞ്ഞിട്ട്, ഹയ്യും ഖയ്യൂമായ അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാ ശബ്ദങ്ങളും അടങ്ങി എന്ന വാക്കിന്റെ അർത്ഥം ഖശഅത്തിൽ അസ്വാത്ത്. അപ്പൊ ഖുശൂ എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തോടെ നിസ്കരിക്കണം, മനോഹരമാക്കണം നിസ്കാരം, കൈവെക്കേണ്ടയിടത്ത് കൈവെക്കണം. നിസ്കാരത്തിന്റെ പാർട്സുകൾക്ക് തേമാനം സംഭവിക്കാൻ പാടില്ല. ആരെപ്പോലെ നിസ്കരിക്കണം? പുതിയ ഡ്രൈവർ പോലെ നിസ്കരിക്കണം. നിസ്കരിക്കുന്ന കണ്ടാൽ പുതിയ ഡ്രൈവറും പഴയ ഡ്രൈവറും നമ്മുടെ വ്യത്യാസം അറിയാമോ? പുതിയ ഡ്രൈവർ മടക്കി കുത്തയച്ച് കയറി ഇരുന്ന് ചെരുപ്പൻ്റെ അയച്ചു വെച്ച് സ്റ്റാർട്ട് ചെയ്ത് 2 കൈ കൊണ്ട് സ്റ്റെയറിംഗ് പിടിച്ച് എന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് സ്റ്റെയറിംഗ് ഗിയർ ഫസ്റ്റിലാക്കിയിട്ട്
മെല്ലെ ക്ലച്ചങ്ങ് വിട്ട് ആക്സിലേറ്റർ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഓടിക്കും അല്ലെ. കാണുമ്പോൾ തന്നെ അറിയാം ഇന്നലെങ്ങാനം പഠിച്ചതാണെന്ന് അല്ലേ. അങ്ങനെ അവൻ വണ്ടി ഓടിക്കാം. പഴയ ഡ്രൈവറോ മടക്കി കുത്തും കുത്തി ഷൂ ഇട്ട് കയറി ഇരുന്ന് അടുത്തേക്ക് സീറ്റിന് മേലെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് പോക്കാണ് കണ്ടില്ലേ. പറയുമ്പോ നിനക്ക് ഓട്ടം മനസ്സിലായിരുന്നു. അറബി പിള്ളേർ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവനെ. ഇതാണ് പഴയ ഡ്രൈവർ. നമ്മൾ നിസ്കരിക്കണം ആരെ പോലെ? പുതിയ ഡ്രൈവർ നിസ്കരിക്കുന്ന പോലെ, ഓടിക്കുന്ന പോലെ. നമ്മൾ എത്ര പഴയ ആളാണെങ്കിലും പുറത്തുനിന്ന് ഒരാൾ നോക്കി കാണുമ്പോൾ അയാൾക്ക് തോന്നണം ഇയാൾ ഇന്നലെങ്ങാനും പഠിച്ചിട്ട് നിസ്കരിക്കുന്നതെന്ന് തോന്നണം. ആ രീതി നിസ്കരിക്കണം. ഇയാൾ ഇന്നലെങ്ങാനും നിസ്കരിക്കാൻ പഠിച്ചിട്ടേ ഉള്ളൂ എന്ന് തോന്നണം. നമ്മളെന്നാ നിസ്കരിക്കുക? എന്നെ കണ്ട അങ്ങനെ തോന്നാൻ പാടില്ല. ഞാൻ 10-50 കൊല്ലം വയസ്സുള്ളവനല്ലേ, എത്ര കൊല്ലായി തുടങ്ങുന്ന പരിപാടിയാണിത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് അറിയോ? ഗ്രഹിക്കണം. എന്നുവെച്ചാല് പാഴ്സികൾക്ക് തേമാനം വരുന്നതാണ്. ഇങ്ങനെ പൊന്തിക്കേണ്ട കൈ ഇങ്ങനെ പൊന്തിയാൽ തന്നെ മനസ്സിലാക്കി വിരിച്ച് അഹങ്കാരി എന്ന് മനസ്സിലാക്കിക്കൊള്ളു. കാരണം അവൻ ജനങ്ങളുടെ മുമ്പിൽ അവൻ പഴയ സംസ്കാരക്കാരനാക്കാൻ കൈ പൊന്തൂല്ല. വാദം പിടിച്ചിട്ടല്ല, ഈ ഗുരു ഉണ്ടാ പൊന്താത്ത് അതല്ല. പഴയ നിസ്കാരക്കാരൻ അതും തോറും എന്ത് വേണം? സൂക്ഷ്മത കൂടുതൽ വേണം. കൈ ഉയർത്തുന്ന കാര്യത്തിൽ, കൈ കെട്ടുന്ന കാര്യത്തിൽ, കൈ വെക്കുന്ന കാര്യത്തിൽ. കൈ കെട്ടല്ല, കൈ വെക്കല. വദഉൽ യദൈന, വദഉൽ യദൈന എന്നാണ് കൈ വെക്കുക, കൈ കെട്ടുക. കെട്ടലാകുമ്പോഴാണ് ഇങ്ങനെല്ലാം കെട്ടും. അങ്ങനെ ഓരോ പാർട്സുകളും വേറെ വേറെ വേർതിരിച്ചെടുക്കാൻ കഴിയണം. പുട്ട് പോലെ പുട്ട് ഓരോ കഷ്ണം വേർതിരിക്കാൻ എന്താ വഴി? തേങ്ങ ഇടണം. കുറച്ചിടുക, തേങ്ങ ഇടുക, പിന്നെ കുറച്ചിടുക, തേങ്ങ ഇടുക. അപ്പം വേറെ വേറെ ആക്കും. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഒറ്റ പുട്ടാങ്ങി വരിക. ഉറക്ക കളിഞ്ഞല്ല, ഉറക്ക കളിയാൻ ചെയ്യാൻ മരുന്ന് ആവശ്യമാണ്. നല്ല ഈസിയല്ലേ. അപ്പൊ നിസ്കാരത്തിന്റെ ഓരോ പാർട്സ് എങ്ങനെയാ? അല്ലാഹു അക്ബർ കൈകെട്ടി. നമ്മുടെ നാടൻ ഭാഷ എങ്ങനെ ഇറാൻ കിട്ടാതെ പറയും പോലെ 1 സെക്കൻഡ് കാത്തിക്കണം. എന്നിട്ട് എന്ത് വേണം? ഇഫ്തിത്താഹിന്റെ ദുആ ഓതണം. 1 സെക്കൻഡ് കാത്തിക്കണം. അപ്പൊ ഓരോ ഐറ്റവും പാർട്സ് ആകുന്നുണ്ട് അല്ലേ. പാനവൽ മുസ്ലിമീൻ അങ്ങനെ എന്താണ്? ഏത് ദുആ ആണ് തിരഞ്ഞെടുക്കുന്നത്? ഏത് ദുആ തിരഞ്ഞെടുക്കുക? ഒന്നിക്ക് സുബ്ഹാനക്കല്ലാഹു വബിഹംദിക വതബാറക സ്മുക, അല്ലെങ്കിൽ അല്ലാഹു ബൈദു ബൈനി വബൈനിക, അല്ലെങ്കിൽ വജ്ഹതു വജ്ഹല്ലദി. ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? തിരഞ്ഞെടുക്കുക. എന്നിട്ട് അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. 1 സെക്കൻഡ് ഇസ്തിആദത്ത് കഴിഞ്ഞു. അതിന്റെ ഷോർട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം 1 സെക്കൻഡ് നിൽക്കുക. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലല്ലാലീൻ. അതുവരെ വണ്ടി ഓടുക. 1 സെക്കൻഡ് നിൽക്കുക. എന്നിട്ട് ആമീൻ 1 സെക്കൻഡ് നിൽക്കുക. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ. എന്നിട്ട് അവസാനം ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. 1 സെക്കൻഡ് നിൽക്കുക. എന്നിട്ട് അല്ലാഹു അക്ബർ റുകൂയിലേക്ക് പോവുക. ഇങ്ങനെ നിസ്കാരത്തിന്റെ ഓരോ പാർട്സുകളും വേറെ വേറെ പെറുക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ നിസ്കരിക്കണം. അതാണ് ഖുശൂ. അതാണ് നിസ്കാരത്തിന്റെ അച്ചടക്കം. ഇപ്പൊ ഖുശൂ എന്ന് പറഞ്ഞാൽ ഭയഭക്തി തോന്നിപ്പോകരുത്. ഖുശൂ എന്ന് പറഞ്ഞാൽ അച്ചടക്കം എന്നാണ് അർത്ഥം. എന്നുള്ളതാണ് ഭയഭക്തി. ഭയഭക്തി. അച്ചടക്കം, ഖുശൂ. ആ രീതിയിൽ വേണം നിസ്കരിക്കാൻ. അതുകൊണ്ട് അങ്ങനെ തന്നെ നിസ്കരിച്ച് അങ്ങനെ പഠിക്കണം. ഓരോ അവയവങ്ങളും വെക്കേണ്ട സ്ഥാനത്ത് വെക്കാൻ ശ്രദ്ധിച്ച്. അവർ പലരും ചോദിക്കാറുണ്ട്, ഉസ്താദേ നിസ്കരിക്കുമ്പോൾ പല ശ്രദ്ധയും മനസ്സിലേക്ക് വരുന്നു, പല ഓർമ്മ മനസ്സിലേക്ക് വരുന്നു എന്നോ. എന്തുകൊണ്ടാണ് മനസ്സിലേക്ക് വരുന്നത്? നാം ചെയ്യുന്ന പ്രവൃത്തികളെ പറ്റി നാം ബോധവാന്മാരല്ല. അതുകൊണ്ടാണ് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ജോലി ചെയ്താൽ വേറെ ഒന്നും ശ്രദ്ധിക്കുമ്പോൾ വരില്ല. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള തെളിവാണ് വേറെന്തോ ചിന്ത വരുന്നുള്ളത്. നമ്മൾ ഓരോ പാർട്സുകളെ പറ്റി ആലോചിച്ച് ചെയ്തു നോക്കിയാൽ ഒരു ശ്രദ്ധയും വരില്ല നിസ്കാരത്തിൽ. ഒരു ചിന്തയും വരില്ല. നമ്മൾ നിസ്കാരം ഞാൻ ചോദിക്കട്ടെ, ഒരു ആശാരി ഈ കസേന്റെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അയാൾ ഭയങ്കര സൂക്ഷ്മമായിട്ട് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അയാളൊരു ബോബപ്രദം പൊട്ടിയാൽ അയാൾ അറിയില്ല. നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കും പോലച്ചിറക്കം പൊട്ടിയാൽ മതി, അപ്പം നമ്മൾ അറിയും. എന്തുകൊണ്ടാ കാര്യം? നമ്മൾ ഇതിനെപ്പറ്റി ബോധവാനല്ല. നമ്മളിത് കമ്പ്യൂട്ടറൈസ്ഡ് നിസ്കാരമാണ്. പണ്ടെന്നോ ഫീഡ് ചെയ്ത് വെച്ച് സ്വിച്ചിടുമ്പോൾ പാടുന്നതാണ്. അത് നമ്മൾ ഓർത്തിട്ടില്ലെങ്കിൽ മഗ്‌രിബ് 3 റക്അത്ത് നമ്മുടെ ശരീരം നിസ്കരിച്ചോളൂ. കാരണം നമ്മുടെ ശരീരത്തിന് നമ്മൾ ശീലിപ്പിച്ചതാണ് ശരീരം ചെയ്യുന്നത്.
സുബഹി 2 റക്അത്താണ്ട് ഓർമ്മയില്ലാണ്ട് ആരെങ്കിലും 4 റക്അത്തേക്ക് ചോദിച്ചിട്ടില്ല. 2 റക്അത്ത് ഓട്ടോമാറ്റിക്കലി നിസ്കരിക്കും. കാരണം ശരീരത്തെ പരിശീലിപ്പിച്ചതാണ് ശരീരം ചെയ്യുന്നത്. നമ്മൾ ഈ പരിശീലിപ്പിച്ചത് ചെയ്തതല്ലാതെ നമ്മൾ ഇതുവരെ മനഃപൂർവ്വം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കാര്യങ്ങൾ മറ്റുള്ള ചിന്തകൾ വരുന്നത്. അതുകൊണ്ട് കൈകെട്ടി നിന്നിട്ട് നമ്മൾ ഓരോ പ്രവൃത്തി, ഞാൻ ചോദിക്കട്ടെ, അത്തഹിയ്യാത്തിൽ എന്തിനാണ് വിരൽ നീട്ടാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്? വിരൽ നീട്ടിട്ട് ചെറിയ ചലിപ്പിക്കണം വിരല്, എന്നിട്ട് ആ വിരലിന്റെ മേലേക്ക് നോക്കണം. നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ മനസ്സ് വേറെ ഒരു വഴിക്കും പോവില്ല, മനസ്സ് അവിടെ കിടക്കും. ഇത് നമ്മള് എന്ത് പറയാനാ, അവിടെ പറ്റില്ല. നമ്മൾ പിള്ളേർ പഠിക്കുന്ന പോലെ സ്കെച്ച് പഠിക്കണം, ചെയ്യുമല്ലോ ഇൻഷാ അല്ലാഹ്. ഈ രീതിയിൽ ഹജ്ജിന് വേണ്ടിയിട്ട് നാം തയ്യാറെടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ്, അതിനു മുമ്പായിട്ട് മറ്റൊരു കാര്യം കൂടി. എന്താണ് മറ്റൊരു കാര്യം? നമുക്ക് മദീന മുനവ്വറയിൽ ചില സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടതുണ്ട്. അതിൽ ചിലത് ഇബാദത്തിന്റെ യാത്രയാണ്, ചിലത് ആദത്തിന്റെ യാത്രയാണ്. മദീന മുനവ്വറയിൽ സിയാറത്തും മറ്റു പല സ്ഥലത്തും പോകുമല്ലോ. അതിൽ ചിലത് ഇബാദത്തിന്റെ യാത്രയാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ? മാ ഖാലല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ് വആസാറു സഹാബ. അള്ളാഹ് പറഞ്ഞത്, അള്ളാഹ് റസൂല് പറഞ്ഞത്, സഹാബാക്കൾ ചെയ്ത് കാണിച്ചെന്നത്. അതിന്റെ അപ്പുറത്ത് വേറെ തെളിവ് നമുക്കില്ല. അപ്പൊ ഇബാദത്താകണമെങ്കിൽ ഈ 3 രേഖ അനുസരിച്ചാകണം. അല്ലെങ്കിൽ പിന്നെ ആദത്താവും. ചില കാര്യങ്ങൾ ആദത്താക്കാം, സമ്പ്രദായം. വിദേഹത്ത് എന്ന് പറഞ്ഞ് ചെയ്തുകൂടാ, ഇബാദത്തിൽ പെടുകയും ചെയ്യില്ല. അത് ചില കാര്യങ്ങൾ. ഉദാഹരണത്തിന് പിന്നെ ഹിറാ പർവ്വതം കാണാൻ വേണ്ടി പോയൊരാള്, ഹിറാ പർവ്വതം കാണാൻ വേണ്ടി പോയൊരാൾ, അയാൾ ആ മലയൊന്ന് കണ്ടാൽ തിരക്കുള്ള ആൾക്കൊക്കെ പോകുന്നതാണെങ്കിൽ ആദത്തായി. അത് ഹജ്ജിന്റെ ഭാഗമാണ്, പുണ്യമാണെന്ന് കരുതിയിട്ട് പോയാൽ വിദേഹത്വമായി. കാരണം അതിൽ സഹാബിയില്ല, ഇബാദത്തുള്ളവരൊക്കെ പോയിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആദത്ത്. ഇതേപോലെ മദീന മുനവ്വറയിലും ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച രാവിലെ, ഇന്ന് ശനി, ഞാൻ തിങ്കളാഴ്ച രാവിലെ, കാരണം ചൊവ്വാഴ്ച നമ്മളടുത്ത് പിന്നെ മക്കത്തേക്ക് പോകുന്ന ചില സുഹൃത്തുക്കളും കൂടി ഉണ്ട്. അപ്പൊ തിങ്കളാഴ്ച രാവിലെ സുബഹി നിസ്കരിച്ച ഉടനെ തന്നെ ആ യാത്രക്ക് വേണ്ടി പോകും. അതില് 1-2-3 കാര്യങ്ങളുള്ളത് ഇബാദത്താണ്. ഒന്ന് ഇബാദത്ത് എന്താണ്? മസ്ജിദ് ഖുബാ പള്ളി. ആ പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കൽ ഇബാദത്താണ്. എന്തുകൊണ്ട്? അഷ്റഫുൽ ഖൽഖായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. റസൂൽ തങ്ങൾ പറഞ്ഞു, വീട്ടിൽ നിന്ന് ഉളു ഉണ്ടാക്കി ഉളോടുകൂടി നിങ്ങൾ വണ്ടിയിലോ കാൽനടയായോ മസ്ജിദ് ഖുബായിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ അയാൾ പൂർണ്ണമായ ഒരു ഉംറ നിർവഹിച്ചത്, എന്റെ ഒന്നിച്ചൊരു ഉംറ നിർവഹിച്ചതുപോലെയായി എന്ന് പറഞ്ഞു. അപ്പൊ ഇബാദത്തായി, യാത്ര ഇബാദത്തായി. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ ഇടക്കിടക്ക് ഉഹുദിൽ ചെന്ന് സലാം പറയുമായിരുന്നു ശുഹദാക്കൾക്ക്. ഉഹുദിലെ ശുഹദാക്കൾക്ക് നബി തങ്ങൾ ചെന്ന് സലാം പറയുമായിരുന്നു. അപ്പൊ അത് ഇബാദത്തായി, സലാം പറയൽ. നേരെ മറിച്ച് ശുഹദാക്കളിൽ നിന്ന് സംതിങ് ഇങ്ങോട്ടടിക്കാൻ പോക്കോ ശിർക്കിലേക്ക് പോകുന്ന കാര്യങ്ങൾ വളരെ, ഞാൻ പറഞ്ഞല്ലോ, റേഡിയോ സ്റ്റേഷൻ പിടിക്കുന്ന മാതിരി ആയിരിക്കണം നമ്മൾ ഇബാദത്തുകൾ. ഇങ്ങോട്ട് പോയാൽ വേറെ സ്റ്റേഷനിലേക്ക് പോകും, അങ്ങോട്ട് പോയാൽ അപ്പുറത്തെ സ്റ്റേഷനിലേക്ക് പോകും. അന്ന് പിടിച്ചെങ്കിൽ ആ സ്റ്റേഷൻ. പിന്നെ മൂന്നാമത്തത് ജന്നത്തുൽ ബഖീയിൽ റസൂലുള്ളാഹി തങ്ങൾ പോകുമായിരുന്നു. സലാം പറയും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. ഒരു ഷോർട്ട് ദുആ അല്ലാഹു റസൂൽ പഠിപ്പിച്ചത് എന്താണ്? അസ്അലുല്ലാഹ ലീ വലക്കുമുൽ ആഫിയ. അപ്പൊ ജന്നത്തുൽ ബഖീയാണ് റൗദന്റെ അപ്പുറം കാണുന്ന മതിൽക്കെട്ടിനുള്ളിൽ. അത് രാവിലെ സുബഹി കഴിഞ്ഞിട്ട് 1 മണിക്കൂർ, അസ്ർ കഴിഞ്ഞിട്ട് 1 മണിക്കൂർ തുറക്കും. പെണ്ണുങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ പ്രവേശനമില്ല, ആണുങ്ങൾക്ക് പ്രവേശനമുണ്ട്. അവിടെ പോയി ചെന്ന് കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ബഖീ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. സലാം. ഹോ ബഖീന്റെ അഹ്ലുകാരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. അല്ലാഹ് വീടുക വെച്ചെങ്കിൽ നമ്മളും നിങ്ങളോടൊപ്പം ചേരും. നല്ല ഇഖ്ലാസോടെ പറയും, ചിലപ്പോൾ ചേർക്കും അല്ലാഹു തആല. ബഖീ ഒരു സുപ്ര പോലെയാണെന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ. സുപ്ര നിറയുമ്പോൾ അത് സ്വർഗത്തിൽ കൊണ്ടുപോയി തട്ടും. ഇപ്പം നിറഞ്ഞു. ഇപ്പം ഷറായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മയ്യത്ത് കൊണ്ടുപോകുന്നത്, ഇവിടെ അടക്കില്ല. അല്ലാതെ മക്കത്താണ്, ഇവിടെ അടക്കല്ല. ഇവിടെ തന്നെ ജനത്തുൽ ബഖീ തന്നെയാണ്. മക്കയില് ഷറായിലാണ് അടക്കൽ, ജനത്തുൽ മുഹല്ലയിൽ അടക്കാറില്ല. ഇവിടുത്തെ മയ്യത്ത് ഇവിടെ തന്നെയാണ് അടക്കുക. കാണാം, വൈകുന്നേരം പോയി കഴിഞ്ഞാൽ ആ സമയത്ത് മയ്യത്ത് വന്നാൽ അടക്കുന്നത് കാണാം. അങ്ങനെ ലാസ്റ്റ് കബറിന്റെ രീതിയൊക്കെ ഈ അഫ്ഗാനിസ്ഥാനിൽ കബറ് കുഴിക്കും, പോലീസുകാരൻ വിടൂല. വെറുതെ കുഴിച്ച് വെച്ച കബറുണ്ട് കുറെ, നമുക്കും പോയിട്ട് ഇങ്ങനെ കുഴിക്കാം. പിന്നെ എല്ലാവരും കൂടി കുഴിക്കാൻ മെനക്കെട്ടതിനൊന്നും അവിടെ പോലീസുകാരൻ അങ്ങോട്ട് അടുപ്പിക്കൂല. അതുകൊണ്ട് സലാം പറയും. അവിടെയാണ് ആരുള്ളത്? ബഹുമാനപ്പെട്ട ആയിഷത്തു സിദ്ദീഖ അടക്കം 9 ഭാര്യമാർ, അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട പിന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹലീമ ബീവി, അതേപോലെ അഷ്റഫുൽ ഖൽഖിന്റെ പൊന്നുമോള് ഫാത്തിമത്തു സഹ്റ, അതേപോലെ പേരപ്പെട്ട ഏതാണ്ട് 14,000-15,000 സഹാബാക്കൾ ജന്നത്തുൽ ബഖീലുണ്ട്. അബൂബക്കർ സിദ്ദീഖും ഉമർ ഫാറൂഖും ഉള്ളത് അഷ്റഫുൽ ഖൽഖോടൊപ്പം, അലി അള്ളാഹുവിനുള്ളത് കൂഫയിലാണ്.
മൊത്തത്തിൽ അഹിൽ ബക്കീന് അത് ഇന്ന ഖബർ എന്നൊന്നും രേഖയില്ല. അതെല്ലാം പേർഷ്യക്കാരുടെ കയ്യിലേക്ക് ഇസ്ലാമിന്റെ ഭരണം വന്നപ്പോൾ അവർ ഇറാനികളാണ് ഖബർ ഏതാണ്ട് സുമാറ് വെച്ചിട്ട് ഇന്നതെന്നൊക്കെ അടയാളപ്പെടുത്തുകയും സ്കെച്ച് ഉണ്ടാക്കുകയും ചെയ്തു. കാരണം സഹബാക്കളെ കാലഘട്ടത്തിൽ ഖബർ കൊണ്ട് കളിയില്ല. നമ്മൾ ആ കളി ഇപ്പോഴാണ് ഖബർ കളി. അങ്ങനെ മക്കാബിറുകളും മആബിദുകളും ഉമ്മത്തിന് രണ്ടാണ്. മക്കാബിറുകൾ ഒരു ഭാഗത്താണ്, മആബിദുകൾ ഇബാദത്ത് എടുക്കേണ്ട സ്ഥലം. ഒരു കാരണവശാലും മക്കാബിറുകൾ മആബിദുകളായിക്കൂടാ. അതുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഖബർസ്ഥാൻ ഒരിക്കലും പള്ളിന്റെ പരിസരത്തല്ല, പള്ളിക്ക് ദൂരെയാണ്. തങ്ങളുടെ കാലത്തോട് മസ്ജിദ് നബവി ചരിത്രം ഞാൻ പിന്നീട് പറഞ്ഞത്, യാത്രയിലെങ്ങാനും പറഞ്ഞത്. ഈ മസ്ജിദ് നബവി ഇവിടെ രണ്ട് എത്തിമക്കളെ സ്വത്താണ്. സഹീൽ സുഹൈൽ എന്ന് പറഞ്ഞ രണ്ട് എത്തിമക്കളെ മുതലാണ്. അതാണ് റസൂൽ അത് വില കൊടുത്ത് വാങ്ങിയവരോട്. അവർ ഫ്രീ കൊടുക്കാന്ന് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. പൈസ കൊടുത്താൽ പൈസക്കാന്നെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പൈസക്കാന്നെങ്കിലേ പറ്റും. നമ്മളെ ഏതെങ്കിലും കുഞ്ഞിരാമൻ പള്ളിയെടുത്തുണ്ടോ എന്ന് കാത്തു വെക്കും. നമ്മള് ഏതെങ്കിലും കുഞ്ഞിരാമനും നമ്പ്യാനും പള്ളിയെടുത്ത് തരുമെന്ന് കാത്തിരിക്കും. ഉളുപ്പുണ്ടോ ഈ ഉമ്മത്തിന് കുഞ്ഞിരാമന്റെ പള്ളിയിൽ ഇരിക്കാൻ? ഈ ഉമ്മത്തിന്റെ അവസാനത്തവനും മരിച്ചു തീർന്നോ? ഈ ഉമ്മത്തിലെ പണക്കാരനും നശിച്ചു തീർന്നോ? ഈ ഉമ്മത്തിലെ അവസാനത്തെ മുസ്ലിമും മരിച്ചു തീർന്നോ? നമ്പ്യാരെ കൊണ്ട് പള്ളിയെടുപ്പിച്ച് സംസ്കരിക്കാൻ? നാണക്കേടല്ലേ ഈ സമുദായത്തിന്? അള്ളാനെ കളിയാക്കലല്ലേ അത്? ഒരു മുശ്രിക്കായ ഒരുത്തൻ പള്ളിയെടുത്ത് തന്നാ പള്ളി സംസ്കാരം ശരിയാകോ? കാരണം അവൻ വഖഫ് ചെയ്യണ്ടേ? ഒരു മുശ്രിക്കിന്റെ വഖഫ് സഹിയാകോ? വഖഫ് സഹിയാകണമെങ്കിൽ ഇസ്ലാമിയത്ത് ഷർത്തല്ലേ? പിന്നെ എങ്ങനെയാ നമ്പ്യാരെടുത്ത പള്ളി വഖഫാകുക? 1.5 കോടി ഉറുപ്പ ചെലവാക്കി നമ്പ്യാര് പള്ളിയെടുത്തു പോലും. എന്നിട്ട് നേതാക്കന്മാരും പണ്ഡിതന്മാരും പോയിട്ട് ഉദ്ഘാടനം ചെയ്തു പോലും. ഏതാ വകുപ്പ് ഓർക്കുന്നുണ്ടോ? വ്യക്തമാക്കുന്നില്ല ഞാൻ ഇപ്പൊ മദീനത്തുനിന്ന്. ഇതാണ് ഈ ഉമ്മത്തിന്റെ തലവരാന്ന് വേണമെങ്കിൽ പറയാം. നമ്പ്യാര് പള്ളിയെടുത്തിട്ട് നിൽക്കിരിക്കല്. അള്ളാഹു റസൂൽ പറഞ്ഞു, സഹിലോടും സുഹൈലോടും വേണ്ട, പൈസക്ക് വരുമെങ്കിൽ മാത്രം മതി, ഫ്രീ ആയിട്ട് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സഹിലും സുഹൈലിനും പൈസ കൊടുത്ത് ഈ സ്ഥലം വാങ്ങി. പഴയ ഖബർസ്ഥാനായിരുന്നു, പഴയ ആൾക്കാരെ കുഴിച്ചിട്ട ഖബറുണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽക്ക് എന്ത് ചെയ്യുന്നു? ആ ഖബറുകൾ മുഴുവൻ അവിടെ തോണ്ടി. ആ ഖബറുകൾ കംപ്ലീറ്റ് തോണ്ടിയിട്ട് അതിന്റെ എല്ലും കൊട്ടും എല്ലാം കാട്ടിക്കൊണ്ട് പോയിട്ട് അടക്കി. എന്നിട്ട് അഷ്റഫുൽ ഖൽക്ക് പള്ളി ഉണ്ടാക്കി ഒരു ഖബർസ്ഥാൻ വേണം. ആ ഖബർസ്ഥാനിന് വേണ്ടി എടുത്താണ് ജന്നത്തുൽ ബഖീ. ഈ ബഖീ എന്ന് പറഞ്ഞ സ്ഥലം, ബഖീഉൽ ഖർഖദ്, ഒരുതരം പുല്ല് മുളക്കുന്ന മൈതാനമാണ്. ബഖീഉൽ ഖർഖദ് പറയും, ഒരുതരം പുല്ല് മുളക്കുന്ന മൈതാനമാണ്. അതിലൊരു പാർട്ടി ഖബറാക്കി, വേറൊരു പാർട്ടി ഈദ്ഗാഹാക്കി. ഒരു പാർട്ടി ഈദ്ഗാഹാക്കി പെരുന്നാൾ നിൽക്കിരിക്കാൻ. പിന്നെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു വിജനമായ സ്ഥലം. അവിടെ സഹാബാക്കൾ ചിലർ പോയിട്ട് വെളുക്കിരിക്കുമായിരുന്നു. അന്നത്തെ കാലാവസ്ഥ ഇന്നത്തെ ഭാഗത്ത് കാണരുത്, നമ്മൾ അന്നത്തെ കാലം കാണണം. വിളിക്ക് ഒരു സഹാബി പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ ളുഹ്ർ നിസ്കാരത്തിന് വേണ്ടി രാവിലെ ഉച്ചക്ക് ളുഹ്ർ നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിച്ച് കൈകെട്ടിയാൽ ഞങ്ങള് റുക്കത്തിൽ ചെന്നിട്ട് ആവശ്യം പൂർത്തിയാക്കി ഉളു ഉണ്ടാക്കി വരുമ്പോഴും ആയിത്തരക്കാത്ത് തീർന്നിട്ടുണ്ടാവില്ല. അത്ര നീട്ടം നൽകാൻ ളുഹ്ർ നിസ്കാരം അത്രമാത്രം നീട്ടും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റുക്കത്തിൽ പോയ ആവശ്യം. അപ്പൊ ആ സ്ഥലമാണ്. അപ്പൊ പള്ളിന്റെ അടുത്ത് ഖബർ എന്നുള്ളത് ഇസ്ലാം ഇല്ലാത്ത അമുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ വന്നപ്പോൾ ഉണ്ടായ സമ്പ്രദായമാണ്. ഇന്ത്യ പോലെ മുസ്ലിം രാജ്യത്തിൽ ഇസ്ലാം വന്നപ്പോൾ ഒരു പള്ളി ഉണ്ടാക്കും, ഖബറടക്കാൻ വേണ്ടി തൊട്ടടുത്ത ഒരു സ്ഥലം ഉണ്ടാക്കും. ഇല്ല, ഒരിക്കലും ഇല്ല. പള്ളിന്റെ അടുത്ത് ഖബർ ഇല്ല മുസ്ലിമീങ്ങൾക്ക്. മക്കാബിർ വേറെ, മആബിദ് വേറെ. നമ്മൾ മക്കാബിർ ഉണ്ടെങ്കിലേ പള്ളിക്ക് രസമുള്ളൂ. അതെ, ഖബറുള്ള പള്ളിക്കേ ഉള്ളൂ ഇച്ചിരി അഴക്. ഖബറില്ലാത്ത പള്ളിയാണെങ്കിൽ കാലുകാൻ ഓരംഗം കൂടി ഉണ്ടാവില്ല, മുസല്ലി ഉണ്ടാവില്ല. ഇതൊക്കെ എന്ത് പറയാനാ, ഇരിക്കട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ആ രീതിയിൽ നമ്മൾ ഈ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഒരുങ്ങണം. അപ്പൊ മസ്ജിദുൽ ഖുബായിൽ ചെല്ലണം. അത് തിങ്കളാഴ്ച രാവിലെ പോകും, 2 റക്അത്ത് നിസ്കരിക്കണം. ജന്നത്തുൽ ബഖീൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ സ്വൈരത്തിൽ പോയിക്കൊള്ളണം. വൈകുന്നേരം മരത്ത് നിസ്കരിച്ചിട്ട് അങ്ങോട്ട് കടന്നാൽ മതി. നമുക്ക് എളുപ്പമുണ്ട്, നമ്മൾ ഈ ഭാഗത്തായതുകൊണ്ട് അങ്ങനെയുള്ളതല്ല. അപ്പം അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ബഖീ ഇന്നാ ഇൻഷാ അല്ലാഹു ലക്കും ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലീ വലക്കും അൽ ആഫിയ. അത്രയുള്ള കാര്യം, ഖബറിന്റെ അടുത്ത് അത്രയുള്ള കാര്യം. ബാക്കിയുള്ളെല്ലാം പള്ളിക്ക് 2 റക്അത്ത് നിസ്കരിച്ചു. ഈ ഖബറിന്റെ അടുത്ത് നിന്ന് ദുആ ചെയ്താലേ നമുക്ക് റാഹത്താവുള്ളൂ. കാരണം എന്നാലേ ശൈത്താൻ ഉണ്ടാകത്താവുള്ളൂ. ശൈത്താന് ബുദ്ധിമുട്ട് ഉമ്മത്ത് പള്ളിയിൽ നിന്ന് തുറക്കലാണ്. അതുകൊണ്ട് പള്ളിയിൽ നിന്ന് തുറക്കാൻ പെടൂല. ശൈത്താൻ പള്ളിയിൽ നിന്ന് തുറക്കാൻ പെടില്ല ഉമ്മത്തിന്. ഇങ്ങനത്തെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് അത് തുറക്കാൻ പെടുള്ളൂ. പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യും. കാരണം അള്ളാന്റെ വീട് പള്ളിയാണ്. അവിടെയാണ് അള്ളാഹിനോട് പറയാൻ എളുപ്പം. അള്ളാന്റെ വീട്ടുകാരനായിക്കൊണ്ട് ദുആ ചെയ്യുക, അള്ളാന്റെ വീട്ടുകാരനായിക്കൊണ്ട് ദുആ ചെയ്യുക, അത് ശീലിക്കുക. പിന്നെ നമുക്ക് ഉഹദിലേക്ക് ആ യാത്രയിൽ പോകും. അവിടെ സയ്യിദുൽ ശുഹദാ ഹംദത്തുൽ കറാർ അമ്മുൽ മുസ്തഫ ഹംദത്തുൽ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല ഹംദ റളിയല്ലാഹുവിന്റെ ഷഹീദായ 70 പേര്, അതിൽ ഭൂരിഭാഗം ആളും അവിടെ അടക്കി, ബാക്കിയുള്ളവരെ ഈ ജന്നത്തുൽ ബഖീലും അടക്കി. അതിൽ ബഹുമാനപ്പെട്ട ശുഹദാക്കളെ നേതാവെന്ന് അഷ്റഫുൽ ഖൽക്ക് വിശേഷിപ്പിച്ചത് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെയാ. നമുക്ക് അവരോടും സലാം പറയണം. അസ്സലാമു അലൈക്കും യാ ഹംദത്തുൽ കറാർ യാ സയ്യിദുൽ ശുഹദാ, അസ്സലാമു അലൈക്കും യാ ശുഹദാ ഉഹദ്
ഇന്ന ഇൻഷാഅല്ലാഹു ബിക്കും ലാഹിഖൂൻ അൻതും ലനാ സലഫ് വനഹ്നു ലക്കും ഖലഫ് നസ്അലുല്ലാഹ ലീ വലക്കും അൽആഫിയ. അപ്പോൾ നമ്മൾ ചോദിക്കും, അവർക്ക് വേണ്ടി നമ്മൾ ചോദിക്കാൻ നമുക്കെന്താ യോഗ്യത? നമ്മൾ അവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാനല്ലാതെ നമ്മൾ ഔലിയാക്കന്മാർക്ക് അവർ ചേർത്താൻ വേണ്ടി ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാനോ അങ്ങനെ ഇങ്ങോട്ട് വാങ്ങാനോ? മിക്കവാറും അങ്ങനെ ഇങ്ങോട്ട് വാങ്ങാനാ, അല്ല അങ്ങോട്ട് കൊടുക്കേ. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, നമ്മൾ എന്ത് കൊടുക്കാനാ? നമ്മൾ പാപികൾ, ദോഷികൾ. അങ്ങനെയാണ് എങ്കിൽ അസ്റഫുൽ ഖൽഖിന് വേണ്ടി ചോദിക്കാൻ നമുക്ക് എന്താണ് യോഗ്യത? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫദീല. തങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നത് എന്താ യോഗ്യത? ഔലിയാക്കന്മാർക്ക് ചോദിക്കില്ലെങ്കിൽ പിന്നെ നബിക്ക് ചോദിക്കാനാണ് നമുക്ക് യോഗ്യത? നമ്മൾ ചോദിച്ചിട്ടുണ്ട് നബി തങ്ങൾ രക്ഷപ്പെടാൻ. എന്റെ ബഹുമാനമുള്ളവരെ, നബിതങ്ങൾക്ക് വേണ്ടി ചോദിക്കും. നേട്ടം എന്റെ നബിക്ക് വേണ്ടി ചോദിച്ചവനാണ് ഇവൻ, ഇവനിക്കിരിക്കട്ടെ, അതെന്ന് അള്ളാഹ് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണത്. ഇതേപോലെ ഔലിയാക്കന്മാർക്ക് വേണ്ടിയിട്ട് ചോദിക്കും. അപ്പൊ എന്റെ വലിയന് വേണ്ടി ചോദിച്ചവനാണ് ഇവൻ, അവനിക്കിരിക്കട്ടെ കാര്യങ്ങൾ അള്ളാഹ് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണത്. ഇത് നമ്മൾ നേരെ തിരിച്ചിട്ട് അവിടെ നിന്ന് നോക്കല്ലേ. അപ്പൊ അന്ന് കൈ വിട്ടു. ഓ എന്നാ ശരി, നീ വാങ്ങാൻ വന്നല്ലേ, എന്നാ വാങ്ങിക്കോ, ഞാൻ പോവാ. അവിടെ നിന്ന് കിട്ടൂല, അള്ളാഹ് കിട്ടൂല, കുടുങ്ങിയില്ലേ? ഇതാണ് കാര്യം. പിന്നെയുള്ള ചില യാത്ര പിന്നെ ഇങ്ങോട്ട, പിന്നെ ഒന്ന് മസ്ജിദുൽ കിബിലത്തൈൻ, 2 കിബിലയുള്ള പള്ളി. അതിന് ഇബാദത്തുമായി ബന്ധപ്പെട്ട പള്ളിയല്ല, അത് കാഴ്ചക്ക് മാത്രം. അത് 2 കിബില. ഇവിടെ നിന്നാണ് കിബില. മസ്ജിദ് പിന്നെ ഫലസ്തീനിലേക്ക് തിരിഞ്ഞു നിസ്കാരം കഅബത്തിലേക്ക് തിരിഞ്ഞു നിൽക്കാനുള്ള ആയത്തിറങ്ങിയത് ഈ മദീനത്തിൽ വെച്ചാണ് ആ നിയമം വന്നത്. അന്ന് ഈ മസ്ജിദുൻ നബവിയിൽ വെച്ച് രാത്രി ആയത്തിറങ്ങി. റസൂലുള്ളാഹി തങ്ങൾ സുബ്ഹി നിസ്കാരത്തിൽ കിബിലക്ക് നേരെ തിരിഞ്ഞു നിസ്കരിച്ചു. ആ വിവരം ആ ഭാഗത്ത് താമസിക്കുന്ന സഹബാക്കൾ അറിഞ്ഞില്ല. ളുഹറിന്റെ സമയത്ത് അവർ കഅബത്തിന്റെ നേരെ മക്കത്തേക്ക് തിരിഞ്ഞു നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുന്ന് ളുഹർ നിസ്കരിച്ചിട്ട് അവിടെ ചെന്ന ഗ്രാമവാസി അവരോട് പറഞ്ഞു, ജനങ്ങളെ അറിഞ്ഞുകൊള്ളുക, കിബില മാറിയിരിക്കുന്നു, കഅബത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം. ആ നിസ്കാരത്തിൽ 2 റക്അത്ത് പൂർത്തിയായപ്പോഴാണ് അവര് കേൾക്കുന്നത്. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുക, അവിടെ തന്നെ ഇമാമും അടക്കം ഒരു ദൗറാൻ ചെയ്തു, ചുറ്റി നേരെ എബൌട്ടായിട്ട് ചുറ്റി. ഇങ്ങനെ എബൌട്ടായിട്ടല്ല, നേരെ ചുറ്റി. ഇമാം ഇങ്ങനെ ചുറ്റി, പിറകു മുമ്പിലാൻ പാടില്ലല്ലോ. ഇമാമും ചുറ്റി, പിറകിലൂടെ മൗമിങ്ങളും ചുറ്റി, ദൗറാൻ ചെയ്തു. എന്നിട്ട് നേരെ കഅബത്തിന്. അപ്പൊ 2 കിബിലക്ക് നേരെ ഒരേ നിസ്കാരം നിർവഹിച്ചു എന്നതാണ് ആ പള്ളിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇനി മസ്ജിദുൽ കിബിലത്തൈൻ എന്നർത്ഥം. അവിടെ പ്രത്യേക നിസ്കാരങ്ങളൊന്നും ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല, പ്രത്യേകമായി ഇബാദത്തും തർത്തീബാക്കി തന്നിട്ടില്ല. അതുകൊണ്ട് അത് ഇബാദത്തിന്റെ യാത്രയല്ല, ആദത്തിന്റെ യാത്രയാണ്. ആ പള്ളി കാണാവുന്നതാണ്. ഇത്രയും സ്ഥലങ്ങളിലേക്ക് പോയി ഇൻഷാ അല്ലാഹ് ളുഹർ ആകുമ്പോൾ നമുക്ക് തിരിച്ചു വരും. അത് തിങ്കളാഴ്ച രാവിലെയാണ് തീരുമാനിച്ചത്. ബസ് തിങ്കളാഴ്ച രാവിലെ ഏർപ്പാടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മദീനത്തും ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് അത് പറയേണ്ടിയില്ലല്ലോ. പിന്നെ മദീനത്തും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? സാധാരണ കാരക്കങ്ങൾ വാങ്ങിവിടുന്നു പോകും, മദീനയുടെ കാരക്ക. കാരണം സന്തോഷമാണ്. പഴയ ഹാജിമാർ ഇപ്പൊ ഇറാഖ് മദീനയുടെ കാരക്ക എന്ന് പറഞ്ഞാൽ ഇറാഖിൽ നിന്ന് വരുന്ന കാരക്ക, അല്ലെങ്കിൽ ലിബിയെന്ന് വരുന്ന കാരക്ക, അതിന്റെ നാട്ടിലേക്കും വരുന്നത് അങ്ങനെ. പക്ഷെ അതല്ല, മദീനത്തിൽ നിന്ന് മക്കയിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് സംസം വെള്ളം. മദീനത്തും സാധാരണ മദീന ഈത്തപ്പനത്തോട്ടമുള്ള നാടാണ്. പണ്ടേ മക്ക ഈത്തപ്പനത്തോട്ടത്തിന്റെ നാടല്ല, മദീന ഈത്തപ്പനത്തോട്ടത്തിന്റെ നാടാണ്. പരമാതിരി പ്രത്യേകതയുള്ള ഈത്തപ്പഴങ്ങൾ ഈത്തപ്പഴവുമായി ബന്ധപ്പെട്ട ഒരുപടി സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി തങ്ങൾ തിന്നുന്ന രീതി, റസൂലുള്ളാഹി തിന്നുന്ന ഐറ്റം, ഇതൊക്കെ. പക്ഷെ ആ ഐറ്റം ഇപ്പം കിട്ടുമെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് അതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തയ്യാറില്ല. കാരണം ആ സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് വൈദ്യം കൊടുത്ത് നബിതങ്ങൾ തന്ന ഈത്തപ്പഴമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിയാൽ അതൊന്നും വേറെ എന്നെ കൊണ്ട് പറ്റൂല. ഈത്തപ്പഴം മദീനത്ത് നിന്ന് വാങ്ങിക്കോളും. അത് നേരത്തെ കാലത്തെ അതാ ഇവനില്ല അഷ്റഫ്, നമ്മൾ അഷ്റഫിനോട് ചോദിച്ചാൽ അവൻ പരിചയപ്പെടുത്തി തരും. പോയിട്ട് 5-10 കിലോ എത്ര എന്തെങ്കിലും കൊടുക്കണ്ടേ? ഇങ്ങനെ ഒരു ഹദിയ അതിനൊക്കെ ചെരാക്കണ്ട സാധനത്തൊക്കെ നല്ല ഏതാറല്ലേ അതുകൊണ്ട് വാങ്ങിക്കോളും. പിന്നെ അത്യാവശ്യമുള്ള മുസല്ലകളോ മറ്റോ നെക്സും വരയും കുറിയൊന്നും ഇല്ലാത്ത നല്ല മുസല്ല കിട്ടും. വരയും കുറിയൊന്നുള്ള മുസല്ല അല്ല നാം വാങ്ങേണ്ടത്, പ്ലെയിൻ മുസല്ലയാണ് നമ്മൾ വാങ്ങേണ്ടത്. റസൂലുള്ളാഹി നിസ്കരിച്ച ഒരു കളറുള്ള മുസല്ലയിൽ എന്നിട്ട് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആയിഷാനെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ ഇതുകൊണ്ട് പോയിട്ട് വലിച്ചെറിഞ്ഞാൽ നീ എന്റെ നിസ്കാരത്തിന്റെ ശ്രദ്ധ ആ വരയിലേക്ക് പോയി, അതുകൊണ്ട് ഇത് ശരിയാവില്ല എന്ന് മറ്റുള്ള സാധനങ്ങൾ മാറ്റി. പിന്നെ നമ്മളത് പറയണ്ട. അതുകൊണ്ട് നമ്മൾ മുസല്ലയിൽ വരെ സുന്നത്ത് കണ്ടെത്താൻ വേണ്ടി മെനക്കെടണം. നിസ്കരിക്കുന്നത് വെറും പ്ലെയിൻ സ്ഥലത്ത് നിസ്കരിക്കലാണ് യഥാർത്ഥമായ. അങ്ങനെ വാങ്ങുന്നത് ആ രീതിയിൽ എന്തെങ്കിലും സാധനങ്ങളോ മറ്റോ വാങ്ങുന്നുണ്ടെങ്കിൽ അവര് ആ രീതിയിൽ ചെയ്തോളൂ. പിന്നെ സഹോദരിമാര്, ഇന്നലെ ഈ പള്ളിയിൽ പ്രവേശിക്കുന്ന തടസ്സം ഉണ്ടാവാൻ സാധ്യതയുള്ള ചില പെണ്ണുങ്ങൾ ഇന്നലെ രാത്രി പോയിട്ടുണ്ട്. അവർക്ക് അതിന്റെ കാര്യമൊക്കെ മനസ്സിലായി കാണും. അല്ലാത്ത സ്ത്രീകൾ ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഒരുങ്ങി ഇൻഷാ അല്ലാഹ് അഷ്റഫിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഞാൻ അത്യാവശ്യം പറഞ്ഞു തരാം. അഷ്റഫ് നിങ്ങളെ കൂട്ടിപ്പോയി നിങ്ങൾക്ക് അതിന്റെ വഴിയൊക്കെ കാണിച്ചു തരും. ഇന്നലെ പോയവരോട് ആ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മസ്ജിദുൻ നബവി നമ്മളെ ജോലി എന്താണ്? മസ്ജിദുൻ നബവിയിലെ ജോലി റൗളയിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കലാണ്. റൗള എന്ന് പറഞ്ഞാൽ
നമ്മളെ നാട്ടിൽ സമ്പ്രദായമുണ്ട്, റൗല റൗല എന്ന് പറഞ്ഞാൽ കബറിനാണ് അതിന് പേര് എന്ന്. വല്ലാഹി അഷ്റഫുൽ കബറിന്റെ പേരല്ല റൗല. റസൂലുള്ളാഹിന്റെ റൗല, റസൂലുള്ളാഹിന്റെ റൗല എന്ന് പറഞ്ഞാൽ കബറല്ല. റസൂലുള്ളാഹിന്റെ റൗല എന്ന് പറഞ്ഞാൽ മാ ബൈന ബൈതി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, എന്റെ വീട്ടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിൽ സ്വർഗത്തിന്റെ തോട്ടത്തിന് ഒരു തോട്ടമുണ്ട്, ആ തോട്ടത്തിൽ നിങ്ങൾ മേഞ്ഞു നടക്കുക എന്നുള്ള റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ തഹിയ്യത്തുൽ നിസ്കാരമായി സ്വർഗത്തിൽ നിന്ന് നിസ്കരിച്ചതിന് തുല്യമായി ഒരു അനുഗ്രഹം. അന്നാ റസൂൽ പറഞ്ഞതെല്ലാം ഓക്കെയാണ്. അതിനുള്ള സൗകര്യം ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ഗവൺമെന്റ്, ഇവിടുത്തെ ഈ സൗദി ഗവൺമെന്റ്, അള്ളാഹ് റസൂലും പറഞ്ഞത് എന്താണോ അതൊരിക്കലും അവർ തടയില്ല. അതിന് വേണ്ടി അവർ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിരിക്കും. പറയാത്തത് അതിനൊരിക്കലും അവർ അനുവദിക്കുകയും ചെയ്യില്ല. ഇതാണ് ഇവിടുത്തെ രീതി. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അള്ളാഹു താല അവരുടെ ഹിമ്മത്തും അവരുടെ ആ ഉമ്മത്തിന് ഖൈർ ചെയ്യാനുള്ള താല്പര്യവും ഉമ്മത്തിന് ഖിദ്മത്ത് ചെയ്യാനുള്ള താല്പര്യവും ഭരണകൂടങ്ങൾക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ശൈത്താന്റെ ശർന്ന് അവരെ കാക്കട്ടെ. മനുഷ്യരിലുള്ള അതായങ്ങളെ, ശത്രുക്കളെ തൊട്ടും അസൂയാലുക്കളെ തൊട്ടും കുതന്ത്രക്കാരെ തൊട്ടും അള്ളാഹു താല 2 ഭവനത്തെയും ആ ഭവനത്തിന്റെ ആൾക്കാരെയും അള്ളാഹു കാക്കട്ടെ. നാം ഇന്നും ബാധ്യസ്ഥരാണ് അങ്ങനെ ദ്വാചക. അവർ ചെയ്യുന്ന ഖിദ്മത്ത് വലുതാണ്. നമ്മൾ ന്യൂനതകൾ മാത്രം കാണുന്ന കണ്ണുകൊണ്ട് ന്യൂനതകളെ കാണൂ. എന്താ പറഞ്ഞ നല്ലത് കാണുന്ന കണ്ണുകൊണ്ട് നോക്കിയാൽ നല്ലതേ കാണും. അങ്ങനെ ഒരു ഉദാഹരണം പറയാറുണ്ട്. പണ്ടൊരു ഷെയ്ഖ് എന്ത് പറഞ്ഞാൽ അയാൾ നല്ലതേ പറയുള്ളൂ, മോശം പറയുകയില്ല അയാള്. അങ്ങനെ ശിഷ്യന്മാർക്ക് ഇയാളെ കൊണ്ട് എന്തെങ്കിലും മോശം പറയിപ്പിക്കണമല്ലോ. അങ്ങനെ പന്നികൾ മേയുന്ന സ്ഥലത്തേക്ക് ഇയാളെ കൊണ്ടുപോയി. പന്നികൾ തീട്ടത്തുന്ന തിരയുക, കാരണം അറിയാലോ, തീട്ടം തിന്നുകയും ചെയ്യും. അങ്ങനെ ശേഖരൻ തങ്ങളെ നോക്കിയേ എത്ര വൃത്തികെട്ട ജീവികളാ. അപ്പൊ അദ്ദേഹം വൃത്തികെട്ട അതിന്റെ പല്ല് നോക്കി എന്ത് മനോഹരമാണ് ആ പന്നിന്റെ പല്ല്. അയാൾ കണ്ടത് നല്ലതാണ്. നമ്മൾ കണ്ടത് പന്നി തീട്ടത്തിൻ്റെ, അയാൾ കണ്ടതോ പന്നിന്റെ ഭയങ്കരമായ വെളുവളോ വെളുത്ത പല്ല പന്നിന്റെ പല്ല്. അപ്പൊ നല്ലത് കാണുന്നവർക്ക് നല്ലതേ കാണുന്നത്, നമ്മളതിന് ചീത്ത കാണണം. അഥവാ കണ്ടാൽ തന്നെ അള്ളാഹിലേക്ക് വിടി, അള്ളാഹ് നീ മാപ്പാക്കി കൊടുക്കുക, അള്ളാഹ് തീർത്താൻ തോഫി കൊടുക്കുക. നമ്മളിങ്ങനെ പാടി വന്നിട്ട് എന്തോ കാര്യം? ഖൈറാണ് വാണി നടന്നെങ്കിൽ ആ ഖൈർ വളരുമല്ലോ. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഇന്ന് രാത്രി ഹജ്ജുമ്മമാര് അങ്ങനെ പോയാൽ, ദിശാ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ 2 മണി വരെ, 1 മണി, 2 മണി, 3 മണി വരെ നിങ്ങൾക്ക് പ്രവേശനാനുവാദമുണ്ട്. അവിടെ വെളുത്ത മുസല്ല കാണുന്നത് വരെയും മുമ്പോട്ട് നടക്കണം. അതിന്റെ ഉള്ളിൽ ക്യൂ ആയിട്ട് പോകുന്ന പരിപാടി ഉണ്ടെന്നൊക്കെയാണ് അറിഞ്ഞത്. അതുകൊണ്ട് അവിടെ ചെന്ന് 2 റക്അത്ത് നിസ്കരിക്കണം. തിരിച്ചു വരാൻ നേരം അഷ്റഫുൽ ഖൽഖായ തങ്ങൾക്ക് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറയണം. തൊട്ടടുത്ത അബൂബക്കർ സിദ്ദീഖ് അസ്സലാമു അലൈക യാ ഖലീഫത്ത റസൂലില്ലാഹി അബൂബക്കർ സിദ്ദീഖ്. തൊട്ടപ്പുറത്ത് അസ്സലാമു അലൈക യാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ രീതിയിൽ സലാം പറഞ്ഞിട്ട് തിരിച്ചു വരണം. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാന്റെ സുരക്ഷയാർത്ഥം ഉമ്മത്തിന് പഠിപ്പിച്ച ഹജ്ജ് ദുൽഹുലൈഫ മുതൽ തുടങ്ങണം. അല്ലാഹു തആല തുടങ്ങാനും 2, 3, 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനും, അതേപോലെ അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ ചെയ്തോ അതേപോലെ ഹജ്ജ് പൂർത്തിയായി ചെയ്യാനും എല്ലാവിധ അനുഗ്രഹങ്ങൾ നാനാഭാഗത്തും അല്ലാഹു തആല നമ്മളെ പൊതിയട്ടെ. അല്ലാഹു തആല നമ്മുടെ ഈമാൻ പ്രകാശിക്കുന്ന ഈമാനാക്കി തരട്ടെ. ഏറ്റവും നല്ല പ്രകാശിക്കുന്ന അവസ്ഥ മരിക്കുന്ന നേരത്താക്കി തരട്ടെ. അതേപോലെ നമ്മുടെ രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ട്യൂമർ രോഗികൾ, ഹാർട്ട് രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, പേരറിയുന്നതും അറിയാത്തതുമായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന രോഗങ്ങളെ അള്ളാഹു അവന്റെ കുദ്റത്തുകൊണ്ട് ശിഫയാക്കി കൊടുക്കട്ടെ. നമുക്ക് അള്ളാഹു ആ രോഗങ്ങളൊന്നും വരാതെ കാക്കുകയും നമ്മളൊക്കെ അള്ളാഹു തന്ന ആഫിയത്ത് മരിക്കുന്നവരെ ഒരു പോറലും ഏൽക്കാതെ അള്ളാഹു നിലനിർത്തി തരികയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അലം വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.